ഇസ്ലാമികമാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ ആവശ്യമുള്ളതിലധികം രഹസ്യങ്ങൾ ഇപ്പോൾ ഇവിടെ സഖാഫി തന്നെ വിശദീകരിച്ചു. എനിക്ക് മുമ്പേ കടന്നു വന്ന ആളുകളാണ് റഹ്മാൻ ഫൈസി ഉസ്താദും സിയൻകുട്ടി സഖാഫി ഉസ്താദും ഹമീദ് സഖാഫിയും ഒക്കെ മുമ്പേ ഓരോ കാര്യങ്ങൾ കണ്ടറിയുകയും തിരിച്ചറിവുകൾ അത് ഇസ്ലാമിക പ്രസ്ഥാനമല്ല, സത്യത്തിന്റെ പ്രസ്ഥാനമല്ല എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് അന്ന് പടിയിറങ്ങിപ്പോകുന്നവരാണ്. ആ സമയത്തൊക്കെയും അവർക്കൊന്നും ബോധ്യപ്പെട്ട സമയത്ത് എന്തുകൊണ്ടോ ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അവിടെ തന്നെ ഉറച്ചു നിന്ന ആളുമാണ് ഞാൻ. റഹ്മാൻ ഫൈസിയും മുസ്തഫ ഫൈസിയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ കാലത്തെ സുന്നത്ത് ജമാഅത്തിനെ അക്ഷരങ്ങളിലൂടെ ത്രസിപ്പിച്ചു നിർത്തിയിരുന്ന ആദർശത്തിന്റെ ഒരു പഴയ കാലത്ത് അവരുടെ വായനക്കാരനായി അവർ പറഞ്ഞ ആദർശത്തിന്റെ തീവ്രത ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഞങ്ങൾ കാന്തപുരത്തോടൊപ്പം നിന്നിരുന്നത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഒരുപക്ഷെ മുസ്തഫ ഫൈസിയും റഹ്മാൻ ഫൈസിയും ഉണ്ടാക്കിയിരുന്ന ആ ആദർശ തൂലിക ചലിപ്പിക്കുന്നത്ര ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തന പരിസരത്തിന് ദൈക്ഷണികമായ ആദർശപരമായ പിന്തുണ നൽകിയിരുന്നത് അൽ മുബാറക് വാരികയായിരുന്നു. ഒരുപാട് കാലം, ചുരുങ്ങിയത് ആ പിളർപ്പിന്റെ ഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള കുറച്ചു കാലം, ഇറങ്ങിയ അവസാന പേജ് വരെ, അതിന്റെ അവസാനത്തെ ലക്കം വരെ ഗൾഫിൽ ഇരിക്കുന്ന ഒരു സെക്രട്ടറിയല്ല സമസ്തക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് കാന്തപുരത്തിന് നേരെ വാളോങ്ങിയ ആ അവസാന ലക്കം വരെ ഞാൻ ആ പ്രസിദ്ധീകരണം വായിക്കുമായിരുന്നു. ആ പ്രസിദ്ധീകരണം തന്ന ആദർശബോധം, ആ പ്രസിദ്ധീകരണം തന്ന ആദർശപരമായ ചൂടും തീവ്രതയും അത് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് എനിക്ക് പ്രബോധനത്തിന്, പ്രവർത്തനത്തിന് വല്ലാതെ ഉപകാരപ്പെട്ടിരുന്നു. അത് പിന്നീട് ആ ശൈലി സുന്നി പ്രവർത്തന രംഗത്ത് കാന്തപുരം വിഭാഗത്തിൽ കാണാതെ വന്നപ്പോ അൽ മുബാറക്കിനെ അതുപോലെ ആവാഹിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിലും അതുപോലെ ഒരു പ്രസിദ്ധീകരണം വേണമെന്ന പേരിൽ, മുഖാമുഖം എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം കാന്തപുരം പക്ഷത്തിന്റെ കീഴിൽ നിന്ന് ഞാൻ ഇറക്കിയിരുന്നു. എന്റെ ഈ സംഘടനാ മാറ്റത്തിന്റെ, സത്യത്തിലേക്കുള്ള വരവിന്റെ അവസാന നിമിഷം വരെ അങ്ങനെ ഒരു പ്രസിദ്ധീകരണവുമായി ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. എനിക്ക് അന്നൊക്കെ പ്രചോദനമുണ്ടായിരുന്നത് ഈ അൽ മുബാറക്കിലെ വരികൾ തന്നെയായിരുന്നു. അതിൽ അന്ന് എഴുതിയിരുന്ന ലേഖനങ്ങളിലെ ഓരോ വരികളും ഓരോ ലേഖനങ്ങളാക്കാൻ മാത്രം ഏറെ കാമ്പുള്ളതായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ. അങ്ങനെയായിരുന്നു അത്. ഒരു കാന്തപുരത്തിന്റെ കീഴിലുള്ള ആ പ്രസ്ഥാനത്തിൽ ആ വിധത്തിൽ ചിന്തിപ്പിച്ചപ്പോഴാണ് അവിടെ നിൽക്കാനും തോന്നിയത്. അത് സുന്നത്ത് ജമാഅത്ത് പറയാനുള്ള പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കുകയും സുന്നത്ത് ജമാഅത്ത് പറയാനുള്ള വഴിയാണെന്ന് ചിന്തിക്കുകയും ചെയ്തത് അങ്ങനെയായിരുന്നു. പിന്നീട് ആ ചലനങ്ങൾ, ശക്തമായ സുന്നി ബിദ്അഈ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന ഘട്ടങ്ങൾ, ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോ കാന്തപുരത്തിനിടയിലെ ഉള്ളിലെ കാന്തപുരത്തെ തിരിച്ചറിയാനോ അന്വേഷിക്കേണ്ടി വന്നു. അല്ലാഹു എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ലക്കൽ ഹംദു യാ അല്ലാഹ്. ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. കാരണം ഇത്തരം ഒരു വലിയ ആപത്തിൽ നിന്ന്, ഒരു വലിയ കയത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് കൃത്യമായി മനസ്സിലാകുന്നത്. അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോരുന്നതിന്റെ തൊട്ടു മുമ്പ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നെങ്കിലും, കുറച്ച് സമയങ്ങളിൽ കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും ആ സമയങ്ങളിൽ അവിടെ കണ്ടിരുന്ന ദുരന്തവും അവിടെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളും കണ്ടിരുന്നെങ്കിലും പുറത്തിറങ്ങിയിട്ട് അവിടെ കൊണ്ട് തിരിച്ചു നോക്കുമ്പോഴാണ് വല്ലാത്തൊരു ഭീമാകാരമായ ഒരു കുഴിയിലാണ്, ഒരു ചുഴിയിലാണ്, ഒരു വലിയ അബദ്ധത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇനിയും ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് പാവങ്ങൾ, ഒരുപാട് നിഷ്കാമകർമ്മികളായ സുന്നി പ്രവർത്തകർ ആ ഗണത്തിൽ അവിടെ പെട്ടുപോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവിടെ 2-3 വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് തികച്ചും തനിച്ച സംഘടനാ പക്ഷപാതികളായി മാറിയ ഒരു, എന്താ പറയാ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെയുള്ള ഒരു കമ്മ്യൂണിസം സ്റ്റൈല് പോലെയുള്ള ഒരു കമ്മ്യൂണലിസത്തിന്റെ. മറ്റൊന്ന് കാന്തപുരം ഫാൻസ് അസോസിയേഷൻ, അതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. മറ്റൊന്ന് അവിടെ ആദർശമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആദർശത്തിലും കാന്തപുരം ഫാൻസിലും ഞങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു വിഭാഗം. ഇതിൽ കാന്തപുരം ഫാൻസാണ് ഏറ്റവും പെട്ടെന്ന് ആ ഗ്രൂപ്പ് വിടുക. കാരണം ഫാൻസിന് മാതൃകാ നേതാവിനോട് അടുക്കും തോറുന്നു അകലാനുള്ള ഒരു പ്രത്യേക കാന്തിക ശക്തി.
കാന്തപുരത്തോട് അടുക്കും തോറും ആ ഗ്രൂപ്പിലെ പ്രത്യേകത തന്നെ കാന്തപുരത്തിലേക്ക് അടുക്കും തോറും അദ്ദേഹത്തിൽ നിന്ന് അകലുക എന്നുള്ളത്. പിരിഞ്ഞു പോകുന്ന വിട്ടുപോകുന്നവരെ ഓരോരുത്തരെയും പരിശോധിച്ചാൽ അങ്ങനെ കാണാം. കാന്തപുരത്തിന്റെ സെക്രട്ടറിമാരായിരിക്കും, അല്ലെങ്കിൽ മുപ്പരുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചവരായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകാരായിരിക്കും, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ജോലിക്കാരായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോളേജിലെ അധ്യാപകരായിരിക്കും. സന്തോഷത്തോടെ ഓർമ്മിക്കുന്ന ഒരു സംഭവമുണ്ട്. കഴിഞ്ഞ ആഴ്ച ജനുവരി 6-ാം തീയതി കണ്ണൂരിൽ 2ാമത് സഖാഫി സമ്മേളനം നടന്നു. ആ സഖാഫി സമ്മേളനത്തിലേക്ക് പോകുന്നതിന്റെ തീരുമാനിച്ച് 2ാമത്തെ 3ാമത്തെ ദിവസം എനിക്കൊരു ഫോൺ വന്നു. കണ്ണൂരിൽ നിന്നാണ്. ഫോൺ എടുത്തപ്പോ അയാൾ എന്നോട് പേരൊക്കെ പറഞ്ഞപ്പോ ഞാൻ സന്തോഷിച്ചു. എന്റെ പഴയ സംഘടനാ ഗുരുവാണ്. എനിക്ക് സംഘടന പഠിപ്പിച്ചിരുന്ന ഗുരുവാണ്, സംഘടനാ ഗുരു. അദ്ദേഹം എന്നോട് വിളിച്ചു, എന്നോട് പറഞ്ഞു, ഇപ്പോൾ നീ കേരളത്തിലെ പല SKSS വേദികളിലും കയറി കാന്തപുരത്തിന്റെയും കാന്തപുരത്തിന്റെ സംഘടനയുടെ തിന്മകളെയും തുറന്നു കാണിക്കുമ്പോ ഏറ്റവും വൃത്തികെട്ട ആ ഒരു പ്രസ്ഥാനത്തെ നീ വെറുക്കുന്നു എന്ന് കാണുമ്പോ ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നിന്നെ ഞാൻ പ്രശംസിക്കുന്നു, നിന്നോളമാവാൻ ഞാനും ആഗ്രഹിക്കുകയാണിപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷമായി. കാരണം എന്താ, എന്നെ സംഘടന പഠിപ്പിച്ച, എനിക്ക് സംഘടനയിലേക്ക് വഴി തുറന്നു തന്ന SSFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എന്നെ ഫോണിൽ. SSFന്റെ സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, അദ്ദേഹം കണ്ണൂർ ജില്ലാ SSFന്റെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയ ഒരു പണ്ഡിതനാണ്. 20ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു വലിയ മഹാ എഴുത്തുകാരനാണ്, ചിന്തകനാണ്. മുസ്ലിം പണ്ഡിത സമ്മേളനങ്ങളിൽ 2 അറബ് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വലിയൊരു പണ്ഡിതനാണ്. റിസാല വാരിക എന്ന SSFന്റെ വാരികയുടെ സബ് എഡിറ്ററായി, അൽ ഇർഫാദ് മാസികയുടെ എഡിറ്ററായിരുന്നു. കാരന്തൂർ മർക്കസ് അറബിക് കോളേജിലെ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫായിരുന്നു. കാരന്തൂരിലെ കാന്തപുരത്തിന്റെ സ്ഥാപനത്തിന്റെ ഉപസ്ഥാപനമായി കേരളത്തിൽ അറിയപ്പെടുന്ന കാന്തപുരത്തിന്റെ സീമന്തപുത്രൻ ഹക്കീം അസ്ഹരി നടത്തുന്ന പൂനൂരിലെ മർക്കസ് ഗാർഡൻ സ്ഥാപനത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന പേരിലുള്ള പ്രിൻസിപ്പളായി. അദ്ദഅവ എന്ന പേരിൽ സഅദിയിൽ നിറങ്ങിയ മാസികയുടെ എഡിറ്ററായിരുന്നു. ദഅവ പ്രവർത്തനത്തിന് വേണ്ടി കാന്തപുരം വിഭാഗം ഉണ്ടാക്കി വെച്ച PMK ഫൈസിയുടെ IPC എന്ന സംഘടനയുടെ സൃഷ്ടാവാണ്. മാത്രമല്ല, കാന്തപുരം കേരളം മുഴുവൻ മദ്ഹുർ റസൂൽ പ്രഭാഷണം എന്ന പേരിൽ ഒരു ഒറ്റ സ്റ്റൈലിലുള്ള പരിപാടി നടത്തുന്നതിന്റെ പിന്നിലെ അതിന്റെ ആസൂത്രകൻ. അങ്ങനെ വന്ന് ഒരുപാട് വ്യക്തിവിശേഷങ്ങളുടെ ഡോക്ടർ സലീം നദവി വെളിയമ്പ്ര അദ്ദേഹം വിളിച്ചെന്നോട് പറഞ്ഞു, ഞാനും നീ ചിന്തിക്കുന്നത് പോലെ, നീ പ്രവർത്തിക്കുന്നത് പോലെ പരസ്യമായി കാന്തപുരത്തിനെതിരെ രംഗത്ത് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എങ്ങനെയാവും? അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല സമയത്താണ് നിങ്ങൾ വിളിച്ചത്. തളിപ്പറമ്പിൽ 6-ാം തീയതി സഖാഫി സമ്മേളനം നടക്കുകയാണ്, നിങ്ങൾ അന്നേക്ക് വരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അവിടെ വന്നു. അൽഹംദുലില്ലാ, ആ സദസ്സിൽ വെച്ച് അയാൾ വ്യക്തമായി തെളിവുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇഷ്കിനെയും ഹബീബിനെയും ത്വയ്ബയെയും കാബയെയും ഒക്കെ പാടിക്കാണിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നടന്നെടുക്കുന്ന ഒരു വിശ്വാസിയുടെ മനോതലത്തെ വരഞ്ഞു കാണിച്ചു. പണ്ഡിതോചിതവും തന്റെ ഏറ്റവും ശ്രേഷ്ഠ ഭാഷയും ഉപയോഗിച്ചു അദ്ദേഹം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഇഷ്കിന്റെ വഴികൾ വരച്ചു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ കച്ചവടച്ചരക്കാകുന്ന ഒരു വിഭാഗം, ജന്മം തന്നെ പിഴച്ചുപോയ ഒരു വിഭാഗം, പ്രസ്ഥാന രൂപീകരണം തന്നെ പണ്ഡിത മഹത്തുക്കളുടെ സംഘടനയെ ഭിന്നിപ്പിക്കാനും പിളർത്താനും വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചൊരു വിഭാഗം. ആ വിഭാഗത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകിയാൽ ആ തൗഫീഖിനേക്കാൾ വലുതൊന്നുമില്ല. ഞാനും ഇതാ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി കേരളീയ സമൂഹത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ പാതയെ പിന്തുടർന്നുകൊണ്ട് ഞാനും ഇനി നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ വരെ അദ്ദേഹം കേരളത്തിലെ എല്ലാ സ്റ്റേജിലും. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം ഉംറക്ക് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തിരിച്ചു വന്ന് ഈ സമൂഹത്തോട് അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ തിരിച്ചുവരവിന്റെ തിരിച്ചു നടത്തത്തിന്റെ കാലമാണ്. ഒരു കാലഘട്ടത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ ധിക്കരിക്കുകയും തന്നോടൊപ്പമുള്ളവരെയും കൂട്ടി പുറത്തേക്ക് വരികയും അവിടെ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് പണ്ഡിത സമൂഹത്തെ, ലോകത്തിന് മുന്നിൽ സുന്നി സമൂഹത്തെ ഇളിഭ്യരാക്കാൻ വേണ്ടി രംഗത്ത് വന്ന കാന്തപുരത്തിന് ഇപ്പോൾ തിരിച്ചടിയുടെ കാലഘട്ടം. ഓരോ ഭാഗത്തു നിന്നുള്ള ഫോൺ കോളുകൾ, സംഘടനാ രംഗത്ത് അവരുടെ മീഡിയകളിൽ ഒരുപാട് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, അവരുടെ എല്ലാ രംഗത്തുമുള്ള പബ്ലിക് റിലേഷന് വേണ്ടി ഇടപെട്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒക്കെ എനിക്കുണ്ടായിരുന്ന ബന്ധങ്ങളിൽ ഞാനത് തിരിച്ചറിയുന്നുണ്ട്. അല്ലാത്തവരിലൂടെ അല്ലാത്തവരും തിരിച്ചറിയുന്നുണ്ട്.
ബഹുമാനപ്പെട്ട സഖാഫിമാരിലൂടെ, ബഹുമാനപ്പെട്ട ഉസ്താദുമാരിലൂടെ ഇന്ന് അത് കണ്ടുവരികയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ എറണാകുളത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സയ്യിദ് കുടുംബം ഒന്നിച്ചു, അവരൊന്നിച്ചു വിളിച്ചു. ഞാൻ മുമ്പ് അവിടെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട്. SSF-കാരനായിട്ടാണ് പോയത്. അവരെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ആ സയ്യിദുമാർ എനിക്കേറെ സ്നേഹമുള്ള, ഞാനേറെ സ്നേഹിക്കുന്ന, തിരിച്ചെന്നെയും സ്നേഹിക്കുന്ന സയ്യിദുമാരാണ്. അവർ ഈ സംഘടനയുടെ വലിയ ആളുകളാണ്. അവരെന്നെ വിളിച്ചിട്ട് എന്റെ ഈ പുതിയ മാറ്റം അവർ തിരിച്ചറിഞ്ഞപ്പോ അവർക്ക് ആകെ വെപ്രാളമായി. അവർ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ മാറി? ഇതൊരിക്കലും സാധിക്കാത്ത, സംഭവിക്കാത്ത ഒരു വിഷയമാണ്. അങ്ങനെ അവർ എന്റെ കയ്യിൽ അവരുടെ നമ്പർ ഉണ്ടായിരുന്നു. അവർ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തു. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ മന്ത്രി, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, ചില കാര്യങ്ങൾ തുറന്നു ചോദിക്കാനുണ്ടായിരുന്നു, സത്യസന്ധമായി എനിക്ക് പറഞ്ഞു തരണം, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങനെ വേണം? നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഏത് വിധത്തിലുള്ള സത്യം വേണം? ഞാൻ ചെയ്യുമ്പോഴുള്ള സത്യം മതിയോ, അല്ല കാന്തപുരം ചെയ്യുമ്പോഴുള്ള സത്യം വേണോ? വല്ലാഹി മതിയോ, അല്ല സുമ്മ വല്ലാഹിയും കൂടി കൂട്ടണോ? എങ്ങനെ ഞാൻ പറഞ്ഞു പറയുന്നത് സത്യമായിരിക്കുമെന്ന് മാത്രം. അങ്ങനെ അവരുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാൻ 1.5 മണിക്കൂർ കൃത്യമായ വിഷയങ്ങൾ വിശദീകരിച്ചപ്പോ കരഞ്ഞുകൊണ്ടവർ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു. സയ്യിദുമാരാണ്, ഒരു കുടുംബമാണ്, വലിയ കുടുംബമാണ്. അവരുടെ കുടുംബങ്ങളിൽ ഓരോ ഭാഗത്തായിട്ട് അവിടെ പരിസരത്ത് തന്നെ താമസിക്കുന്നുണ്ട്. ഇതിൽ 10-30ഓളം ചെറുപ്പക്കാരായ ആളുകളുള്ള വലിയൊരു കുടുംബം. ആ കുടുംബം പറയാണ്, ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരള സമൂഹത്തിന് മുന്നിൽ കാന്തപുരത്തെ വലിച്ചെറിഞ്ഞ് ഞങ്ങൾ സമരയുടെ പാതയിലേക്ക് വരും, ഞങ്ങൾ വരാൻ തയ്യാറായിരിക്കുന്നു എന്നവർ പറയുന്നു. ഗൾഫിൽ നിന്ന് ഒരു സഖാഫി വിളിച്ചു. ഒരുപാട് കാലം കാന്തപുരത്തിന്റെ കണക്കുകൾ സൂക്ഷിച്ച, ഒരുപാട് കാലം കാന്തപുരത്തിന്റെ കണക്കുകൾ അറിയുന്ന, പ്രവാസ ലോകത്ത് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ സുഖിക്കാൻ പണത്തിന്റെ, പ്രതാപത്തിന്റെ, ഐശ്വര്യത്തിന്റെ വഴികൾ ഉണ്ടാക്കി കൊടുത്തൊരു സഖാഫി വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എല്ലാ സഖാഫിമാരും വന്ന് റെഡിയാണ്, ഞാൻ കാവൽ സഖാഫിയാണ്. സഖാഫിയായിട്ട് പിന്നെയും പഠിച്ചിട്ടാണ് കാവൽ സഖാഫിയാവുക. അപ്പൊ ഈ സഖാഫി എന്നോട് പറഞ്ഞു, ഞാൻ അടുത്ത നാട്ടിൽ വരാൻ പോവാണ്, ഞാൻ വന്നാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പൊ ഞാനിങ്ങനെ മൂപ്പര് പറയാനുള്ളത് എനിക്കറിയാം എന്തൊക്കെയാണ്. പിന്നെ മൂപ്പര് കുറച്ച് അധികം പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചു, പഠിച്ചവനെ മൂപ്പര് വരികയാണെങ്കിൽ ഞാനേതായാലും മാറിക്കൊടുക്കാൻ തീരുമാനിച്ചു. എന്നെക്കാൾ അധികം പറയണ്ടായിരുന്നു. ബൈബിളിലൊക്കെ പറഞ്ഞില്ല, എന്റെ ശേഷം പിന്നൊരാൾ വരുമെന്നൊന്നുമില്ല. അതുപോലെ എന്റെ ശേഷം വരാനുള്ള അയാളുടെ അവസ്ഥ പറയുന്നത്, കേരളത്തിൽ ഇനി കാന്തപുരത്തെ അനുകൂലിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന പാവങ്ങളല്ല, കാന്തപുരത്തെ അനുകൂലിച്ചു ബോധ്യപ്പെട്ട ആളുകൾ, ബോധ്യപ്പെട്ടിട്ടും കാത്തിരിക്കുന്ന ആളുകൾ, അവർ സത്യത്തിലേക്ക് വരാതിരിക്കുമെങ്കിൽ നിങ്ങളുടെ നെഞ്ചുരിപ്പ് കൂട്ടുന്ന പണിയാണ്. കേരളം ഇനി കാണാൻ പോകുന്നതാണ്. ഇവിടെ ഇപ്പൊ ഇനി SKSSF-ന്റെ നേതാക്കളൊന്നും വിധിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയാറുള്ളത് അതല്ലേ, SKSSF-ന്റെയും സമസ്തയുടെയും പണ്ഡിതന്മാർക്ക് കാന്തപുരത്തോട് വിരോധമുണ്ട്, കാന്തപുരത്തോട് അസൂയ. ആരെങ്കിലും ഒരാൾ മുഖം കെട്ടുകൊണ്ടിരിക്കുമ്പോ അയാളെ കണ്ട അസൂയ ചിന്തിച്ചു. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു ഓർത്തിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ കാസർഗോഡ് നിന്ന് പരിപാടി കഴിഞ്ഞ് ഏകദേശം മാഹിയിലെത്തിയപ്പോ മാഹിന്ന് ഒരാൾ കയറി, മുഖമൊക്കെ വികൃതമായിട്ടുണ്ട്, വിവരണമായിട്ടുണ്ട്. എനിക്ക് അയാൾ അറിയാം, എന്റെ ഭാര്യയോട് മാഹിയാണ്, ഇഷാൻ മാഹിന്റെ തൊട്ടപ്പുറം തന്നെ. അപ്പോ ഞാൻ ഇയാളെങ്ങനെ വണ്ടി കയറി വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഈ അയാളെ വല്ലാതെ ക്രൂരനായിരുന്നു, ആളുകളെ കത്രമിട്ടു. അപ്പൊ അയാളെ ശത്രുക്കൾ ആസിഡ് എറിഞ്ഞിട്ട് അയാളെ മുഖം അങ്ങനെ ആസിഡ് മുഖത്തൊഴിച്ചു കൊടുത്തു. അപ്പൊ അത് വികൃതമായിട്ട്. ഇത് കണ്ട ആരെങ്കിലും പറയും എനിക്ക് അയാളെ കണ്ട അസൂയാവുന്നു? നമുക്ക് അയാളെ കണ്ട ആർക്കെങ്കിലും അസൂയ തോന്നുമോ? എനിക്ക് ഓർമ്മ വന്നത് അതാണ്, കാന്തപുരത്തിന്റെ ഈ അനുയായികളുടെ പറച്ചിൽ കേട്ടിട്ട്. കാരണം കാന്തപുരത്തെ കണ്ട് എല്ലാവർക്കും അസൂയാവുന്നു. അതുകൊണ്ടാണ് ഇത്ര സമസ്തയുടെ നേതാക്കളും ഉസ്താദുമാരും ഇയാളെ കളിയാക്കുക, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ പറയുന്നത്. ഇയാളുടെ പ്രവർത്തനം മുഖം കെട്ടി ഇയാൾ കിടക്കുമ്പോ ആരെങ്കിലും ഏതെങ്കിലും മനുഷ്യനായാലും ഇങ്ങനെ പെടാൻ ആരെങ്കിലും ആഗ്രഹിക്കും? ഇവർ പുതിയ സ്വയം രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്നിട്ട് പറയാണ്, നമ്മളും സമൂഹവും തമ്മിലുള്ള വ്യത്യാസം. കാന്തപുരം എന്ന് പറഞ്ഞാൽ ലോകത്ത് വിപ്ലവങ്ങൾ വിധിച്ച പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർൽ മാർക്സ് അവരുടെ ഭാഷ. അങ്ങനെ സ്വന്തം നേതാക്കളെ പേരിൽ ഇല്ലാത്ത കുറെ ആരോപണങ്ങളും വിപ്ലവങ്ങളും ഉണ്ടാക്കി എന്ന് പറയാൻ ആർക്കും കഴിയും. ഈ വിപ്ലവത്തിന്റെ കഥ എനിക്ക് നന്നായിട്ട് അറിയാം. മെഡിക്കൽ കോളേജിൽ പോയാൽ ഏത് രോഗി എന്നാലും പറയും കാന്തപുരത്തിന്റെ ആളുകൾ, കാന്തപുരം പറഞ്ഞയച്ചിട്ട് ഇവിടെ കുറെ ആളുകൾ വരും, അവരാണ് ഇവിടെ ഭയങ്കര സേവനം ചെയ്യുന്നത്. കുറെ മുത്താലികളാണ് സത്യ. മർക്കസിലെ ആർട്ടി കോളേജിൽ ഇരുന്ന് ഒരു പണിയില്ലാതെ വൈകുന്നേരം എങ്ങോട്ട് പോകാൻ കഴിയാതിരിക്കുമ്പോ ഈ കുട്ടികൾ കണ്ടെത്തുന്ന ഒരു പുതിയ വിദ്യ കുറച്ചു കൊല്ലായിട്ടില്ല. സക്കാഫിസ്ഥാൻ ചിലപ്പോൾ അറിയില്ല, അവരൊക്കെ പോകുന്നതിന് ശേഷം നേരെ മെഡിക്കൽ കോളേജിലേക്ക് ബസ് കയറും. എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറി എല്ലാ രോഗികളുടെ അടുത്തും പോകും. അപ്പൊ നല്ല യൂണിഫോം ഉഷാറാണല്ലോ.
ആ യൂണിഫോമിൽ ഇങ്ങനെ കയറും. ഈ യൂണിഫോം വലിയ കാര്യമുള്ള യൂണിഫോം നല്ലതാണ്, പക്ഷെ ആ യൂണിഫോം അവർ ധരിച്ചു കൊണ്ടുപോകുന്നത് എന്തായാലും പോലെ അണ്ണാച്ചിയുടെ പുതിയ പാന്റ് കുപ്പായിട്ടോ അത്ര തന്നെ കരുതാറുള്ളൂ. അതുകൊണ്ട് അവരെ നമ്മൾ വലിയ മഹാന്മാരുണ്ടാക്കില്ല. അപ്പൊ ഇവരിങ്ങനെ കയറി പോയിട്ട് രോഗികളോട് പറയും എന്താണ് സുഖാണോ, കുറച്ച് അതൊക്കെ നമുക്ക് ആർക്കും പറയാലോ. ഏത് രോഗിയോട് ഒരുപാട് സാധുക്കള് വിശ്വാസികൾ സംസ്ഥയുടെ SKSFന്റെ അല്ലാത്തവരൊക്കെ ആളുകൾ മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ രോഗികളെടുത്ത് പോകാറുണ്ട്. പക്ഷെ ഇവരിങ്ങനെ പ്രത്യേകം പോയിട്ട് രോഗികളോട് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പറയും വെറുതെ സമയം ഞാൻ പോവാണ് ഉസ്താദ്, നമുക്ക് സമയം തന്നു കുറച്ച് സമയം തന്നിട്ടുള്ളൂ, നിങ്ങളൊക്കെ കാണാൻ ഉസ്താദ് പറഞ്ഞാണ്. അപ്പോ ആളുകൾ ചോദിക്കും ഏത് ഉസ്താദ്? കാന്തപുര ഉസ്താദ്. സംഭവം അയാൾ ഇതറിയുന്നില്ല. ഇതിപ്പോ സംഘടനയുടെ പുതിയ ടെക്നിക്കാണ്. എന്തിന് ഇങ്ങനെ കളവ് പറഞ്ഞു? ഇങ്ങനെ കളവ് പറഞ്ഞ് ദീനുണ്ടാക്കണം. എന്തൊരവസ്ഥ! ഇങ്ങനെ ഓരോ പബ്ലിസിറ്റിക്ക് വേണ്ടി പുതിയ പുതിയ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. അതിനാണ് നേരത്തെ പറഞ്ഞത് ആ തന്ത്രങ്ങളും കൂടി കൂട്ടണം. നേരത്തെ പറഞ്ഞ ഹിക്മത്ത് അങ്ങനെ തന്നെയാണ്. SKSF ഇവിടെ നേരത്തെ വിശദീകരിച്ചതിന് ബാക്കിയാൻ പറഞ്ഞത് സമ്മേളന സദസ്സുകളിൽ പോയി പിരിവ് നടത്തിയിട്ട് മർക്കസിന്റെ സമ്മേളനത്തിലേക്ക് ചെലവാക്കുകയോ പ്രസ്ഥാനത്തിന്റെ ചെലവിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്നത് പോലെ ഒരു വലിയ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. SKSF രൂപീകരിച്ച സാമൂതിരി സ്കൂളിൽ വെച്ചാണ് അതിന്റെ കൺവെൻഷൻ നടന്നത്. ആ കൺവെൻഷനിൽ വെച്ച് 3 കൗണ്ടറുകളോളം കൈകാര്യം ചെയ്തത് മർക്കസിലെ കുട്ടികളായി. അവിടെ കയറി വരുന്നവരെ രജിസ്ട്രേഷൻ, എന്നിട്ട് ഇവര് പേരെഴുതാ, നോട്ട്ബുക്കിൽ പേരെഴുതാ, ഫുള്ള് രജിസ്ട്രേഷൻ. അന്ന് അവിടെ ഉണ്ട്. അത് മൊത്തം പേര് രജിസ്റ്റർ ചെയ്തിട്ട് SKSF ഉണ്ടാക്കുന്ന സമ്മേളനത്തിലെ ഫണ്ട് എടുത്തുകൊണ്ടുവന്ന് മർക്കസ് യത്തീംഖാനയിലെ കുട്ടികളെ ചോറ് തിന്നിച്ച പാരമ്പര്യമാണ് കാന്തപുരത്തിന്റേത്. അവിടുന്ന് തുടങ്ങിക്കൊണ്ട് ഇത് സത്യ നിഷേധിച്ചാൽ ആ സദസ്സിലിരുന്ന യൂസുഫ് സലീം എന്ന പേരുള്ള വ്യക്തിയുടെ അഡ്രസ് അടക്കം ഇവിടെ പറഞ്ഞ പോലത്തെ ഒരു അഡ്രസ് അല്ല, ഒരുപാട് അഡ്രസ്സുകൾ എടുത്തു പറയാൻ 26 കൊല്ലത്തെ നിങ്ങളുടെ ശേഷിപ്പുകളും കൊണ്ടുവന്നേ ഞാൻ പോകുന്നത്, തിരിശേഷിപ്പല്ല. അതുകൊണ്ട് ഞാൻ പോകുന്നത് നിഷേധിക്കാൻ വരും. പേരോട് ചിലപ്പോ പറയും ഇവൻ ആരാ അടുത്ത പേരോട് പ്രസംഗിച്ചു. പച്ചക്കള്ളം പറയാൻ മാത്രം തലേക്കെട്ടും വാലുള്ള തലേക്കെട്ടും കെട്ട് വെള്ളക്കെട്ടായിട്ട് നടക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. പാവം അയാളെ പറ്റി പറയും. അയാൾ പറഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന മൂപ്പർ എന്താ പറഞ്ഞെന്ന് ചിന്തിക്കാറില്ല. ആദ്യം പറയാം എന്റെ പേര് കേൾക്കുമ്പോൾ മൂപ്പർക്ക് പലതും പറയാൻ പറയും. ഇപ്പൊ ഒന്ന് നിർത്തുന്നു. ആദ്യം CD കച്ചവടക്കാരനാണ് പറയാം. അപ്പൊ ഞാൻ നന്നായിട്ട് ഞാനും മൂപ്പരും തമ്മിലുള്ള ഷെയർ പറഞ്ഞപ്പോ മൂപ്പരെ നിർത്തി. ഇപ്പൊ പുതിയ തുടങ്ങി. അതിനിതാ ഇവിടുന്ന് ഇപ്പൊ ഞാൻ തരും, അതോടെ തീരും. പേരോട് ഞാൻ പേരോട് എല്ലാ സ്ഥലത്തും വെല്ലുവിളിക്കാറുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും, ഏത് പ്രസംഗം നടത്തിയാലും, ഏത് സ്ഥലങ്ങളിൽ പോയാലും സുന്നത്ത് ജമാഅത്തിനെതിരെയോ സംഘടനക്കെതിരെയോ ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് മറുപടി പറയുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന പേരോട് മുതലപ്പുറത്ത് വെച്ചൊരു പ്രസംഗം നടത്തി എനിക്കെതിരെ ഞാൻ പേരോടിനെ അന്ന് SKSF അല്ലാതിരുന്നിട്ട് പോലും ഒരു CD-യിലൂടെ 3.5 മണിക്കൂർ പേരോടിനെ പൊളിച്ച് കൈ കൊടുത്തു. പേരോടിനോട് 4 ചോദ്യം ചോദിച്ചത് 4 എണ്ണത്തിന് ക്ലിപ്പിട്ട് മറുപടി പറഞ്ഞു കൊടുത്തു. പേരോടിനെ വെല്ലുവിളിച്ചു. പേരോടിനൊന്നുവരെ ഒരു അക്ഷരം കണ്ടിട്ടില്ല. അതാ പേരോട് മൂപ്പര് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അന്ന് ഞാൻ പേരോടിനോട് ആ CD-യാണ് മൂപ്പര പ്രശ്നം. ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 1000 പരിപാടികൾ നമ്മൾ ഒന്നിച്ച് നടത്തിയാലും മറുപടികൾ നടത്തിയാൽ 1001ാമത്തെ പരിപാടി ചാലഞ്ചാണ്, വെല്ലുവിളിയാണ്. അള്ളാഹു ഇവിടെ എനിക്ക് ആയുസ് ബാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയായിരിക്കും. കാരണം എന്താ, ഒരു പ്രശ്നമില്ല. കടയിൽ പോയി പേരോട് CD വാങ്ങുക, കൊണ്ടുവരാൻ പ്ലെയറിലാണ്, എന്നിട്ട് പറയാം അയാൾ പ്രസംഗിക്കുമ്പോൾ അവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ അത് ക്ലിപ്പായി. കാരണം അയാൾ എന്ത് പ്രസംഗിച്ചാലും ക്ലിപ്പായിരിക്കും. എന്നിട്ട് അയാളിപ്പോ ലാസ്റ്റ് ഇത്തരം ഈ നേരത്തെ പറഞ്ഞല്ലോ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, അവിടുന്ന് വരുന്നവരൊക്കെ കള്ളന്മാരും അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്തവരായിട്ട്. അതിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അതിനുള്ളിലുള്ള കള്ളന്മാരും ഞങ്ങളെ പറ്റി പറയാനുള്ളത് അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ല, അതിൽ വരുന്നവരൊക്കെ കള്ളന്മാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ വാദത്തിനൊന്നും സമ്മതിച്ചു കൊടുക്കാം. സഖാഫി വന്നു, മൂപ്പരുള്ള മഹലിലെ പറ്റി മൂപ്പര് കള്ളനാണ്. അതുപോലെ ഇസ്മായിൽ സഖാഫി വന്നു, മൂപ്പരും കള്ളനാണ്. ഹസൻ സഖാഫി വന്നു, അതും കള്ളനാണ്. അങ്ങനെ എല്ലാവരും കള്ളന്മാരാണ്. വന്നവരൊക്കെ കള്ളന്മാർ. അവസാനം ഞാനാ വന്നത്, ഞാൻ ലോകത്തെ ഏറ്റവും വലിയ കള്ളനാണ്. അങ്ങനെയാണ് ഇവരെ വാദം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിരുന്ന് മനസ്സിലാക്കാം, അതിൽ നിന്ന് പോരുന്നവരൊക്കെ കള്ളന്മാരാണ്, അതിലുള്ള ഫുള്ള് കള്ളന്മാരാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്.
അങ്ങനല്ലേ? ഞങ്ങളും അതന്നെയല്ലേ വിളിച്ചു പറയുന്നത്? ഞങ്ങളായിരുന്നാണ് വന്നത്. ഞങ്ങൾ വന്ന പ്രസ്ഥാനം വളരെ മോശമാണ്. അവിടെ കള്ളന്മാരും കൊള്ളക്കാരും കൊള്ളിവെപ്പുകാരും തോന്നിവാസികളും സമുദായത്തെ വിൽക്കുന്നവരുമാണ്. ആ പ്രസ്ഥാനം മുഴുവനെന്നാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ സമൂഹത്തോട് പറഞ്ഞു, മാപ്പ് മാപ്പ് മാപ്പ്. ഈ സമുദായത്തെ വഞ്ചിക്കാൻ ഗാന്ധിപുരത്തോടൊപ്പം നിൽക്കേണ്ടി വന്നത്, വിശ്വസിച്ച് നിൽക്കേണ്ടി വന്നത് തെറ്റായിപ്പോയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞങ്ങൾ വന്ന പ്രസ്ഥാനത്തിന്റെ കേടാണത്, ഞങ്ങളെ കുഴപ്പമില്ലട്ടോ എന്ന് നിങ്ങളോട് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോ അവരും പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഒന്നാണെങ്കിൽ പിന്നീട് വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ പിന്നെ ഉറപ്പായില്ലേ? ഇപ്പൊ അങ്ങനെ പറഞ്ഞത് എന്നോട് ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞു വരുന്നത് അതാണ്. എന്ത് പറഞ്ഞാലും ഈ ആരോപണം പേരോട് നേരെ പോകുമ്പോ പേരോട് ആദ്യം തന്നെ നമ്മളെ പിടിച്ചിട്ടാന്നുള്ള ഞാനൊരു CD കച്ചവടക്കാരനാണ്. ഞാൻ പറഞ്ഞ മോശമൊന്നും എനിക്ക് തോന്നുന്നില്ല. റിയൽ എസ്റ്റേറ്റ് കച്ചവടമുണ്ട്, അത് മൂപ്പര് നടത്തുകയാണ്. AP പേരോട് ഞാനും CD കച്ചവടം നടത്തണം. വേറെന്താ പ്രശ്നമുള്ളത്? മൂപ്പര് നടത്തുന്നു CD കച്ചവടം, ഞാനും നടത്തുന്നു CD കച്ചവടം. രണ്ടാളും വയലിന്റെ CD അല്ലെങ്കിൽ ഇസ്ലാമിക് CD തന്നെയാണ് ഞങ്ങൾ രണ്ടാളും ചെയ്തത്. സിനിമന്റെ ഞങ്ങൾ രണ്ടാളും വിട്ടിട്ടില്ല. മൂപ്പരുണ്ടോന്ന് ഞാൻ അറിയില്ല. ഞാൻ നല്ല പറയുന്നു മൂപ്പരെ ചെയ്തിട്ടില്ല. എനിക്ക് വിശ്വാസമില്ല. മൂപ്പരെ എങ്ങനെ വഴിമാറുമെന്ന് എനിക്കറിയില്ല. ഇനി അതും വേണ്ടി വന്നേക്കാം, രക്ഷയില്ല. പക്ഷെ പേരോടിന്റെ പ്രസംഗങ്ങളൊന്നും നോക്കൂ. പേരോടിന്റെ ഏതെങ്കിലും മറ്റൊരു പ്രസംഗത്തിൽ നിങ്ങൾ പോയാൽ അതിൽ പേരോട് എത്ര മിനിറ്റ് സംസാരിക്കും? മണിക്കൂറെങ്കിലും CD നെ പറ്റി. എന്റെ അവിടുത്തെ CD ഇവിടെ, ഇവിടുത്തെ CD അവിടെ, അവിടുത്തെ ഇവിടുത്തെയും CD ഇവിടെ. ഞാൻ ഒരു ദിവസം തിരിച്ചു പോയിട്ടുണ്ട്. ഈ ഓൺലൈനിലൂടെ പേരോടിന്റെ പ്രസംഗം ഇങ്ങനെ കേൾക്കുകയാണ്, AP വിഭാഗത്തിന്റെ ഓൺലൈനിലൂടെ. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കൗതുകത്തിന് ഞാൻ എല്ലാ സാധനവും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ എന്റെ ഈശാന്റെ ഒരു കംപ്ലൈന്റ് ആണ്. അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അവസാനമായത്. ഞങ്ങൾ അങ്ങനെ റെക്കോർഡ് ചെയ്തു. ഞങ്ങൾക്കൊരു മെഷീൻ വാങ്ങിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാൻ പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്യണം. ഞങ്ങൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരുന്നു. SKSF നേതാക്കളെയും മുജാഹിദുകളെയും സർവരെയും ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടുവന്നപ്പോ കൗതുകത്തിന് ഒരിക്കൽ തോന്നി AP റെക്കോർഡ് ചെയ്താലല്ല. പിന്നെ ഞങ്ങൾക്ക് തോന്നി AP റെക്കോർഡ് ചെയ്തപ്പോ കുറച്ചുകൂടി ഉഷാറുണ്ട്. എന്നാ പേരോട് ഇഷ്ടംപോലെ കിട്ടുമല്ലോ. പൊട്ടത്തരത്തിന്റെ കേന്ദ്രമല്ലേ മർക്കസ്, അതിന്റെ മർക്കസ് അത് പിന്നെ പൊന്മള്ളയാക്കി. അപ്പൊ അതിനേക്കാൾ രസമുള്ളതാണ് കിട്ടുന്നത്. പിന്നെ ഓരോരുത്തരും ഇത് അവസാനം ഞങ്ങൾക്ക് തോന്നി നൗഷാദ് റെക്കോർഡ് ചെയ്തല്ല, അപ്പോഴതിനേക്കാൾ എന്തായാലും രസമുള്ളതാണ്. അപ്പൊ ഈ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ പരിപാടി കേട്ടുകൊണ്ടിരുന്നപ്പോ പേരോട് ഒരു ദിവസം പ്രസംഗിക്കുകയാണ്. മൂപ്പര് CD കച്ചവടം ഞാൻ പറഞ്ഞില്ല. മൂപ്പര് സദസ്സിനോട് പറയാം, ഇതുപോലുള്ള ഒരു സദസ്സ് അതിനോട് പറയാണ്, ഇങ്ങനല്ല ദീനി മജ്ലിസിൽ ഇരിക്കേണ്ടത്, ഇൽമിന്റെ മജ്ലിസിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അതിനിടയിലൂടെ നടന്നു പോകാൻ ഒരു വഴി വേണം. പിന്നെ എല്ലാ കസേരയുടെ ബാക്കിലൂടെ സ്ഥലം വേണം. ഞാൻ കരുതി പഠിച്ചാണ് ഇത്രക്ക് ഇൽമിന്റെ മഹത്വം പറയുന്ന ഒരു വലിയ പണ്ഡിതനാണല്ലോ, മഹാനാണല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ മൂപ്പര് നിങ്ങളിങ്ങനെ നടക്കുമ്പോ ഇരിക്കുമ്പോ അതിനിടയിലൂടെ സംഘടനക്ക് വെള്ളം കൊണ്ടുതരാൻ സംഘാടകർക്ക് കഴിയണം. സംഘാടകരെ പണി അതന്നെ. ഇരിക്കുന്നവർക്കൊക്കെ വെള്ളം കൊണ്ടുതരാൻ നിങ്ങളെ മർക്കസിൽ 6-ാം തീയതി പരിപാടി ചെയ്ത് വെള്ളം വിതരണം പിന്നിലൂടെ സെന്ററിലൂടെ ഒക്കെ വന്നിട്ട് വെള്ളം വിതരണം ചെയ്യേണ്ടി വന്നാൽ അത് തരാൻ വേണ്ടിയാണ് പറയാൻ സദസ്സിനോട്. അപ്പൊ ആ സദസ്സിന് എല്ലാ സന്തോഷം തോന്നിയിട്ടില്ല. ചിലപ്പോൾ ആരെങ്കിലും വെള്ളം കൊണ്ട് വന്നാലോ ഒന്ന് കുടിക്കാലോ എന്ന് കരുതിയിട്ടുണ്ടാവും. സംഘാടകർക്ക് വിഷമമുണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടാമത് പറയാം, വല്ല ആളുകൾക്ക് നിങ്ങൾക്ക് CD കൊണ്ടുതരാനെന്തെങ്കിലോ. അപ്പൊ അതിനൊരു വഴി വേണ്ടേ? അപ്പൊ ഇതിനാണ് ആദ്യം പറഞ്ഞത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മൂപ്പര് CD-ന്റെ പ്രസംഗം. ഇന്ന് CD-കൾ ഇവിടെ കിട്ടും, ആ CD-കളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഒരു തെളിവ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഒരു തെളിവ് ഇവിടെ പറയുന്നുള്ളൂ. ഈ ഒരു തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെളിവ് കേട്ട് ഈ തെളിവ് ഞാൻ നിങ്ങളോട് പറയുന്നതോടെ ഇവിടെ പറയുന്നതോടെ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. നാളെ മറ്റൊരു സ്ഥലത്ത് ഞാൻ പ്രസംഗമുണ്ട്, അവിടെ ഞാൻ ഈ തെളിവ് പറയില്ല, വേറെ തെളിവാണ് പറയുക. അങ്ങനെ 360 ദിവസവും ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ 360 തെളിവുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് 360 പഠിക്കാലോ. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എല്ലാം കൂടിയ കേസറ്റുകൾ ഇവിടെയുണ്ട്, അത് നിങ്ങൾ വാങ്ങണം. ഇങ്ങനെ പ്രസംഗത്തില് ഇൽമു പറയുന്നത് പോലും മൂപ്പര് കുറക്കാൻ കാരണം ഇവിടെ CD-കളുകൊണ്ടാണ്. ഇങ്ങനെ CD കച്ചവടം നടത്തുന്ന ആളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് CD കച്ചവടം വല്ലാതെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയ പൈസ ഒന്നും നമ്മളെ സംഘാടകർക്കില്ല. അതുകൊണ്ട് ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ടാവും. അപ്പൊ CD കച്ചവടം തൽക്കാലം ഉണ്ടെങ്കിലും ഇവിടെ സംഘടനയുടെ CD കച്ചവടം ഏതെങ്കിലും കച്ചവടക്കാർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പരമാവധി ഈ സംരംഭത്തിന് വേണ്ടി സഹായിക്കുക. കാരണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ദീനിനെയും അപമാനിക്കാനും നശിപ്പിക്കാനും വേണ്ടി ഇറങ്ങിയ ഒരു സമൂഹത്തോടുള്ള പോരാട്ടം. ഇതുപോലെ പഴയ കാലത്ത് ദീന് നശിപ്പിക്കാൻ വന്ന ആളുകളിൽ നിന്ന് നാടിനെയും ദീനിനെയും സംരക്ഷിക്കാനാണ് നമ്മുടെ നാട്ടിലെ പള്ളി മദ്രസ
മദ്രസയൊക്കെ നമ്മുടെ പൂർവികരുണ്ടാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതിന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ പരമാവധി 100, 500, 1000 എത്ര പരമാവധി കൊടുക്കാൻ പറ്റുമോ വിഷമമില്ലാത്ത വിധത്തിൽ എല്ലാവരും സഹകരിക്കണം. സദസ്സിൽ നമ്മുടെ പ്രവർത്തകർ ബന്ധപ്പെടുന്നു. അങ്ങനെ പേരോട് സീഡിക്കാരനാക്കുന്ന മറ്റൊന്നോടൊപ്പം തന്നെ പേരോടിന്റെ ആരോപണം, അതുപോലെ ഈ സംഘടനക്കാരെ ആരോപണം എന്താണ്? നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ. എന്തിനാ ഇത് ആക്കിയതാണെന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇത് ആദ്യം ഇങ്ങനെ വന്നിട്ടുള്ള പ്രസംഗത്തിൽ ഇങ്ങനെ അടിച്ചാൽ, അതുകൊണ്ട് തന്നെ ആമുഖമായിട്ട് ഞാനിത് പറയുന്നത്. കുറെ സമയം ഒരു വ്യക്തി ഇങ്ങനെ ഹറാസ് ചെയ്തുകൊണ്ട് അയാൾക്കെതിരെ മോശമായ രൂപത്തിലൊക്കെ പ്രസംഗിച്ചാൽ പിന്നെ അയാൾ പറഞ്ഞത് കേൾക്കൂല എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്റെ മനുഷ്യന്മാരെ, ലോകത്ത് അങ്ങനെ ഒരാൾ പറയാൻ അറിഞ്ഞാൽ കാന്തപുരത്തെ പറ്റി പറയുന്നത്ര വേറെ ആരും പറയാൻ പറ്റും? അതിന്റെ സൂപ്പർ മാർക്കറ്റ് ആവില്ല അത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ SSF-കാരായ സുഹൃത്തുക്കളോട് ആമുഖമായി ചോദിക്കാൻ ഒരു ചോദ്യമുള്ളൂ. നിങ്ങൾ പല സ്ഥലത്തും നിങ്ങളുടെ നേതാക്കൾ പറയാറുണ്ട് ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ കള്ളന്മാരും കൊള്ളക്കാരും. ഓക്കെ, സമ്മതിച്ചു. എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങൾ ഈ പൊതുവേദിയിൽ കയറി പ്രസംഗിക്കാൻ, സമൂഹത്തോട് സംസാരിക്കാൻ യോഗ്യരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള അയോഗ്യതയായിട്ടാണോ നിങ്ങൾ പറയുന്നത്? SSF-ന്റെ നേതാക്കളോട്, SYS-കാരോട്, നിങ്ങളുടെ നേതൃത്വത്തോട്, കാന്തപുരം ഭാഗത്തോടുള്ള ചോദ്യമാണ്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ അയോഗ്യത തെളിയിക്കാനാണോ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ തുറന്നു പറഞ്ഞൊരു SSF-കാരൻ മുന്നിൽ വരും, ഞാൻ ഇന്ന് നിർത്തുന്നു. അതിനാണ് എന്ന് തെളിയിക്കാൻ തന്റേടുള്ള ഏതെങ്കിലും ഒരു SSF-കാരൻ ഇവിടെ വന്നാൽ ഞാൻ എല്ലാ സൗകര്യവും സംരക്ഷണം ഉറപ്പുവരുന്നു. അയാൾ SSF-കാരനാണ്, തുറന്നു പറയണം. അയാളെ സ്ഥാനം യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി ആയാലും മതി. അവര് പറഞ്ഞാൽ ഞാൻ ഇനി പണി ഗുണം സക്കാഫിമാരെ കൊണ്ടൊക്കെ ഞാൻ നിർത്തിത്തരാം. നിങ്ങൾക്ക് ആരോപണം ഏതൊക്കെ സക്കാഫിമാരാണ് എല്ലാവരും തന്റേടുള്ള SSF-കാരൻ. ഞങ്ങളെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ഞങ്ങൾ ഈ പൊതുരംഗത്ത് പ്രസംഗിക്കുന്നതും പ്രവർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് തെളിയിക്കാനാണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ വന്ന് തെളിയിക്കൊന്നും വേണ്ട, അതിനാണ് എന്ന് പറഞ്ഞാൽ മതി. ആരും പേടിക്കേണ്ട, മറുചോദ്യം ചോദിക്കൂല. നിങ്ങൾ SSF-കാരനാണോ, ഏത് യൂണിറ്റാണ്, ഏത് കമ്മിറ്റിന്റെ ആളാണെന്ന് ചോദിച്ചു, വേറെ ഒന്നും ചോദിക്കൂല. 2 മിനിറ്റ് നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കണം. ഞാൻ പ്രഖ്യാപിക്കുമല്ലോ പ്രവർത്തനം നിർത്തിയെന്നുള്ളത്. അതുവരെ നിങ്ങൾ നിൽക്കണം, അത്രമാത്രമേ ഉള്ളൂ. അതിന് തയ്യാറുള്ള SSF-കാരുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ അറിയിച്ചിട്ടുണ്ടല്ലോ, സംശയകാരണത്തിന് സമയമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതിന് മുമ്പ് ഈ സംശയം ഇവിടെ തീർക്കാനാണ്. അങ്ങനെ തന്റേടുള്ള SSF-കാരൻ കടന്നു വരാം, ഞാൻ വെല്ലുവിളിക്കുക. ഉണ്ടോ? ഉണ്ടെങ്കിൽ വരണം. ആരുണ്ടോ? നാളെ മുതൽ ഇത് കേൾക്കാൻ പറ്റാം. ഇത് ഓൺലൈനിൽ കൂടി ഉണ്ടല്ലോ. ആൺകുട്ടികളായ SSF-കാരുണ്ടെങ്കിൽ ഇനി നിങ്ങളെ കാന്തപുരത്ത് പോയിട്ട് ഞാൻ ഇത് പറഞ്ഞു. ഇനിയാണ് കാന്തപുരത്തായിരുന്നു എന്റെ പഴയകാല മഹാനേതാവിന്റെ വീട്ടിന്റെ തൊട്ടു ആ തൊട്ടടുത്ത് അവിടുന്ന് നന്നായി പറഞ്ഞു. എനിക്ക് പറയാനുള്ള മുഴുവനും എല്ലാ മതസീമകൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായി ഞാൻ പറഞ്ഞു. അല്ലാതെ നിങ്ങളുടെ വഹാബ് സഖാഫിന്റെ വഹാബി ഭാഷയിലല്ല, നല്ല മലയാള ഭാഷയിൽ കൃത്യമായി പറയാവുന്നത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട്. SSF-കാർക്ക് തന്റെ ഉണ്ടെങ്കിൽ വരാം. ഇനി നിങ്ങൾ വരുന്നില്ലെങ്കിൽ എന്ന് ഇനി ഞാൻ പറയും, നിങ്ങൾ കേൾക്കണം. ഇത് ഞങ്ങളുടെ അയോഗ്യതയായി നിങ്ങൾ പറയുന്നു എങ്കിൽ സങ്കല്പിച്ചു ഞാൻ നിർത്താം. പക്ഷെ ഞാൻ മാത്രമല്ല നിർത്തേണ്ടത്, ഞങ്ങൾ പറയുന്ന 4 ലക്ഷം ജനങ്ങളിൽ നിന്ന് 1000 രൂപ വീതം പിരിവ് നടത്തിയ കാന്തപുരവും നാളെ മുതൽ ഈ പ്രവർത്തനം നിർത്തണം. തന്റെ ഉണ്ടോ? സഖാഫി 400 രൂപ, ലേലമുള്ളിൽ ഏറ്റവും താഴെയുള്ള പൈസ 400, കഷ്ടകാലം. 500 രൂപ, 1000 രൂപ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ 10,000, 15,000 ആയി വരുന്നു, 20,000. അതിപ്പോ തുടങ്ങിയതാണ്. ആയിക്കോട്ടെ, നിങ്ങൾ 1 ലക്ഷം തന്നെ കൂട്ടിക്കോളൂ. എങ്ങനെ വന്നാലും ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ പൊതുരംഗത്തെ പ്രവർത്തനത്തിന്റെ കാരണം എനിക്കൊരു 10,000-77,000 രൂപ കടമുണ്ട്. ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് തന്നെ കേട്ട അത്ഭുതമല്ല, ഒരാൾക്ക് 77,000 കടമുള്ളൂ എന്ന് പറഞ്ഞാൽ. എനിക്ക് വന്ന എന്റെ പേഴ്സണൽ കട ഞാൻ പറയുന്നത് എന്റെ മക്കളെ കെട്ടിച്ചിട്ടല്ല, എന്റെ സംഘടനാപരമായ പ്രവർത്തനത്തിന്റെ കാരണം കൊണ്ട് മാത്രം വന്നതാണ്. തെളിയിക്കാൻ എനിക്ക് കഴിയും. ഇതൊരു വെല്ലുവിളിയായിട്ട് സ്റ്റേജ് എന്നാ പറയുന്നത്. എന്റെ ഭാര്യയോട് കുട്ടികളോട് വീട്ടിൽ ഇരുന്നിട്ടല്ല പറയുന്നത്, ഓൺലൈനിലൂടെ ലക്ഷക്കണക്കായ ആളുകളിലേക്ക് എത്താൻ പറ്റുന്ന വിധത്തിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടും മറ്റും ആളുകൾ കേൾക്കുന്നുണ്ട്. അവരെ വെല്ലുവിളിക്കുന്നത് ഞാൻ പ്രാസ്ഥാനികമായുള്ള പേരിലല്ലാതെ എന്ത് കള്ളത്തരം പറഞ്ഞിട്ട് വന്നാലും അത്രയുള്ളൂ.
അത് ഞാൻ ആർക്കും കൊടുക്കാതെ വന്നതൊന്നുമല്ല, കടമായി തുടരുന്നതാണ്. അത് കൊടുക്കും, വാങ്ങും, അതൊക്കെ ഉണ്ടാവും, അതെല്ലാവരും ഉണ്ടാവും. അത് ഏത് നാട്ടിലെ ഏത് മനുഷ്യനുണ്ടാവും അതൊക്കെ. എന്നിട്ട് ഇതെടുത്ത് പറഞ്ഞ് ഇത് പറയാൻ കാര്യമുണ്ടായി, ഇതൊന്നും പറയില്ല. എന്നിട്ട് വേറെ എന്തൊക്കെയോ പറയാം. ഇന്ന് നമ്മൾ കൊടുക്കാനുള്ള ലിസ്റ്റ് അങ്ങോട്ട് തരാം, അത് നിങ്ങൾ വായിക്കുക എല്ലാ സ്ഥലത്തും പോയിട്ട്. അതിനൊരു മാന്യത ഇല്ലാത്ത പല പച്ച പൊള്ളും പറഞ്ഞ് പച്ച തോന്നിവാസം പറയുന്നവരോടാണ് SSFകാരാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞത് വാദത്തിന് സമ്മതിച്ചു തന്നാൽ തന്നെ ഞങ്ങളുടെ വ്യക്തിബന്ധവും അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തെറ്റാണെന്ന് തെളിയിക്കാനാണ്, അയോഗ്യതയായിട്ടാണ് നിങ്ങൾ എണ്ണിയതെങ്കിൽ നിങ്ങൾ പറയുന്നത് ഒരിക്കലും ഞങ്ങൾ ഒരു കാശും കൊടുക്കാനില്ല, 5 പൈസ കൊടുക്കാനില്ല. പക്ഷേ വാദത്തിന് സമ്മതിച്ചുകൊണ്ട് പറയുന്നു അങ്ങനെ ഞങ്ങൾ നിർത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേതാക്കൾ ഈ സമൂഹത്തിന് കൊടുക്കാനുള്ള കണക്കൊന്നും ഞാൻ എണ്ണിത്തരാം. ഒരു 4 ലക്ഷം ജനങ്ങളിൽ നിന്ന് 1000 രൂപ വീതം വാങ്ങിയ കാന്തപുരം പൊതുസമൂഹത്തിൽ നിന്ന് പ്രവർത്തനം നാളെ മുതൽ നിർത്തിവെക്കാൻ തയ്യാറുണ്ടോ? കാന്തപുരത്തിന്റെ പുത്രൻ ഹക്കീം അസ്ഹരി സമൂഹത്തോട് വാങ്ങിയ പിരിവിന്റെ പണത്തിന്റെ ജനങ്ങളെ വഞ്ചിച്ചതിന്റെ കണക്ക് എണ്ണി പറയാൻ തുടങ്ങിയാൽ ആ എണ്ണൽ തീർക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് കഴിയൂല. ബഹുമാനപ്പെട്ട അതുകൊണ്ട് എന്റെ പ്രശ്നം കൂടുതൽ ആവശ്യമില്ലെന്നറിയാം, ഞാൻ വളരെ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അസംഖ്യം പറയും, കുറച്ച് പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നതാണ്. ഇനി അത്ഭുതമായി ഒന്നിനും പറ്റാത്തവരാണെന്നാണ് നിങ്ങളുടെ തുടർന്നുകൊണ്ട് ഞങ്ങളെ യോഗ്യതയായിട്ടാണ് നിങ്ങൾ പറയുന്നത്, ഞങ്ങൾക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങളുടെ നേതാവിന്റെ അതേ യോഗ്യത ഞങ്ങൾക്കുണ്ട്. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് അല്ലെങ്കിൽ പറയാം, നമ്മളെ കണ്ണൂർ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, എറണാകുളം ജില്ലയിലൊക്കെ നിങ്ങളെ ജില്ലാ പ്രസിഡന്റ് ഓരോ പ്രസിഡന്റും 1.5 കോടി 1.25 കോടി സംഘടനന്റെ പേര് പറഞ്ഞ് സംഘടനയ്ക്ക് വേണ്ടി വാങ്ങിയതല്ലെന്നും വേറെ എന്തൊക്കെയോ ഇടപാടുകളാണെന്നും പറഞ്ഞ കണക്കുകൾ ഞാൻ എടുത്തിട്ട് അതുപോലെ ഒരുപാട് പ്രവർത്തകരെ വഞ്ചിച്ചു. ഈ സംഘടനാ ബന്ധമുള്ള ആളുകളുടെ ഭർത്താക്കന്മാര് ഗൾഫിലുള്ളവരായ ഭാര്യമാരോട് പോലും ഈ സംഘടനയുടെ പേര് പറഞ്ഞ് 5 ലക്ഷവും 8 ലക്ഷവും വാങ്ങിയിട്ട് അവസാനം ത്വലാഖിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ജില്ലാ പ്രസിഡന്റ് അങ്ങനെ വാങ്ങിയതിന്റെ പേരിൽ ത്വലാഖിലെത്താൻ പോയപ്പോ കാന്തപുരത്തിന് ബന്ധമുള്ള ഒരു പണക്കാരനിടപെട്ട് ഒതുക്കിയതിന്റെ കഥയല്ല, യഥാർത്ഥ തെളിവുകളോട് എന്നിട്ട് നിങ്ങള് അതുകൊണ്ടാ പറഞ്ഞത് അനങ്ങാതിരുന്ന ഉള്ളതിനെ കൂടി സമാധാനം. ഞങ്ങളിപ്പോ പറയുന്ന കുറച്ച് ആരോപണങ്ങളുണ്ടല്ലോ, അത് കേട്ടിട്ടിരിക്കും. അല്ല, ആവശ്യമില്ലാത്തതിന് പിന്നാലെ പോകാനാണ് പദ്ധതിയെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ തുറന്നു പറയാൻ പറ്റുന്ന വിധത്തിൽ ശൂന്യമായ ആ ഒരു നിങ്ങൾ പറയുന്ന മുഴുവൻ പച്ചക്കള്ളാണ് സംഭവിച്ചുകൊണ്ട് ഞങ്ങളെ ശൂന്യമായ ബജറ്റാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പറ്റുക. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഓരോ ഞാൻ പേരോട് സംശയമുണ്ടാവും, ധാരണ ഉണ്ടാവും പലർക്കും. പേരോട് കണക്ക് മൊത്തം എഴുതുന്നവൻ എന്റെ കയ്യിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പോകുന്നത് കണക്കുമായിട്ട് ശേഷിപ്പുമായിട്ട് പോകുന്നതാന്ന് പറഞ്ഞതുകൊണ്ടാണ്. പേരോടിനെ വിളിച്ചിരിക്കട്ടെ, കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഷെയർ ബിസിനസ് നടത്തിയ പേരോടിന്റെ മകന്റെ കഥ പറയാൻ. പേരോടിനെന്താ ഇപ്പോ നാവ് പേരോടിന്റെ മകൻ ജനങ്ങൾക്ക് ഷെയർ സ്വീകരിക്കാൻ തീരുമാനിച്ച സമയത്ത് പേരോട് എന്താ ചെയ്തത്? പേരോട് പണിയെടുത്തിട്ടുണ്ട്, അത് സത്യമാണ്. പേരോട് സിറാജിലൊരു പരസ്യം കൊടുത്തു, എന്റെ കുടുംബമോ മറ്റാരെങ്കിലും ഷെയർ വിറ്റിരുന്നെങ്കിൽ അതിൽ എനിക്കൊരു എന്നാ പിന്നെ ആ മോന്റെ കല്യാണത്തിന് നിക്കാഹ് ചെയ്ത് കൊടുക്കാതിരിക്കുന്ന ഇയാൾ മാത്രമല്ല ബന്ധം ഉണ്ടാക്കി കൊടുത്തു. അവന് പിന്നീട് കോഴിക്കോട് ബേക്കറി ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല കോഴിക്കോടുള്ള സർവ്വ തിയേറ്ററിലും ഐസ്ക്രീം കൊണ്ട് വിതരണം ചെയ്ത് വണ്ടിയായി പോയി വിതരണം ചെയ്ത് പേരോടിന്റെ പുത്രനായിരുന്നു. നിഷേധിക്കാൻ പറ്റുമോ? വണ്ടിയായിട്ട് ഇങ്ങനെ പോരുന്നതിന് മുമ്പ് അവസാനം ചെയ്ത പണിയാണ്. എന്തേ? കോഴിക്കോട് സിനിമാ തിയേറ്ററുകൾക്കുള്ളിൽ പോയി ചിലപ്പോ പേരോട് കച്ചവടമല്ലേ, പേരോടിന്റെ മോൻ ഇവിടെ കച്ചവടം ചെയ്യാൻ പോകുമ്പോ അത് കച്ചവടമാവുള്ളൂ അല്ലേ? ഇതൊന്നും പറയാൻ വെച്ചതല്ല. പക്ഷെ ഇപ്പോ ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ ഞങ്ങളുടെ പേരിൽ ഇല്ലാത്ത കളവുകൾ പറയാൻ തുടങ്ങിയപ്പോ വീഡിയോ മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഡിയോ ഉള്ളതിന് വേറെ പറയാനുണ്ടാവും, മറ്റു രേഖകളുള്ളതും സാക്ഷിയുള്ളത് വേറെ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞത്, ഞാൻ 26 കൊല്ലം നിന്നതിന്റെ ഒരു എപ്പിസോഡ് പോലും ഞാൻ തുറന്നിട്ടില്ല. തുറക്കാൻ ശ്രമിച്ചാൽ കുറെ സമയം ഉണ്ടാവും, കുറെ പറയേണ്ടതുണ്ടാവും, മോഹാലസ്യങ്ങളുണ്ടാവും. അവസാനം ബോധം കെട്ട് വീണ് മരണപ്പെട്ട് SKSF കൊന്നാന്ന് പറയേണ്ടി വരും. ആ ഒരു സാഹചര്യം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് കൂടുതൽ എത്തിക്കാത്തത്.
ജീവിതത്തിലേക്ക് സമുദായത്തെ മുഴുവനും സമുദായ പണ്ഡിതന്മാരെയും പ്രസ്ഥാന നേതാക്കളെയും സയ്യിദുമാരെയും തള്ളിപ്പറഞ്ഞ ആളുകൾ ഇപ്പൊ അവർ നല്ല ആളായി വരികയാണ്. അവരുടെ കുടുംബത്തിന്റെയും അവരുടെ പ്രവർത്തനത്തിന്റെയും വേണ്ടായികൾ ഓരോന്നും എണ്ണാൻ തുടങ്ങിയ അവസാനം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് നല്ലത്. ഇപ്പൊ പേരോട് പറയുന്നത് ഞാൻ സെൻസിങ് നിർത്തിയല്ലോ. അപ്പൊ ഇവരൊക്കെ ഈ വൃത്തികേട് വിളിച്ചു പറയാനുള്ള വഴിയാണ്. ഇനി പുതിയ പേര് തുടങ്ങണം. ഇനി ആ പേരിൽ തുടങ്ങാൻ തന്നെ തുടങ്ങി. ഞാൻ കാണിച്ചല്ലോ 7 കൊല്ലാണ് ജയിലിൽ കഴിക്കാൻ പറ്റും. അതിന്റെ വകുപ്പ് എന്താ തുടങ്ങി. സെൻസിങ്ങിന്റെ പേര് ഒറിജിനൽ സെൻസിങ് തുടങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ തുടങ്ങി. അപ്പൊ ഇപ്പൊ എന്താ പേരോട് നല്ല ആളാവും. പേരോട് പറയാണ് തങ്ങളുടെ തല മുറിച്ചു മാറ്റി മോശമായി കൊടുക്കുന്ന സമയത്ത് പേരോട് എന്നെ വിളിച്ചു പറഞ്ഞത് ചെയ്യേണ്ട മോനെ എന്ന് പറഞ്ഞപ്പോ ഞാനത് അംഗീകരിച്ചില്ല, എന്നിട്ട് ഞാൻ അടിച്ചു വിട്ടതാണെന്നാണ് പേരോട് തട്ടിവിടുന്നത്. പച്ച കള്ളം മാത്രം പറയാൻ ജനിച്ച മനുഷ്യനാണ്. ഞാൻ പറഞ്ഞല്ലോ അയാൾ പറഞ്ഞതിന് ശേഷം ചെയ്തിരിക്കുക. എന്നാലേ ഞാൻ 3.5 കൊല്ലം ഗൾഫിലുണ്ട് സെൻസിങ്ങിനൊക്കെ പോയിട്ട്. അങ്ങനെ പോയിട്ട് ഒരു 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ആ സാധനം ഇറങ്ങിയത്. എന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയിൽ ഈ സെൻസിങ് ഇറങ്ങി എന്ന് പറയുന്ന കാലത്ത് ഞാൻ ഗൾഫിലുള്ളതിന്റെ രേഖ ഞാൻ പേരോട് പറയാണ്. എന്നെ വിളിച്ചിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ഗൾഫിലുള്ളത്. പച്ച കള്ളം പറയുന്ന പേരോട് കാന്തപുരം മാത്രമാണ് അല്ലാതെ പറയാതെ. ഇയാൾ കുറച്ചേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇയാളും തുടങ്ങിയിട്ടുണ്ട്. തെളിവുകളില്ലാതിരിക്കുമ്പോ ലക്ഷ്യങ്ങളില്ലാതിരിക്കുമ്പോ കളവ് പറയാതെ രക്ഷയില്ലല്ലോ. SSF-കാരോട് ചോദിക്കുകയാണ്. ഇവിടെ SSF-കാരനുണ്ടെങ്കിൽ അരീക്കോട് ഭാഗത്ത് പേരോട് പ്രസംഗിച്ചിട്ടുണ്ട്, മലപ്പുറത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പേരോട് ഈ വിഷയത്തിൽ എന്റെ മുന്നിലൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. ഇനി അയാൾക്ക് തിരക്കാന്നല്ലേ പറയാം. അയാൾക്ക് എന്ത് തിരക്കാണ്? അയാൾക്ക് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. വൈകുന്നേരം പ്രസംഗിക്കാൻ പോകേണ്ട തിരക്കുള്ളൂ. അതിപ്പോ ഒരുപാട് ആളുകളാണ് തിരക്കുള്ള കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന കുട്ടികൾക്ക് പോലും പിന്നെ അയാളെ മാത്രം തിരക്കാക്കാൻ. അപ്പൊ പേരോട് ഈ പറഞ്ഞ കളവാണെന്ന് പറഞ്ഞ സമൂഹത്തിൽ ഞാൻ തെളിയിച്ചു തരും. ഞാൻ ഗൾഫിലുള്ള കാലത്ത് ആ സമയത്ത് ഇറങ്ങിയ സെൻസിങ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സെൻസിങ് ചെയ്ത സെൻസിങ്ങിന്റെ മുൻകാല എഡിറ്റർമാരിൽ ആരോ ചെയ്ത എല്ലാ തിന്മകളെയും സ്വയം ആ ഒരു പത്രത്തിന്റെ പേര് പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് ഈ സമുദായത്തിന് സയ്യിദുമാർക്ക് ആ വലിയ പരമ്പരാഗതമായി സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരള മുസ്ലിങ്ങളുടെ ആത്മീയതാരയുടെ കേരളത്തിലെ അവസാന വാക്കായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കും ഇന്നുള്ള മാപ്പിനോട് പറയാണ്, ആ കുടുംബത്തോട് ഇനി പാണക്കാട്ടെ തങ്ങന്മാർക്ക് അതിന്റെ പേരിൽ എന്നോട് ഒരു വിരോധമില്ല. നിങ്ങളെന്താ സത്യാവസ്ഥ ഞാൻ പറഞ്ഞു ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഹൈദങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടല്ലേ പേരോട് വാക്കുകൾ കേട്ട് പോരാ. പേരോട് ഇരിക്കുന്നതോ പേരോട് അക്രമൻ സഖാഫി പ്രസിഡന്റ് ആവുന്നതിന്റെ സെക്രട്ടറി ആവുന്നതിന്റെ സ്റ്റേറ്റ് ുന്നതിന് മുമ്പാണ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ SSF-ന്റെ പ്രസിഡന്റായിട്ട് നിങ്ങളെ കസേരയിൽ ഇരുന്നത്. എന്താ ഹൈദർ അലി സംഘടനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ഇംഗ്ലീഷ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ കാന്തപുരം പിളർത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് എത്രയോ കൊല്ലം മുമ്പ് SSF-ന്റെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഇവർ കച്ചവടക്കാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിന് സാക്ഷി ഹസൻ സഖാഫിയാണ്. നൗഷാദ് ഹസൻ സാക്ഷിയായിരുന്നു. അതുപോലെ വേറെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ ഈ സമുദായം വിശ്വസിക്കുന്നതാണ് നിങ്ങൾ കരുതുന്നത്. ഇപ്പൊ അവർ പറയുന്നത് എന്താ? ഞങ്ങള് മുസ്ലിം ലീഗിന്റെ ആളുകളാണ്, സമസ്തയുടെ ആളുകൾ മുസ്ലിം ലീഗിനെതിരാണ്, മുസ്ലിം ലീഗും സമസ്തയും രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ പലതും പറയുന്ന ആളുകളാണ്. എന്നാലേ പഴയ കാലത്ത് നമ്മളെ സിറാജാണിത്. ഞാൻ ഉറച്ചു പറയുന്ന ഈ സ്റ്റേജിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കൂടെ കൂടിയതിന്റെ പേരിൽ ഞാൻ ആദ്യം SSLC പ്രായം കഴിഞ്ഞു ഉടനെ തന്നെ MSF-ന്റെ മണ്ഡലം കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. മണ്ഡലം കമ്മിറ്റിയിൽ ഒരു പ്രവർത്തകനായിരുന്നു. പക്ഷേ നേരെ മർക്കസിലേക്ക് വന്നു. മർക്കസിന്റെ ആർട്സ് കോളേജിൽ പഠനം തുടങ്ങിയപ്പോ കാന്തപുരത്തിന്റെ മഹദ് ഫദലുകൊണ്ട് ആ ബന്ധം അവിടെ മുസ്ലിം ലീഗായിട്ടുള്ള ബന്ധം വിദ്യാഭ്യാസ രംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ
കാന്തപുരത്തിന്റെ സംഘടന ഇല്ലാതാക്കിയത് തന്നെയാണ്. അതിന് ഈ നേതാക്കൾ തന്നെയാണ് കാരണം, മറ്റാരുമല്ല. ആ പ്രസ്ഥാനവും ആ സ്ഥാപനവും തന്നെയാണ് കാരണം. പക്ഷേ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദുമാരുടെ കൂടെ പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ തങ്ങളുടെ കൈപിടിച്ച നിമിഷം, ഹൈദരലി ശിഹാബ് തങ്ങളുടെ കൈപിടിച്ച നിമിഷം മുതൽ ഞാനൊരു ഉറച്ച മുസ്ലിം ലീഗുകാരനാണ്. അതെനിക്ക് ഈ മത സ്റ്റേജിൽ നിന്ന് പറയുന്നത് എനിക്ക് ഭയമില്ല. എന്റെ രാഷ്ട്രീയം എനിക്ക് തുറന്നു പറയാം. ഞാൻ എന്റെ നാട്ടിൽ പോയി. 2-ാം ദിവസം എന്റെ നാട്ടിൽ തന്നെ എനിക്ക് സ്വീകരണം ഉണ്ടായത്. 2-ാമത്തെ ദിവസം 2-ാം തീയതി എന്റെ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയും ജനങ്ങളും എസ്കേസും സ്വീകരണം തന്നപ്പോ എന്റെ നാട്ടുകാരോട് ഞാൻ പറഞ്ഞു, പണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ അതിൽ പോണ്ട, അത് പിഴച്ച പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോ എന്റെ ഉസ്താദുമാർ ഇവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്റെ ഉസ്താദുമാരെ തന്നെ കാണിച്ചു കൊടുത്ത് എന്റെ മഹല്ലിലെ കാരണവന്മാരെ, എന്റെ കുടുംബത്തിലെ കാരണവന്മാരെ, എന്റെ നാട്ടുകാരണവന്മാരെ, നാട്ടിലെ എന്റെ സംഗീത സുഹൃത്തുക്കളെ, മുതിർന്നവരെ കാണിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇന്നാണ് എനിക്ക് മനസ്സിലായത് അത് തെറ്റായി പോയി. നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. ഞാൻ പറയാണ്, അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ നാട്ടിൽ നിന്നടക്കം ഞാൻ ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങൾക്കുമൊപ്പം തങ്ങൾ പറയുന്ന സ്ഥലത്ത് നിൽക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ റെഡിയാണ്. എനിക്കതിൽ സന്തോഷമുള്ളൂ. അതിൽ ഞാൻ അഭിമാനങ്ങളുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ വിദൂരതയിൽ നിന്ന് ഹൈദരലി ശിഹാബ് തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും നോക്കുമ്പോ അവർ നമുക്ക് മാതൃകയല്ലെന്ന് പറഞ്ഞു തന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കാന്തപുരത്തോട് പറയട്ടെ, ശിഹാബ് തങ്ങൾ വഫാത്തായപ്പോ ഇപ്പം നിങ്ങൾക്ക് മഹാനായിരിക്കുമല്ലേ? ഒരു കാലഘട്ടത്തിൽ ശിഹാബ് തങ്ങൾക്കെതിരെ നിങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾക്ക് അവരൊക്കെ വലുതാണ്. ആ വഴിയിൽ ഒരു കാന്തപുരത്തിനും ഇടങ്കോലിടാൻ റബ്ബ് അവസരം കൊടുക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സെയ്ദുമാരെക്കാൾ വലുതല്ല കാന്തപുരം. എനിക്ക് കാന്തപുരം ഒന്നിനേക്കാളും വലുതല്ല, സെയ്ദുമാരെക്കാൾ മാത്രമല്ല. എനിക്ക് വേദനയുണ്ട്. ചില കാന്തപുരത്ത് പോയി പറഞ്ഞപ്പോ കാന്തപുരത്തുകാർക്ക് വല്ലാതെ പ്രശ്നം. അവർ പറയാണ് ഞങ്ങളുടെ നാട്ടിനെ വല്ലാതെ പറയാതെ അയാളെ പേര് ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിലല്ലേ മറ്റു പലരും ഉണ്ടായത്, നിങ്ങളതുകൊണ്ട് വിഷമിക്കാം. കാരണം അങ്ങനെ പറയാൻ എനിക്ക് വേദന ചിലപ്പോൾ പറയാൻ തോന്നില്ല. ഞങ്ങളത് പറയും. എനിക്കും ഹസൻ സക്കാഫിനും അതുപോലെയുള്ള സക്കാഫിമാർക്കൊന്നും അതുപോലെയുള്ള ആളുകൾക്കൊന്നും ഞങ്ങൾക്ക് വേദന ഉണ്ടാവും. കാരണം ഞങ്ങൾ ഉപയോഗിച്ചല്ലേ നിങ്ങൾ കച്ചവടം നടത്തിയത്. ഞങ്ങൾ ഓരോരുത്തരും തൊപ്പിയാണ്. ഞാൻ തന്നെ മർക്കസ് പഠിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഏതെങ്കിലും പബ്ലിക് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഞാൻ വല്ല മാറിയിരിക്കും. കാരണം എന്താ, മൂപ്പര് ഗൾഫ് കൊണ്ടുപോയ എത്രയിലായിരിക്കും ചിലപ്പം. എന്റെ വാപ്പം വെച്ചിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. അപ്പൊ പണ്ട് ഞാൻ പറയാറുണ്ട് നമ്മളെ സുഹൃത്തുക്കളോട്, തൊപ്പി എന്ന് പറഞ്ഞ മർക്കസിലെ റേഷൻ കാർഡാണ്. മർക്കസിലെ തൊപ്പി റേഷൻ കാർഡാണ്. അത്രയും വിലയുള്ളതാണ്. ആധാർ കാർഡ് പോലെയൊക്കെ മർക്കസിലെത്തിയ ഒരു തൊപ്പി ഉണ്ടായാൽ മതി. ഈ തൊപ്പിയാണ് കാന്തപുരം കണക്കെടുക്കാൻ ഉപയോഗിക്കുക. അള്ളാഹ് കാക്കട്ടെ അവിടെയുള്ള പാവങ്ങളെ. വല്ലാത്തൊരവസ്ഥ. ഈ സക്കാഫിമാരും ഈ പണ്ഡിതന്മാരും കടന്നു വന്ന് സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കുന്നത് കാണുമ്പോ കാന്തപുരത്തിന് ഉറക്കുണ്ടാവില്ല. കാരണം നമ്മൾ കണ്ടില്ലേ, വലിയ സമ്മേളനം നടന്നു, സക്കാഫി സമ്മേളനം. ആ സമ്മേളനം ഒരു അത്ഭുതമായി കേട്ടപ്പോ എല്ലാ സമ്മേളനത്തിനും ബാക്കിലൊന്ന് മറുപടി പറഞ്ഞ പേരോട് നാവനങ്ങില്ല. കാരണം എന്താ, പേരോട് വന്ന് പറയാറുണ്ട് വേസ്റ്റാണ്. അപ്പൊ അവിടുന്ന് സക്കാഫി ചോദിച്ചു, നിങ്ങൾ പേടാണെന്നാ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ 1ാം റാങ്ക് കിട്ടിയ ആളാണ്. അപ്പൊ ഈ പേടിൽ 1ാം റാങ്ക് കൊടുക്കുന്ന സ്ഥാപനമാണോ?
എനിക്ക് ചോദിച്ചിട്ടുണ്ടാകും. അപ്പൊ പിന്നെ ലാസ്റ്റ് ഉണ്ടായിരുന്ന എല്ലാം സഖാഫി സാദി ആശ്ചര്യമാരൊക്കെ ഒന്നിലും പെടാത്ത പണ്ഡിതന്മാരെ ഉൾപ്പെടെയല്ലാത്ത ഒരാൾ ഞാനാണ്. ഞാൻ പിന്നെ അവരെ സംഘാടകരനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സഖാഫി അല്ലെങ്കിലും റോഡിന്റെ ഇപ്പുറത്തായിരുന്നു, ഞാൻ സഖാഫ് ഫ്രീ ആണ്, ഞാൻ സഖാഫ് ഫ്രീ ആണ്. ഇനി അല്ലാന്ന് അവർ പറയട്ടെ, ഞാൻ സഖാഫിയാണെന്ന് വേണം തെളിയിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് സ്ഥാനത്ത് എങ്ങനെ കിട്ടൂലേ? 48 ദിവസം എനിക്കും കാന്തപുരം ക്ലാസ് എടുത്ത് വന്നിട്ടുണ്ട്, ഒരു കൊല്ലം ഒക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ ശേഷി പോയിട്ടാ പോകുന്നത്. അപ്പൊ ആ സമ്മേളനം വലിയ വിജയമായി, ചരിത്ര സംഭവമായി. അതിന്റെ ആൽബം ഇൻഷാല്ലാഹ് ഇവിടെ വിതരണത്തിനുണ്ട്. സഖാഫിമാരുടെ സംഗമത്തിന്റെ ആൽബം കൂടെ കിട്ടും. അത് നിർബന്ധമായി വാങ്ങണമെന്ന് മാത്രമല്ല, ആ ഫോട്ടോ മുഴുവൻ ഓരോ SSFകാർക്കും കൊണ്ടുപോയി കാണിച്ചു. ചോദിക്കുന്നു, ഇതൊക്കെ ജീവനുള്ള മനുഷ്യന്മാരാണ്, ഇതുവരെ എല്ലാവരും വെച്ചിട്ടില്ല. ഇതൊക്കെ ജീവനുള്ള മനുഷ്യന്മാരാണ്. ഇവർ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കണം, ഇവർ പറയുന്നത്. പിന്നെ മുസ്ലിം ലീഗിനെയും സമസ്തനെയും തെറ്റിക്കാൻ വേണ്ടി ശ്രമം നടത്താറുണ്ട്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാന നേതാവായ അഖിലേന്ത്യാ നേതാവ് തന്നെ അഹമ്മദ് സാഹിബ് ശരിക്ക് പറഞ്ഞതായിട്ട്. അപ്പൊ പിന്നെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം തെറ്റിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുള്ള പണി നടക്കില്ല. ആൽബം എല്ലാവരും വാങ്ങണം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലീഗിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ അതാണ് പുതിയ പരിപാടിയാണ്. ലീഗിന്റെ പ്രവർത്തകരോട് പറയാ, സമുദായത്തിന് വേണ്ടിയാണ്, സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ലീഗിനെ സഹായിക്കും. ഭയങ്കര സഹായം. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ ഇവരുടെ സഹായം. അഥവാ എന്നെ പോലുള്ള പഴയ അവരെ ആളുകൾ, എന്നെ പോലുള്ള കുറച്ച് ആളുകളെ രാഷ്ട്രീയം ഇല്ലാതെന്നിട്ടുള്ളൂ. ഞാൻ രാഷ്ട്രീയത്തെ പ്രവർത്തിക്കാത്ത ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ബന്ധം അവിടുന്ന് നിർത്തിയതിനു ശേഷം ഒന്നിലും പ്രവർത്തിച്ചിട്ടില്ല. പിന്നീട് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ നിലയിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളോട് ബന്ധമുണ്ടാവും. നിങ്ങളുടെ നാട്ടിലും പരിസരത്തൊക്കെ ഞാനിവിടെ കാവനൂർ വന്നപ്പോ എനിക്ക് നന്നായി, ഇവിടെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാവനൂർ എനിക്ക് നന്നായിട്ട് അറിയാം. കാവനൂർക്കാരോട് ചോദിച്ചാൽ അതേ ചോദിച്ചിരിക്കാം. കാവനൂരിലെ APക്കാരെ കൂട്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് പോയാൽ അതിൽ എത്ര എണ്ണത്തിന്റെ വോട്ട് നമുക്ക്? മുസ്ലിം ലീഗിനാണല്ലോ പറ്റുന്നത്. ഇവരതാണല്ലോ ശ്രമിക്കുന്നത്. എത്ര എണ്ണത്തിന്റെ വോട്ട് കിട്ടും? ഇനി കാന്തപുരം പറഞ്ഞാൽ പോലും വോട്ട് ചെയ്യാത്ത കമ്പനിയാണത്. കാന്തപുരം ഒരുപക്ഷെ പറയാൻ സാധ്യതയുണ്ട്, കാരണം മൂപ്പര് അങ്ങനെയൊക്കെ പറയും. എന്നെ പ്രവർത്തിപ്പിച്ചിട്ടില്ലേ? ലീഗിനെതിരെ എന്നെ കൊണ്ട് മുഖപത്രം ഇറക്കിച്ച് രണ്ടത്താണിയെ മത്സരിപ്പിച്ച സമയത്ത് രണ്ടത്താണി നമ്മളെ സ്ഥാനാർത്ഥിയെന്ന് രഹസ്യമായി പറഞ്ഞ് എല്ലാ പിന്തുണയും തന്നെ മുഖപത്രം എന്ന പത്രം അടുപ്പിച്ച്, നിങ്ങളൊക്കെ കേട്ടാണല്ലോ മുഖപത്രം 80,000 വോട്ടിന് ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അത് പറഞ്ഞാൽ മുരീദ് എന്നല്ലേ നമ്മൾ അടിച്ചു. നമ്മളായിരുന്നു മൂപ്പര് വലിയ ആളല്ലേ. 80,000 മൂപ്പര് പറഞ്ഞ പിന്നെ അന്ന് എനിക്ക് മനസ്സിലായി ഉസ്താദ് പറയുന്നതിന്റെ നേരെ എതിരെഴുതണം. അന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എഴുതി. ആ പത്രം മുഖപത്രം കോപ്പി നിങ്ങളെ കയ്യിലുണ്ടാവും. ഇപ്പൊ ഈ അടുത്തൊരു ദിവസം നാസർ ഫൈസി കൂടെ എന്നോട് വിളിച്ചു ചോദിച്ചു, ആരാ മുഹമ്മദ് KP? ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്. എന്തേ? അല്ല, എന്റെ പഴയ മുഖപത്രം എടുത്തിങ്ങനെ ആ നമ്പറൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കി ഫയൽ കണ്ടതാണ്. അന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ആ പണി ഞങ്ങൾ 3 എഡിറ്റർമാർ കൂടിയിട്ടാണ് ചെയ്തത്. 3 പത്രങ്ങൾ എഡിറ്റർമാർ, മുഖാമുഖ പത്രത്തിന്റെയും സെൽസിങ്ങുമായി ബന്ധപ്പെട്ട ആളെന്നുള്ളതിൽ ഞാനും, സിറാജിന്റെ എഡിറ്ററായ OM തരുവണിയും, റിസാലിയുടെ എഡിറ്റർ. ആ എഡിറ്ററുടെ പേര് ഇപ്പൊ പറയുന്നില്ല. അയാൾക്ക് ആവേശം വന്നാൽ ഞാൻ പറഞ്ഞു, അയാളിപ്പോ എനിക്ക് ഇതൊന്നും പറയുന്നില്ല. അയാൾ അവിടെ ഈ 3 ആള് കൂടിയിട്ടാണ് ആ പത്രം ഇറക്കിയത്. ഞങ്ങൾ അതിന് പ്രേരിപ്പിച്ചത് സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന എന്റെ പഴയകാല ഉസ്താദ് നേതാവ്. ആ വ്യക്തി പ്രേരിപ്പിച്ചിട്ട് അടിച്ചത്. ഇനിയിപ്പോ പറയുന്നു ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിയുന്ന രഹസ്യങ്ങൾ അന്നേരം ഞാൻ പുറത്തു കൊണ്ടുവരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വല്ലാതൊന്നും വിഷമില്ലാത്തൊന്നും ഞാൻ പറഞ്ഞുതരാം. 5 ദിവസം ആ പത്രം അടിച്ചത് സിറാജ് ദിനപത്രത്തിൽ. നിഷേധിക്കുമായിരിക്കും, സാധ്യത ഉണ്ട്. എന്നാൽ അതിന് ബില്ല് അങ്ങോട്ട് അതിന് കാന്തപുരം കരീം കക്കാടിനെ വിളിച്ചറിയിച്ചിട്ട് കരീം കക്കാട് സമ്മതം തന്നിട്ടാണ് ആ പത്രം അടിച്ചത്. അല്ലാതെ അങ്ങനെ ഒരു പത്രം അടിക്കൂല സിറാജിൽ നിന്ന്. ഒരു നോട്ടീസല്ല അടിക്കുന്നത്, സിറാജിന്റെ പ്രസിൽ നിന്ന് ഡിക്ലറേഷനുള്ള ഒരു ദിനപത്രമാണ് അടിച്ചത്. ന്യൂസ് പേപ്പർ ആയിട്ടാണ് ഇറക്കുന്നത്. എന്തെങ്കിലും സപ്ലിമെന്റ് അല്ല. എന്തെങ്കിലും സപ്ലിമെന്റ് ഇറക്കിയാൽ തെരഞ്ഞെടുപ്പിന് എതിരായി ബാധിക്കുന്നതുകൊണ്ട് എന്റെ പയ്യന്നൂരിലെ ഒരു പത്രം ഞങ്ങൾ 10,000 രൂപ കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം 10,000 രൂപ കൊടുത്ത് പത്രം ഒരു മാസത്തേക്ക് കടം വാങ്ങിച്ചു. അതിന്റെ ഡിക്ലറേഷൻ. എന്നിട്ട് എന്റെ പേരിൽ ഫോർ എന്ന് പറഞ്ഞ് ഫോർ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷ് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ മുഹമ്മദ് KP എന്ന് എന്റെ പേരും കൊടുത്തിട്ട് ഞങ്ങളെ പത്രമടിക്കാൻ നിർബന്ധിച്ചത് അന്നും മുസ്ലിം ലീഗിനോടും കേരളത്തിലെ കോൺഗ്രസിനോടും കാന്തപുരം പറഞ്ഞിരുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല രണ്ടത്താണിയാണ്. പക്ഷെ എന്നോട് പറഞ്ഞത്, ഞങ്ങളോട് പറഞ്ഞത് അത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് വിജയിപ്പിക്കണം. കാന്തപുരത്തിന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചാണക്യാണ്.
കരുണാകരൻ മരിച്ചപ്പോൾ ഇയാളായിരുന്നു കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചാണക്യനായി കയറേണ്ടിയിരുന്നത്. പടച്ചവൻ കാത്തോ. അയാളെ പണ്ഡിതനാക്കിയ വലിയൊരു ഭാഗ്യമാണ് ഈ നാട്ടിന്. അയാളെങ്ങാനും രാഷ്ട്രീയ നേതാവോ ഒരു കൊള്ളക്കാരനോ ആണെങ്കിൽ ഈ നാട് നശിച്ച ഈ നിലയിൽ അതിന് മാത്രം കുതന്ത്രങ്ങളെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, അല്ലാതെ ജനറൽ അല്ല. ആ നിലയിലുള്ള കാന്തപുരം ഇത് ഏൽപ്പിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ പത്രം അടിച്ചു, ഞങ്ങൾ ആ പത്രം പ്രചരിപ്പിച്ചു. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റപ്പോ ഞങ്ങളതെല്ലാം മുഖപത്രം. എനിക്ക് വിഷമില്ല, കാരണം എന്താ, ഞാനായിട്ടുള്ള അഗ്രിമെന്റ് തുടർന്നുണ്ടായിരുന്നു. ഞങ്ങളതല്ല എന്ന് പറഞ്ഞാലും എത്രത്തോളം സ്ഥാനാർത്ഥിനടക്കം തള്ളി പറഞ്ഞപ്പോഴും പത്രം ഇറക്കിയ ആളുകളെ തള്ളിപ്പറയാനൊന്നും സംഘടന രംഗത്ത് വന്നില്ല. അതാണ് കാന്തപുരത്തിന്റെ രാഷ്ട്രീയം. നിങ്ങൾ ആ കേസറ്റ് എടുത്തോളൂ. ആ പരിപാടിക്ക് മറുപടി അതിന് ആ പരിപാടിയിലേക്ക് സംഘടന വലിച്ചിഴച്ച സമ്മേളനം നടത്തിയ സ്വാഗതം ശേഷം ജാഗരണ സമ്മേളനം എന്ന് പറഞ്ഞ് മലപ്പുറത്ത് മറുപടി നടത്തിയപ്പോ മറുപടി പ്രസംഗത്തിൽ കാന്തപുരവും പേരോടും മുഖപത്രം എന്നൊരു പത്രം എടുത്തു പറയുകയും അതിനെ നിഷേധിക്കുകയും അതിനെതിരെ ശക്തമായി പറയുകയും ചെയ്തെങ്കിലും ഞങ്ങളെ പേര് മാത്രം പറഞ്ഞില്ല. എന്തുകൊണ്ടാ? ഞങ്ങളെ സംരക്ഷിക്കാന്നുള്ള തീരുമാനം ആദ്യത്തിലുള്ളതാണ്. ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിച്ചതാണ്. അതിൽ ഞങ്ങൾ കുറ്റം പറയില്ല, പേര് പറയില്ല എന്ന് ഉറപ്പ് പറഞ്ഞപ്പോൾ ഇന്നുവരെ പറഞ്ഞില്ല. ഇനി നിങ്ങൾ പറയണം, കാരണം ഞാൻ ഇപ്പൊ തുറന്നു പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ പറയുമ്പോ അന്ന് റൂമിലാണ് AC റൂം ഒരുക്കി തന്നത്. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് കാണാം. ഈ ആളുകളാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗിനെ, സമുദായത്തിന് വേണ്ടി മുസ്ലിം ലീഗിനെ പിന്തുണക്കും. സത്യം പറയട്ടെ, ഈ മനുഷ്യൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിച്ച് കൂടെ കൂടി പോയിട്ടുണ്ട്? എനിക്ക് 26 കൊല്ലം പോലെ നിങ്ങളതും പോകും. നിങ്ങളെ എല്ലാ ശക്തിയും നഷ്ടപ്പെടും. ഈ രോഗം പിടിപെടുന്നത് ക്യാൻസർ പോലെയാണ്, ആർക്കും മനസ്സിലാവില്ല. രോഗം ഇങ്ങനെ പിടിപെട്ടു കുറെ കഴിഞ്ഞ് അങ്ങനെ പോന്നിട്ട് ഏതെങ്കിലും ഒരാളിലൂടെ ഇത് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് മനസ്സിലാവുക. അത് മഹല്ല് ജമാഅത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ അന്നായിരിക്കും. അന്നൊരു പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ശാസ്ത്രീയമായ പാനലുകൾ വരുമ്പോഴാണ് നിങ്ങൾ കാണുക. അല്ലെങ്കിൽ മദ്രസന്റെ ഇടച്ചുമര് വെക്കാൻ കല്ലുകൊണ്ടൊന്ന് റോഡിലിറക്കുമ്പോഴാണ് നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുക. 20 ക്ലാസ് റൂം ഉണ്ടെങ്കിൽ 18 ക്ലാസ് റൂം നമുക്ക് 2 AP വിഭാഗത്തിനാവുന്ന അന്നാണ് നിങ്ങൾ അറിയുക. അത്രത്തോളം ആളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്റെ നാട്ടിലെ വിശ്വാസികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇയാളെ തിരിച്ചറിയണം. ഇയാളെ പ്രഭാഷകൻ ഇപ്പൊ പറയുന്നത് അങ്ങനെയാണ്, ഞങ്ങള് ലീഗിനെ അതാക്കാൻ സംസ്ഥയും ലീഗും എതിരാണ്. എന്നിട്ട് എന്താ, ഈ അടുത്ത് അവസാനം 5-6 മാസം മുമ്പ് കാന്തപുരം പുതിയൊരു നിർദ്ദേശം തന്നു ഞങ്ങൾക്ക്. എന്താ, സെൻസിംഗിൽ അങ്ങനെയുള്ള ആവശ്യമാണ്. സെൻസിംഗിന്റെ ആളുകളായിട്ട് ബന്ധപ്പെടുന്നത് എന്താണ്, ചന്ദ്രികയും സുപ്രഭാതവും തമ്മിലൊന്നും ഭിന്നിക്കണം. മൂപ്പർക്ക് ലക്ഷ്യം തന്നെ ഭിന്നിപ്പിക്കലാണ്. മൂപ്പർക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ അതിനെ ഭിന്നിപ്പിക്കൽ അവാർഡ്. ഭിന്നിപ്പിച്ച് അവസാനം ആ മനുഷ്യന്റെ കുടുംബം തന്നെ ഇപ്പൊ ഭിന്നിച്ചു. മൂപ്പര മരുവനും മോനും തമ്മിൽ ഇപ്പൊ ഒരു യോജിപ്പില്ല. ഹരിസി മുഹമ്മദ് ഫസീം മറ്റേ മരുവൻ ആദ്യം തന്നെ പോയിട്ടുണ്ട്. അബ്ദുൽ ബാരി ഉസ്താദ് പോയിട്ടുണ്ട്. മാത്രമല്ല എനിക്കൊരു ഉപദേശം തന്നെ ഞാൻ വന്നപ്പോ ആദ്യമാണ് മുതലക്കുളത്തെ സ്റ്റേജിൽ തന്നെ പറഞ്ഞത്, മോനെ ഈ മനുഷ്യനെതിരെ ഇത്ര തീവ്രമായിട്ട് പറയാൻ പറ്റുമോ അത്രയും തീവ്രമായി പറയണം. ഒരു കരുണയും അയാൾ അർഹിക്കുന്നില്ല കേട്ടോ. എന്നോട് അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞതാണ്. ഞാൻ തുറന്നു വിടുന്നു പറയും. ഇപ്പോഴും കാണുമ്പോൾ ഓരോ പരിപാടി പറയും, കുറക്കരുത് കൂട്ടണം. കാരണം ഇത്രത്തോളം തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നതിന്റെ കാരണം എന്താ, കഥ അറിയുന്നത് തന്നെയാണ്. അബ്ദുൽ ബാരി ഉസ്താദിനെ തിരുത്തിയിട്ട് ഞാൻ നന്നായി പറഞ്ഞു. കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പോരാ കുറച്ചുകൂടി പറഞ്ഞു. അത്രത്തോളം. പിന്നെ ആ മരുവനല്ല പറഞ്ഞത്, മറ്റൊരു മരുവൻ ഹക്കീം മർക്കസിന്റെ ഉള്ളിൽ കയറിയപ്പോ അത് മനസ്സിലാവും. ഹക്കീം അസ്ഹരിന്റെ ഭാഗത്ത് നല്ലൊരു ഏകദേശം ഒരു എന്താ പറയാ, ഹൈദരാബാദും സെക്കന്ദരാബാദും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും ഞാൻ വിശദീകരിക്കും. ഒരു ടൗൺ വളരെ നല്ല അടിപൊളി ടൗൺ, അടുത്തത് പഴയ പുരാണം. അതുപോലെ മർക്കസിന്റെ ഉള്ളിൽ പോയാൽ കയറുന്ന ഭാഗം പഴയ ഭാഗം, അപ്പുറത്തേക്ക് തിരിഞ്ഞ ഭയങ്കര സെറ്റപ്പിൽ പുതിയ സെറ്റപ്പ്. ഒരു ഭാഗം ഹക്കീമിന്റേതാണ്, ഇപ്പുറത്ത് CFC പഴയ കണക്ക് നോക്കിയിട്ട് ആ പഴയ പഴയ കണക്ക് എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പുറത്ത് നല്ല കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ വളരെ ഉഷാറായിട്ട് ഹക്കീമിനെ കാണുന്നത് തന്നെ അതിന്റെ ആള് വേണം. ഹക്കീം എന്ത് തീരുമാനം CFC എടുത്താലും അതിനെതിരെ എടുക്കലാണ് ഹക്കീമിനെ അവിടെയുള്ള ഡ്യൂട്ടി. അതിന് പറ്റുന്നവരൊക്കെ ഹക്കീം ഓഫീസുകളിൽ ഇരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുടുംബം തന്നെ അവസാന സമുദായം ഭിന്നിപ്പിക്കാൻ ഇറങ്ങിയ ആളുടെ കുടുംബം തന്നെ ഇപ്പൊ തമ്മിത്തല്ലാണ്. ഈ തമ്മിത്തല്ലിൽ ഇനി എവിടൊക്കെ എത്തുമെന്ന് അല്ലാഹു അലം കണ്ടറിയേണ്ടി വരും.
ആ ആള് സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ഇറങ്ങിയതിന്റെ ഓരോ സംഭവങ്ങൾ എത്ര സംഭവങ്ങളുണ്ട്. എന്നിട്ട് അതിനുവേണ്ടി ഞങ്ങളോട് നിർദ്ദേശിച്ചു സെൻസിംഗിൽ ഒരു നിർദ്ദേശം. എന്താ സെൻസിംഗിൽ നിർദ്ദേശം? സെൻസിംഗിലൂടെ ചന്ദ്രികയും സുപ്രഭാതവും വെച്ച് മുസ്ലിം ലീഗിനെയും സമസ്തയുടെ പ്രവർത്തകരെയും തമ്മിൽ ഒരു 5-6 ലക്ഷം മുമ്പുള്ള സെൻസിംഗ് എടുത്ത് നോക്കിയാൽ കാണാം. സുപ്രഭാതത്തിനെതിരെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എത്രത്തോളം എന്ന് വെച്ചാൽ പല സ്ഥലത്തും MSFന്റെ പേരിൽ ഏൽപ്പിച്ച പ്രവർത്തകരെത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കേട്ടോളൂ, SKSFന്റെ പ്രവർത്തകരും കേൾക്കണം. നിങ്ങൾ 2 വിഭാഗം കേൾക്കണം. കാരണം എന്റെ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾക്കല്ലാതെ എനിക്കറിയാം. അത് ഞാൻ പറയുന്നതാണ്. അസം സക്കാഫി കുറച്ച് കുറയും. കാരണം കുറച്ച് മുമ്പേ പോകുന്നുണ്ട്. അവസാനം വരെ പറയാൻ അധികാരം, അവകാശവും സ്വാതന്ത്ര്യം ഒക്കെ എനിക്ക് തന്നെയുള്ളൂ. മൂപ്പർക്ക് പോലും മൂപ്പരെ പറ്റി പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു പ്രഭാതം പത്രത്തിനെതിരെയും ചന്ദ്രികയും പരസ്പരം തല്ലിക്ക അതിനുവേണ്ടി പദ്ധതി തയ്യാറാക്കി. പക്ഷേ ഉത്ബുദ്ധരായ മുസ്ലിം ലീഗുകാർ കേരളത്തിലുള്ളതുകൊണ്ട് എത്രത്തോളം വന്നു. ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് മെയിൽ ചെയ്യാൻ ഞാൻ ഒരുപാടൊക്കെ മെയിൽ ചെയ്തിട്ടുണ്ട്. എന്നോട് ആവശ്യപ്പെട്ടു ഇതിന്റെ ഒറിജിനൽ കോപ്പി മെയിൽ ചെയ്ത് കൊടുത്ത് അത് ഫ്ലക്സ് ആക്കിയിട്ട് ഓരോ പ്രദേശത്തെ ബോർഡ് തൂങ്ങുക. എന്തിനാ? ഇത് വായിക്കുമ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വന്നിട്ട് ചോദിക്കും, ഞങ്ങളെ പത്രം മുടക്കാൻ നിങ്ങൾ സുപ്രഭാതം തോന്നുന്നുണ്ടല്ലേ, കാണിച്ചു തരണ്ട. തല്ലേ മൂപ്പര് കരുതിയത് മൂപ്പര അന്യായികളാണ്. മൂപ്പര ബുദ്ധി തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാകും. ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അത്രത്തോളം വിവരദോഷികളാണോ? സമുദായത്തെ കുറിച്ച് ബോധമുള്ളവരല്ലേ? നിങ്ങൾ കുബുദ്ധി ഉണ്ടാവില്ല, പക്ഷെ സമുദായ സ്നേഹം മനസ്സിലുള്ളവരാണ്. ഇല്ല, തച്ച് പണി തീർക്കലാണ് SKSFകാരും ലീഗുകാരുടെയും പരിപാടിയെങ്കിൽ ഒരൊറ്റ ഏൽപ്പിക്കാറുണ്ടാവും കേരളത്തിൽ. ധരിക്കാൻ പറ്റുന്നവരല്ലേ? പക്ഷേ സമുദായത്തോട് കൂറ് അവർക്കുണ്ട്, സമുദായത്തോട് ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്താ? പണ്ടൊരാളെ കഥ പറഞ്ഞിരുന്നു. ഒരു കുട്ടിയെ കാണാതായപ്പോ ആ കുട്ടിയെ തിരിച്ചു. അപ്പൊ ഒരു മധ്യസ്ഥന് കീഴിൽ ചർച്ച വന്നു, എന്ത് ചെയ്യണം? അപ്പൊ ഒരാൾ പറഞ്ഞു, അതെന്റെ കുട്ടിയാണ്, എനിക്ക് തരണം. അപ്പൊ മറ്റേ പറഞ്ഞത്രേ, അതെന്റെ കുട്ടിയാണ്, എനിക്ക് തരണം. അപ്പൊ മധ്യസ്ഥൻ ഇങ്ങനെ സംശയം. അപ്പൊ അയാൾ ചോദിച്ചു, അയാൾ പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യാം, രണ്ടാളും ഇങ്ങനെ വാദിച്ചാൽ ശരിയാവില്ല, ഞാൻ മധ്യത്തിൽ മുറിച്ചു തരാം. അതിലൊരാൾ പറഞ്ഞു, ഓക്കെ ആയിക്കോട്ടെ. മറ്റയാൾ പറഞ്ഞു, വേണ്ട. അപ്പൊ യഥാർത്ഥ അവകാശം യഥാർത്ഥ അവകാശം എന്തായാലും മുറിക്കാൻ പറയില്ലല്ലോ. അപ്പൊ അതുപോലെയാണ് കാന്തപുരത്തോട് ഉണ്ടാക്കിയാലും ഇനി വേണമെങ്കിൽ അവിടുത്തെ ഇമാമിനെ കുറിച്ച് സക്കാഫി ആയാലും വേണ്ടില്ല, അയാളെ രണ്ടായി കഷ്ടിക്കണം എന്ന് പറഞ്ഞാൽ മുപ്പരോരോ ഓക്കെ. സക്കാഫി മരിച്ചാലും ബാക്കി സ്ഥലം കിട്ടുമല്ലോ എന്നുള്ളതാണ് മുപ്പരി. എന്താ ഇങ്ങനെ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചൊരു പണ്ഡിതനാണ്, ഒരു നേതാവാണ് അയാള്, ആത്മീയ നേതാവല്ല എന്ന് ഞാൻ തോന്നുന്നു. എന്നിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ഇത്തരം കുബുദ്ധികൾ പ്രയോഗിച്ച് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, മുസ്ലിം സമുദായത്തിന്റെ ദിശപത്രം നിഷേധിക്കാൻ ഒരിക്കലും കാന്തപുരത്തിനും കഴിയില്ല. കാരണം ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട് സുഖം. ചന്ദ്രികന്റെ സുഖമുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ നാവായി മാറാൻ സമുദായത്തിന് കഴിഞ്ഞത് ചന്ദ്രികയിലൂടെ തന്നെയാണ്. ഇത് തൊട്ടു വളർത്തി നട്ടു വളർത്തിയത് പാണക്കാട് തങ്ങന്മാരും അല്ലാത്ത ഒരുപാട് ശഹീദുമാരും നേതാക്കളും അതുപോലെയുള്ള ആളുകളുമാണ് വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ചന്ദ്രിക ഈ സമുദായം മറക്കൂല. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഈ കാന്തപുരത്തോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ വെഡ്ഡികളെ സ്വർഗത്തിലല്ല, നിങ്ങൾ വെഡ്ഡികളെ നരകത്തിലാണ്. അത്രത്തോളം അത് നിങ്ങൾ വിഡ്ഢി പിന്നെ നരകത്തിൽ കൂടി പോയ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു ഗതികേടിലുള്ളത്. കാരണം എന്താ? മുസ്ലിം കേരളത്തിന് ഇന്ന് ആത്മാഭിമാനം ഉണ്ടാക്കി കൊടുത്തത് പാണക്കാട് സയ്യിദുമാരാണ്. ഈ പാണക്കാട് സയ്യിദുമാരുണ്ടാക്കി കൊടുത്ത ആത്മാഭിമാനത്തിന്റെ അടയാളമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഓരോ വലിയ വീടുകളും, ഓരോ സമ്പന്നനും, ഓരോ സമ്പന്നന്റെ ജോലിയും അവന്റെ ഇസ്സത്തുമൊക്കെ പാണക്കാട് നിന്ന് കിട്ടിയതാണ്. നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് കേരള മുസ്ലിങ്ങൾക്ക് അഭിമാനം കിട്ടി, വിദ്യാഭ്യാസം കിട്ടി, സമ്പത്ത് കിട്ടി, സംസ്കാരം കിട്ടി. വിദേശ നാടുകളിൽ പോയി ജോലി ചെയ്ത് സന്തോഷത്തോടെ വരുമ്പോ വിദേശത്തെ രാജാക്കന്മാരെയും വിദേശത്തെ ഭരണാധികാരിമാരോടും ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നത് പാണക്കാട്ടെ സയ്യിദന്മാരും അവർ നേതൃത്വം നൽകുന്ന, അവർ നിർദ്ദേശം നൽകുന്ന നേതൃത്വമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇസ്സത്ത് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനയുടെ, അവർ അംഗീകരിച്ചതിന്റെ പരിണിതിയായി ലഭിച്ച സമ്പത്ത് കേരള മുസ്ലിങ്ങൾക്കുള്ളടുത്ത കാലം ഒരു വീട്ടിൽ നിന്ന് 300 രൂപ ഒരു മാസം എടുക്കുന്നതിന് ഈ സമൂഹത്തിന് ഒരു വിഷമമില്ല. ചന്ദ്രിക വാങ്ങാൻ ഇവിടെയുള്ളവർ തയ്യാറാണ്. സുപ്രഭാതം, ഒരു സംശയം.
സുപ്രഭാതം സമസ്തയുടെ ആശയങ്ങളെ തുറന്നെഴുതിക്കൊണ്ട്, വാർത്തകളെ മതപരമായി തന്നെ തുറന്നെഴുതിക്കൊണ്ട്, പുതിയൊരു വാതായനം തുറന്നു വെച്ച്, ഇസ്ലാമിക പ്രബോധനത്തിന് അനിവാര്യമായ വഴികൾ തുറന്നു വെച്ച് സുപ്രഭാതം മുന്നേറുമ്പോ സമുദായത്തിൽ ഇന്നലകളിൽ ജീവൻ പ്രദാനം നൽകിയ, സമുദായത്തിന്റെ സാമൂഹിക രാഷ്ട്രീയപരവും മതപരവുമായ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് പൊതു പ്ലാറ്റ്ഫോമായിക്കൊണ്ട് തന്നെ ചന്ദ്രികയിൽ ഇത് രണ്ടും സുലഭമാണ്. ഇവിടെ ഒന്ന് കുറച്ചിട്ട് ഒന്ന് വാങ്ങിയോ, ഒന്ന് വരുന്നത് കൊണ്ട് മറ്റൊരു പരിവേഷം ഉണ്ടാവില്ല. മാത്രമല്ല, സുന്നികൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ പറയും, ലീഗിന് അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ പറയും, അല്ലാതെ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. പാണക്കാട്ടിൽ നിന്ന് 2 പത്രം വന്നതിൽ 2 ഞങ്ങൾ വാങ്ങി സന്തോഷത്തോടെ. അങ്ങനെയാണ് അത് നമുക്ക് പറയാൻ. അതുകൊണ്ട് ഇത് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ വല്ലാതെ ചെയ്യാൻ കഴിയാം. പിന്നെ എന്തിനാണ് സുപ്രഭാതം? ഞാൻ മറുപടി ഇത് സിറാജ. നിങ്ങൾ ഈ തോന്നിവാസം എഴുതുമ്പോൾ സമുദായത്തിന്റെ പൊതുപത്രത്തിന് ചിലപ്പോൾ പരിമിതികളൊക്കെ വന്നു, ചില പരിമിതികൾ വരും. അപ്പൊ നിങ്ങൾ സമുദായത്തിന്റെ പേരിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് സമുദായത്തെ വീണ്ടും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോ തുറന്നെഴുതാൻ ഒരു പത്രം വേണ്ടി വരും. അതന്നെ ഇത് സിറാജ്. ഞങ്ങളിപ്പോ എന്താ പറഞ്ഞത്? ഞങ്ങൾ ലീഗിന്റെ ആളുകളാണ് അല്ലേ? ലീഗിന്റെ ഏറ്റവും വലിയ നേതാക്കളെ ഞങ്ങളിപ്പോ പ്രശംസിച്ച് നടക്കാറുണ്ടല്ലോ. ഇത് കേട്ടോളൂ. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു തുറന്ന കത്ത്. ഇതാരായത്? PP മൊഹീദ്ദീൻ സിറാജ്. എന്നിട്ട് അതിലൊരു ലേഖനത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ ചുരുക്കുക. ഇതിലൊരുപാട് പറയാനുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഉത്ഭവം, വളർച്ച, ഇന്നത്തെ അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കാഴ്ചയോടെ പ്രതിപാദിക്കുന്ന ലേഖന പരമ്പര സിറാജിൽ ആരംഭിക്കുകയാണ്. സംഘടനയിലെ അടിയൊഴുക്കുകളെല്ലാം പരമ്പരയായി തെളിഞ്ഞു കാണാനാകും. അധികാരം ദുഷിപ്പിക്കുന്നു എന്ന ചെല്ലിനുള്ള മികച്ച ഉദാഹരണം. ആരാ ദുഷിപ്പിച്ചത് അധികാരം? ലീഗിനെ. എന്നിട്ട് പറയേണ്ട ലീഗിന്റെ ആളാണ്. ഇത് നിങ്ങൾ എഴുതിയ വാക്കുകളാണ്, ഇത് മറക്കാനായിട്ടില്ല. ഈ അക്ഷരം ഇപ്പോഴും ഇതിൽ നിന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വഴിയില്ല. കേട്ടോളൂ. വിശിഷ്യ എന്ന ചെല്ലിന് മികച്ച ഉദാഹരണമാണ്. വസ്തുത കേട്ടോളൂ. ഇതാരെ കുറിച്ചാ പറയുന്നത്? പുത്തനാശയക്കാർ. മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ആത്മീയ നേതാവായിരുന്ന തങ്ങളവറുകളെ കുറിച്ചാണ് എഴുതുന്നത്. ആ തങ്ങൾക്ക് തങ്ങളെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് അറിയില്ലായിരുന്നു. തങ്ങൾക്ക് പണ്ടേ അറിയാം കാന്തപുരാരാ. ഇവിടെയുള്ള മറ്റെല്ലാവരെക്കാളും ഏറ്റവും വൃത്തികെട്ട ചിന്തയുമായി നടക്കുന്നത് കാന്തപുരാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇതായിരുന്നു. ഇവർക്ക് ആ തങ്ങൾ അടക്കിയിരുത്തണം. അതുകൊണ്ട് തങ്ങളുടെ പഴയകാലത്തുള്ള തങ്ങളെയാണ് വിമർശിക്കുന്നത്. തങ്ങൾക്കെതിരേതാണ്. ഏത് തങ്ങളാണെന്ന് കേട്ടോളൂ. ചൂഷണം നടത്തു എന്ന വസ്തുത ശുദ്ധ മനോഗതിക്കാരനായ, ശുദ്ധ എന്ന് ചേർത്തിയതാണ്, ശുദ്ധ മനോഗതിക്കാരനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. കേട്ടോ? ആർക്ക്? പുത്തനാശയക്കാർ, വിശിഷ്യ മുജാഹിദുകൾ തന്റെ മറവിൽ, തങ്ങളെ മറവിൽ ചൂഷണം നടത്തുന്നു എന്ന വസ്തുത ശുദ്ധ മനോഗതിക്കാരായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ 90% വരുന്ന സുന്നി സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് കാരണം. ഇത് അംഗീകരിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെയും സമസ്തയുടെയും പ്രവർത്തകർക്ക് സാധിക്കും. ശുദ്ധനായ തങ്ങളുടെ മനസ്സ്, തങ്ങൾ വഫാത്താവാൻ പോകുന്നത് എങ്ങനെയാണെന്ന് പോലും മുൻകൂട്ടി കണ്ട ആളാണ്. എന്നെ കാണാൻ ഒരാളും ഒരു അമുസ്ലിമിനെയും അനുവദിക്കരുത്, ഒരു അന്യസ്ത്രീയെയും അനുവദിക്കരുത് എന്ന് പറഞ്ഞപ്പോ അന്നത്തെ അനുയായികൾ ചോദിച്ചു തങ്ങളോട്, തങ്ങളവറുകളെ, തങ്ങൾ രാഷ്ട്രീയക്കാരനാണ്, തങ്ങൾ ഇന്ന് മരണപ്പെട്ടാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പോലും വന്ന് റീത്ത് തങ്ങളുടെ മേൽ വെക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോ അതൊന്നും പ്രശ്നമല്ല, അതൊന്നും നടക്കരുത് എന്ന് പറഞ്ഞപ്പോ അത് നടക്കൂലല്ലോ തങ്ങളെ, ഇങ്ങനെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, നീയത്ത് പോലെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ അതിന് ശ്രമിച്ചാൽ മാത്രം മതി, ബാക്കി അള്ളാഹു തരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഈ പറയപ്പെട്ട എല്ലാ സിഫത്തുകളും ഒത്തിണങ്ങിയ വിധത്തിൽ ഒരു അന്യ സ്ത്രീയോ അന്യ മതസ്ഥനോ കാണാത്ത വിധത്തിൽ വഫാത്തായ തങ്ങൾ പിന്നിൽ വരുന്ന മരണത്തിന്റെ ആ ദിവസത്തെ പോലും കാണാൻ കഴിഞ്ഞ മഹാനായ തങ്ങളവറുകളെ കുറിച്ചാണ് സിറാജ് ദിനപത്രക്കാരൻ എഴുതുന്നത്. അതും വേറെ ഒരു വെറും ലേഖകനല്ല, ആ സംഘ നയിച്ച നേതാവ് എഴുതുന്നത്. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ ആളുകളാണെന്ന്. ഈ സമുദായ സ്നേഹം ഇത് സമുദായത്തെ നക്കിക്കൊല്ലാൻ നിങ്ങളുണ്ടാക്കിയ പണിയാണെന്നറിയാം. ഞെക്കിക്കൊല്ലാൻ കുറെ നോക്കി, അപ്പൊ കൈ വേദനിച്ചു നിർത്തി. ഇപ്പൊ നക്കിക്കൊല്ലാൻ തുടങ്ങിയത് പുതിയ ഏർപ്പാടുകളാണ്. അതുകൊണ്ട് പഴയത് കേട്ടോളൂ. എന്നിട്ട്
പറയാണ് അബ്ദുറഹ്മാൻ, ഈ തങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയാത്തതിന്റെ ദുരിതാണ് സുന്നി കേരളം അനുഭവിച്ചത്. തങ്ങളുടെ കാലത്ത് തന്നെ ഇതിനൊരു വ്യക്തമായ രൂപം നൽകിയിരുന്നെങ്കിൽ സുന്നി സമൂഹം ഇങ്ങനെ ആകുമായിരുന്നില്ല. വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന പിളരുകയും ചെയ്യുമായിരുന്നില്ല. ഇതൊക്കെ തങ്ങളുടെ തലയിലേക്ക് കയറി കൊടുക്കാൻ. എന്നിട്ട് പറയാൻ ഇങ്ങനെ തങ്ങളെ ഈ നിലയിൽ എഴുതിയിട്ട് അവസാനിത കോഴിക്കോട്ടെ അരിക്കച്ചവടം നടത്തിയിരുന്ന തങ്ങളെ, അതായത് ഇതേ അബ്ദുറഹ്മാൻ ബാഫിക്ക് തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കോഴിക്കോട്ടെ അരിക്കച്ചവടം നടത്തിയിരുന്ന തങ്ങളെ ലീഗിന്റെ പ്രസിഡന്റാക്കിയത് തന്നെ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് പിന്നീടുള്ള സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സിറാജ് ദിനപത്രത്തിലെത്തിയതാണ്. നിങ്ങൾക്ക് ലീഗിനോട് ഭയങ്കര ഇഷ്ടമല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലേ? ഇത് മറന്നുപോയോ? ഇതൊക്കെ പിൻവലിച്ചോ? എന്നിട്ടാണ് നമ്മൾ വരുന്നത്? വല്ലാത്ത വൃത്തികേട്. ലീഗിനെ വളർത്തിക്കൊണ്ടുവന്നാൽ അതിന്റെ മറവിൽ പലതും നടത്താമെന്ന് വിചാരിച്ച ലോബിക്ക് അത് ഒരളവോളം കഴിഞ്ഞിട്ടുണ്ടെന്ന് കഴിഞ്ഞ കാല ചരിത്രം വ്യക്തമാക്കുന്നു. ഇങ്ങനെ എഴുതിയ ആളുകൾ ഇപ്പൊ പറയാണ് ഞങ്ങൾ ലീഗിന്റെ ആളുകളാണ്, ഞങ്ങൾ ലീഗിനെ പിന്തുണയ്ക്കാണ്. എന്നിട്ട് കാന്തപുരത്തിനൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, സമസ്ത വിരുദ്ധ ലീഗ് അത് കാന്തപുരം സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനിപ്പോ നമ്മൾ നിഷേധിക്കുന്നില്ല. സംഘടനാ രജിസ്ട്രേഷൻ ആയിരിക്കും കിട്ടും, നിങ്ങൾക്ക് നാളെ പോയി ഉണ്ടാവും. അങ്ങനെ കാന്തപുരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് സംസ്ഥാനം പറയുന്നുണ്ടാവും അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കാരണം എന്താ? ഇവിടെ സമസ്ത കേരള പുലയ മഹാസഭ ആർക്കെങ്കിലും വിഷയം അതുപോലത്തെ ഒന്നായി കൂട്ടിക്കോളൂ, പേരായിക്കൂട്ടൂടെ. അങ്ങനെ മുമ്പിലിട്ടിട്ടുണ്ടാവും. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ലീഗ, ഞങ്ങൾ ആളുകൾ ലീഗാണെന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. എന്നിട്ടോ ഇനി ഉണ്ടാക്കാനുള്ള ഉദ്ദേശം എന്താണ്? സമസ്ത വിരുദ്ധ ലീഗ് ഉണ്ടാക്കുക. സമസ്ത വിരുദ്ധ ലീഗ് ഉണ്ടാക്കണം. അതിനെന്ത് വേണം? ഈ ചന്ദ്രിക പോലുള്ളത് പറഞ്ഞ് തമ്മിലടിക്കണം. അതുപോലെ സമസ്തയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും ലീഗിനെതിരാണെന്ന് വരുത്തി തീർക്കണം. എന്നിട്ട് എന്ത് നേടാനാണ്? ഇവിടെയുള്ളവരാരും വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നവരോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വമായി ഹൈദർ അലി ശിഹാബ് തങ്ങൾ അംഗീകരിക്കാത്തവരുണ്ടാവില്ല. ഹൈദർ അലി ശിഹാബ് തങ്ങൾ അംഗീകരിക്കാത്തവരുണ്ടാവില്ല. രാഷ്ട്രീയം ഇല്ലാത്തവരാണെങ്കിലും. പിന്നെ ഞങ്ങൾക്ക് ഈ സമുദായത്തിന്റെ രാഷ്ട്രീയ പാർട്ടി മുസ്ലിങ്ങളുടെ ഐക്യനായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഹൈദർ അലി ശിഹാബ് തങ്ങൾ അംഗീകരിച്ചാൽ മതി. എന്നാൽ തന്നെ കേരള മുസ്ലിങ്ങൾ എന്തു ചെയ്യുന്നു, ഏത് പക്ഷത്ത് നിൽക്കുന്നു, ആ പക്ഷത്ത് അയാളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കാന്തപുരത്തിന്റെ ഈ ചിന്ത ഈ നാട്ടിൽ ആരെങ്കിലും കൊണ്ടുവരുന്നെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞോളൂ, എന്റെ പഴയ സംഘടന അത്, ഞാൻ തിരിച്ചറിഞ്ഞ സംഘടനയാണ്, ഞങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച സംഘടനയാണ്. ഇത് തിരിച്ചറിയാൻ നിങ്ങളുടെ നാട്ടിലെ സമസ്തയുടെ പ്രവർത്തകർക്കും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കും കഴിയാതെ പോയാൽ നാളെ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. എന്റെ നേതാവിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. പണ്ട് ഹനുമാൻ പറഞ്ഞ പോലെ ഞാനിതാ ചങ്ക് പിളർത്തി, മനസ്സ് ശരീരം പിളർത്തിയിട്ട് നെഞ്ചി പിളർത്തി അയാളാണ്. ഇനി ഇതിന്റെ അപ്പുറത്തൊന്നും ചെയ്തില്ല. എന്റെ ബാധ്യത നിർവഹിച്ചു. എന്നിട്ട് ഇവർ ഓരോ ദിവസം അങ്ങനെയാണ്. ഇവരിതാ സെൻസിങ് എന്റെ പഴയ അതിൽ കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരമല്ലേ ഞങ്ങൾ ഇത്തരം കാര്യം ചെയ്യുള്ളൂ. അല്ലാത്ത നയപരമായ ഒരു കാര്യം കാന്തപുരത്തോടോ സംഘടന നേതൃത്വത്തോടോ ചോദിക്കാതെ ചെയ്യാറില്ല. എന്തുകൊണ്ടാ? അത് വന്നാലുണ്ടാവുന്ന അപകടം ഓർത്തിട്ട് തന്നെയാണ്. എന്നിട്ട് ഇതിൽ പറയാണ് സമസ്തനെ പറ്റിയും ലീഗിനെ പറ്റി ഒന്നിച്ചു പറയാം. വിവരമുള്ളവർ മാത്രം മുഷാവറി. ഏത് കാന്തപുരം മുഷാവറി. ഇപ്പുറത്തെന്താണ്? ജാഹിലീങ്ങൾ മുഷാവറി. നല്ല കഥ. പേരോടാണ് അപ്പുറത്തെ മുഷാവറി. ഇപ്പുറത്ത് ബഹാവുദ്ദീൻ ഉസ്താദ് ഇത്ര വലിയ നേതാവാണ്. മുപ്പര് പോലും മുഷാവറം ഇല്ല. ബഹാവുദ്ദീൻ ഉസ്താദ് പോലും മുഷാവറല്ല. പേരുടെ അപ്പുറത്ത് 45-46 എണ്ണാൻ കഴിയാത്ത മനുഷ്യനടക്കം അതിലെ മുഷാവറം. എന്നിട്ട് പറയാണ് ഇവിടെ ജാഹിലീങ്ങളും വല്ലാത്തല്ല. എന്താ പഞ്ചസാരന്റെ മേലെ ഉപ്പ് എന്ന് എഴുതി വെച്ചാൽ അത് പഞ്ചസാരല്ല, അല്ലെങ്കിൽ ഉപ്പിന്റെ മേലെ പഞ്ചസാര എന്ന് എഴുതി വെച്ചാൽ അത് പഞ്ചസാരയായി മാറും. എന്നിട്ട് ഇതാ അങ്ങനെ കുറെ പറയുന്നുണ്ട്. സമുദായത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറയാം. ജാഹിലീങ്ങളായ ഉമറാക്കൾക്ക് കീഴടങ്ങാത്ത പണ്ഡിതന്മാരാണ് അപ്പുറത്ത്. ഭയങ്കര അവിടെ മാഷന്മാരായ ഉമറാക്കളാണ് ഇവർ നയിക്കുന്നത്. ഏത് മാഷന്മാര്? TTC മാഷന്മാരാണ് ആ സംഘടനയുടെ ഉമറാക്കൾ, ഏറ്റവും വലിയ നേതാക്കൾ. അവരാണ് അവരെ ആലിമൂന്ന് പറയുന്നവരൊക്കെ ദുൽമിയും അവരെ നയിക്കുന്നത് അവരാണ്, ആ മാഷന്മാരാണ്. എന്നിട്ട് ഇവിടെ പറയണം ജാഹിലീങ്ങളായ ഉമറാക്കൾക്ക് കീഴടങ്ങുന്ന പണ്ഡിതന്മാർ. ഏത്? ലീഗിന്റെ നേതൃത്വത്തിന് കീഴടങ്ങുന്ന പണ്ഡിതന്മാരാണ്. വല്ലാത്ത അരിവാൾ സുന്നികളെന്ന് അവർ വിളിക്കും. നിങ്ങൾ പണ്ട് ഞങ്ങളെ വിളിച്ചിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ മറുപടി പറയാണ് മൂരികളെന്നും പച്ച സുന്നികളെന്നും വിളിക്കപ്പെടുന്നു. തിരിച്ച് അവർ വിളിക്കുന്ന പ്രയോഗം എന്ത് നല്ല പ്രയോഗം.
കാരണം പിന്നെ അടുത്തത് രാഷ്ട്രീയത്തിൽ നിന്ന് മുതലെടുക്കണം എന്ന് മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ് കാന്തപുരത്തിന്റെ പക്ഷത്തിൽ. എങ്ങനെയുണ്ട്? ഇത് കറക്റ്റ്. രാഷ്ട്രീയത്തിൽ നിന്ന് മുതലെടുക്കണം. അപ്പൊ അപ്പുറത്ത് മതത്തെ മുതലെടുക്കണം. മതത്തെ മുതലെടുത്തിട്ട് രാഷ്ട്രീയപരമായ സാമുദായികമായി ഉപയോഗപ്പെടുത്തിയിട്ട് മതത്തിന് ഗുണമുണ്ടാക്കണമെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താ വിഷമം വേണ്ടത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ല. ബഹുഭൂരിഭാഗവും രാഷ്ട്രീയമില്ലാത്തവരാണ് കാന്തപുരം ഭാഗത്ത്. പച്ചക്കള്ളാണ് ബഹുഭൂരിഭാഗവും ഇടതുപക്ഷ രാഷ്ട്രീയമുള്ളവരാണ്. കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട്, അത് ലീഗിനുള്ള വിരോധം കൊണ്ടായിരുന്നു. മറുഭാഗത്തുള്ളത് 100% ലീഗ്. പിന്നൊന്ന്, രാഷ്ട്രീയവും നശിച്ചും സുന്നി വളരണം, സുന്നി നശിച്ചും ലീഗ് വളരണം. അങ്ങനെ തന്നെ ഉള്ളത്. ഇത് സമസ്ത വളരണമെന്നല്ല പറഞ്ഞത്. ഇയാളപ്പൊ ലീഗിന്റെ ആളായി വരുന്നത്. ഇതിലുള്ളത് ഇപ്പൊ കിട്ടിയ ലേറ്റസ്റ്റ് സാധനം. ഇതിന്റെ ചൂട് ഇങ്ങനെ പോയിട്ടില്ല. സുന്നി നശിച്ചും ലീഗ് വളരണം. അടുത്തത്, സുന്നികളുടെ നയത്തിനൊത്ത് ലീഗ് നയം രൂപീകരിക്കണമെന്നാണ് AP ആവശ്യം. ഇവിടെ ലീഗിന്റെ നയങ്ങൾക്കനുസരിച്ച് സുന്നി നയം രൂപീകരിക്കണമെന്നാണ്. മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്നതിന് പല രാഷ്ട്രീയ കക്ഷികളും പങ്കുവഹിക്കുന്നു. ആരാ പറയുന്നത്? കാന്തപുരം പറയാൻ. മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്നതിന് പല രാഷ്ട്രീയ കക്ഷികളും പങ്കുവഹിക്കുന്നു. അപ്പൊ നമ്മളെ പറ്റി മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്നത് ലീഗ് മാത്രം. തീരുമാനിച്ചോളൂ. ഇത് കാന്തപുരം പറഞ്ഞതാണ്. മുസ്ലിം ലീഗുമായി കാന്തപുരത്തിന്റെ ബന്ധവും ഇനിയുള്ള കാലവും ഒക്കെ അടയാളപ്പെടുത്തുന്ന വാക്കുകളാണ് ഇതൊക്കെ. ദർസുകൾ ഉണ്ടാക്കുന്നു, ദർസുകൾ ഉണ്ടാക്കുന്നു ഉള്ള പൂട്ടിച്ച കമ്പനി പറയുന്നു. എന്നിട്ട് ദർസുകൾ ഇല്ലാതാക്കുന്നു നമുക്കെതിരെ. നയങ്ങൾ സ്വയം രൂപീകരിക്കുന്നു. ആര്? AP വിഭാഗം നയം സ്വയം രൂപീകരിക്കുന്നു. നമ്മളോ നയങ്ങൾ ലീഗ് തീരുമാനിച്ചു കൊടുക്കുന്നു. ഇത്രയേറെ ലീഗിനെ ആക്രമിച്ചവരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ലീഗിന്റെ ആളുകൾ. കേട്ടോളൂ. അടുത്ത്, ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നു. പഠിച്ചവനെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മുസ്ലിമിന് കൊടുക്കാൻ പറ്റും. AP വേണം കൊടുക്കാം. കാരണം AP ഇല്ലാതാക്കാനുള്ളതായി ചൂലെടുത്ത് മൂപ്പരടിക്കാനുള്ളതായി അത് വേണം കൊടുക്കാം. എന്നാലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കൊടുക്കാൻ പറ്റുമോ? അപ്പൊ മറുപടി അപ്പുറത്ത് ലീഗിൽ മാത്രം പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? ഇയാൾ എന്നെ പറയാണ് ലീഗിൽ മാത്രം പ്രവർത്തിക്കണം എന്നാണ് സംസ്ഥാന നേതാക്കൾ പറയുന്നത്. ഇയാളെ വാദം പൊളിഞ്ഞില്ലേ? സംസ്ഥാന നേതാക്കൾ ലീഗിനെതിരാണെന്ന് ഇപ്പൊ പറയുന്ന അയാൾ തന്നെ പറയാണ് ലീഗിൽ മാത്രം പ്രവർത്തിക്കണം. എങ്ങനെയുണ്ട്? ലീഗിൽ മാത്രം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത്ര വിഷമിക്കണം. അടുത്തത് സനത് കൊടുക്കുന്നു. അത് സനത് കൊടുക്കുന്നു. സനത് തടഞ്ഞു വെക്കുന്നു. തടഞ്ഞു വെച്ചിട്ട് സക്കാഫിമാരുണ്ട്, നിങ്ങൾ തടഞ്ഞു വെച്ചു. പിന്നെ സനതുമാണ്. അങ്ങനെ സനത് ഉണ്ടാക്കി കൊടുക്കുന്നു. അത് AP ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പുറത്തെ സനത് തടയുന്നു. അങ്ങനെയുള്ള സനത് പിന്നെ തടയാനല്ല പറ്റുള്ളൂ. ഉണ്ടാക്കി കൊടുത്ത സനത് അത് പിന്നെ ആരെങ്കിലും വാങ്ങി വെക്കുവോ? പിന്നെ സുന്നി വിദ്യാഭ്യാസം, പച്ചക്കള്ളം സുന്നി വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ആ പേര്. പക്ഷെ അതിന് മറുപടിയുള്ള ജനറൽ വിദ്യാഭ്യാസം, ജനറൽ ഇസ്ലാം മത വിദ്യാഭ്യാസം. അങ്ങനെ ഉണ്ടോ നമ്മളിൽ? അപ്പൊ ഇയാൾ എന്തൊക്കെ ചെയ്യേണ്ട? ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലൊക്കെ വെറും ജനറൽ ഇസ്ലാം തന്നെ ഉള്ളൂ. സുന്നിന്ന് കൂട്ടിയിട്ടുള്ള ഇസ്ലാം ഉണ്ടാവണമെന്നില്ല. സുന്നിന്ന് കൂട്ടുന്ന തെറ്റല്ല, അത് എന്താണ് ബുദ്ധിയില്ലാത്ത പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു വൃത്തികെട്ടൊരു സംസ്കാരം. ഇതൊക്കെ ഞാനിത് വായിക്കുന്നത് സെൻസിംഗിൽ നിന്നാണ്. 990 എഴുതിയതാണ്. കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സെൻസിംഗ് ഇറങ്ങാറുള്ളത്, എഴുതാറുള്ളത്, ഇത്തരം കാര്യങ്ങൾ പറയാറുള്ളത്. അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കാറുണ്ട്. ഇതാ കേട്ടോളൂ. 13ാമത്തെ കാരണം രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള പണ്ഡിതൻ. അതിനിപ്പുറത്ത് കളിയാക്കുന്ന സംസ്ഥാന നേതാക്കളല്ല, ലീഗ് നേതാക്കളല്ല, മതത്തെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയക്കാർ. ഇതൊക്കെ എഴുതിയ കാന്തപുരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ആളുകൾ ഭയങ്കര ലീഗിനെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾക്ക് പിന്നെ ലീഗ് ഭയങ്കര ബന്ധമാണ്. എന്നിട്ട് പിന്നെ പറയുന്നെന്താ, കണ്ണിയത്ത് ഉസ്താദിനെ ഞങ്ങൾ സ്നേഹിക്കുന്നത് പോലെ ഈ SKSS സ്നേഹിക്കുന്നുണ്ടോ? എന്നാ ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെ കത്താണ്. ദുആ നിങ്ങൾ കേട്ടുള്ളൂ. ഇത് കണ്ണിയത്ത് ഉസ്താദിന്റെ കത്താണ്. എന്താ കണ്ണിയത്ത് ഉസ്താദിന്റെ കത്ത്? കാന്തപുരത്ത് ഇപ്പൊ പറയുന്നുണ്ടല്ലോ, കാന്തപുരത്തിന് അനുകൂലമായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്, കാന്തപുരത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ കേട്ടോളൂ. 1987 കണ്ണിയത്ത് ഉസ്താദ് നൽകിയ കത്താണ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ PO വാഴക്കാട് മലപ്പുറം ഡിസ്ട്രിക്ട് കേരള എന്ന് പറഞ്ഞ് പ്രസിഡന്റ് സമസ്ത കേരള ജനകീയ
ജമിയത്തുലമാകുന്ന തന്റെ ലെറ്റർ പേഡിൽ സ്വന്തം ഒപ്പിട്ട് ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നൽകിയ കത്ത് കേട്ടോളൂ. കാന്തപുരത്തെ അനുകൂലിക്കുന്നോ കാന്തപുരത്തിന്റെ ആളുകൾ എന്ന് പറയുന്നവരൊക്കെ കേട്ടോളൂ. നിങ്ങൾ ഇത് കേൾക്കേണ്ടതാണ്. കണ്ണിയത്ത് ഉസ്താദ് ആരുടെ പക്ഷത്ത് നിന്നു എന്ന് ഇത് തെളിയിക്കും. കേട്ടോളൂ. 1957 ജനുവരി 11 കോഴിക്കോട് വെച്ച് നടത്തപ്പെടുന്ന സുന്നി യുവജന സംഘം ജില്ലാ സമ്മേളനത്തിൽ സമസ്ത ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാരെയും മറ്റ് പ്രമുഖ ആലിമീങ്ങളെയും പങ്കെടുപ്പിക്കാതിരിക്കുന്നത് കാരണം ഞാനും പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കുന്നതല്ല. കണ്ണിയത്ത് ഉസ്താദ് എഴുതിയതാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ ലെറ്റർ ഹെഡിൽ അന്ന് തന്നെ അത് പത്രത്തിൽ വന്നു, ചന്ദ്രികയിൽ. കണ്ണിയത്ത് ഉസ്താദ് കാണാതെ വന്നതല്ല, കണ്ണിയത്ത് ഉസ്താദ് എഴുതി ഒപ്പിട്ട് കൊടുത്തത്. അതുപോലെ ഇതാ എന്റെ കയ്യിൽ കിടക്കുന്നു, കേട്ടോളൂ. എന്നിട്ട് കണ്ണിയത്ത് ഉസ്താദ് പറയാണ്, സമസ്തയുടെ എല്ലാ ആലിമീങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സുന്നി സമ്മേളനം ഫെബ്രുവരി മാസത്തിൽ കോഴിക്കോട് വെച്ച് നടത്തപ്പെടുന്നതാണ് എന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദിന്റെ ഒപ്പുണ്ട്. കയ്യൊപ്പഞ്ഞ, ചുണ്ടൊപ്പല്ല. നല്ല കണ്ണിയത്ത് ഉസ്താദിന്റെ ഒപ്പ് എല്ലാ രേഖയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒപ്പ് കണ്ണിയത്ത് ഉസ്താദ് നിങ്ങളുമായിട്ടൊരു ബന്ധമില്ല എന്ന് കണ്ണിയത്ത് ഉസ്താദ് അന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെയൊക്കെ പറയുന്നവർ പുതിയ ഒരുപാട് നാടകങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് മുട്ടി, ഞങ്ങൾക്ക് പൊടി കിട്ടി, മോഡി ഞങ്ങളെ പിടികൂടി എന്ന് പറയാറുണ്ട്. സത്യം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നുള്ള സത്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. കാരണം SSFന്റെ പ്രവർത്തകർക്ക് ഇതും ചോദിക്കട്ടോ വന്നു. നിങ്ങൾക്ക് ഇടപെടാം. ബോംബെയിലെ ജാലിയവാല എന്ന വ്യക്തിയിൽ നിന്ന് ഇവിടെയുള്ള പലരും പോയിട്ടുണ്ട്. കഴിഞ്ഞ 6-ാം തീയതി മർക്കസിൽ പോയി വെള്ളം കുടിക്കാൻ പോയ ഒരുപാട് ആളുകൾ. അവരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയത്? നിങ്ങളെ എന്തിനാണ് ഈ കാന്തപുരം വിളിച്ചു കൊണ്ടുപോയത് എന്ന് ബോധം അല്പമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ പോകുന്നത്? ഈ സംഭവം നടക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ്, ഒരു 1-1.5 മാസം മുമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പത്രക്കാരോട് പറഞ്ഞു, ഇതിന്റെ പേരിൽ ഞങ്ങൾ ഒരു പരിപാടി നടത്തുന്നില്ല, തിരികേശം എന്ന പേരിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നു എന്നല്ലാതെ ഒന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞ അതേ കാന്തപുരത്തിന്റെ അവരോട് ഞാൻ ചോദിക്കുകയാണ്, വിനയത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളെ നേതാവിനെ നിങ്ങൾ അംഗീകരിച്ചോളൂ, ഞാനും അംഗീകരിച്ചിട്ടുണ്ട് ഒരുപാട്. പക്ഷേ ഞാൻ വിട്ട ആ സ്ഥലത്തെത്തും വിടണം മാത്രം. അങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെട്ടാൽ വിട്ടുപോരാലോ. ഞാൻ ചോദിക്കട്ടെ SSFകാരോട്, ഞാൻ പ്രവർത്തിച്ചത്, സംഘടനയിൽ പ്രവർത്തിച്ചത് എന്റെ ആഖിറം രക്ഷപ്പെടണം എന്നൊരൊറ്റ ചിന്ത കൊണ്ട് മാത്രം. നിങ്ങളെ നയിക്കുന്നതും ആ കാരണം തന്നെയല്ലേ? അങ്ങനെ അതാണ് കാരണമെങ്കിൽ ആഖിറം നഷ്ടപ്പെടുത്തിക്കൊണ്ട ഒരാൾക്കും ഒരു സംഘടനയിലും പ്രവർത്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ ബോധ്യപ്പെടുന്നു ആഖിറം നഷ്ടപ്പെടും ആ സംഘടനയിൽ നിന്നാൽ. ഞാൻ തിരിച്ചറിഞ്ഞു. തെളിവുകൾ വേണോ? കോടതി പോലും പറയാൻ പറ്റുന്ന തെളിവാ. അത്രയും നല്ല ക്ലിയർ എവിഡൻസ് എവിടെയും വെക്കാം. ഞാൻ പറയാണ്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോടൊപ്പം നിന്ന് ഈ കേശം ഒറിജിനൽ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി കേരളം മുഴുവൻ ഓടി നടന്ന് പരിപാടികൾ പങ്കെടുക്കുകയും സംവാദം നടത്തുകയും സംവാദത്തിലെ മധ്യസ്ഥനാവുകയും ചെയ്തിട്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സംരക്ഷണത്തിനും ഗുണത്തിനും വേണ്ടി ഒരുപാട് നടന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ പറയും, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, രാമനലിയെ ഞങ്ങൾക്കറിയില്ല. കാന്തപുരം അങ്ങനെ രാമനലിയെ ഞങ്ങൾക്കറിയില്ല. ഞാൻ ജീവിതത്തിൽ ആകെ 2 പ്രാവശ്യം ഒരു പ്രാവശ്യം 2 എന്ന് പറഞ്ഞ ഇപ്പൊ കണ്ടത് 2000 പ്രാവശ്യം എനിക്ക് ഓർമ്മയില്ല. അത്രയും വേറെ പ്രാവശ്യം കണ്ട ഒരാൾ പറഞ്ഞത് ഒറ്റ പ്രാവശ്യം കുണ്ടൂരിൽ വെച്ച്. ഒരുപാട് സ്ഥലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കുണ്ടൂരിൽ വെച്ച് അതിന് മുമ്പാണ് ഇത് പറഞ്ഞത്. ഇത് ആദ്യം എന്നെ അറിയില്ല, എന്നെ കണ്ടിട്ടില്ല എന്നുള്ളത് നൗഷാദ് ഹസനെയാണ് പുറത്തു. ഞാനല്ല അതില്ല. അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പുറത്തു പറഞ്ഞു. പിന്നെ ഞാനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുണ്ടൂരിൽ വെച്ച് ഞാനും സഖാഫി ഉസ്താദും പങ്കെടുത്ത പരിപാടി ഞാനിത് വെല്ലുവിളിച്ചുകൊണ്ട് കാന്തപുരത്തോട് പറഞ്ഞിരുന്നു. പല വെല്ലുവിളികളും എടുത്തിരുന്നു. 2 ദിവസം കഴിഞ്ഞ് മൂപ്പരവിടെ വരുന്നു. മൂപ്പരവിടെ വന്നിട്ട് ഒരുപാട് കണക്കുകളൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു. അപ്പൊ പിന്നെന്ത്
അവിടെ നിന്ന് തീർത്തപ്പോൾ അത് പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്, ഈ രാമന്തണി എന്ന് പറഞ്ഞ ആളെ ഞാൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളത്, 2 മാസം മുമ്പാണ് കണ്ടത്. അത് കണ്ടത് ഒരു സൽക്കാരത്തിന് ഈ വ്യക്തി വിളിച്ചിട്ട് എന്നെ സൽക്കാരത്തിന് ക്ഷണിച്ച് അവിടേക്ക് കണ്ടത്. അയാളെ വിശ്വസിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സംഘടനയിൽ ഒരുപാട് കൈ മെയ് മറന്ന് ആത്മാർത്ഥമായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ദുരന്തം ഞാൻ ചെയ്തിട്ടില്ല. മൂപ്പര് സൽക്കാരത്തിന് ഇന്ന് വിളിച്ചിട്ടില്ല. ആ വിളിക്കാനുള്ള ദുർഭാഗ്യം, ആ ഒരു ദുരവസ്ഥ അല്ലാഹു എന്നെ പെടുത്തിയിട്ടില്ലായിരുന്നു. നമ്മുടെ അവസ്ഥ ഒന്നിച്ചിരിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ അയാളെ കണ്ടു എന്ന് പറഞ്ഞു, ഞാൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാറക്ക് കേൾക്കുന്നുണ്ടോ? യമാൻ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? യമാൻ ഉസ്താദ് മൈക്ക് പോയിട്ടുണ്ട്. മുബാറക്ക് ഇടവണ്ണയിലുള്ള യമാൻ ഉസ്താദ് കേൾക്കുന്നുണ്ടോ? രാമന്തളി സാഹിബിന്റെ നല്ലൊരു പ്രഭാഷണമായിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഹാലിളകി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ റിസാൻ ചെയ്യേ. മുബാറക്ക് DC ആണോ? അതായത് മമ്മൂട്ടിക്കൊക്കെ മൈക്കിൽ വരെ. മമ്മൂട്ടിക്കുണ്ടല്ലോ അവിടെ. മമ്മൂട്ടിക്കല്ലേ? ഒന്ന് റിസാൻ ചെയ്ത് വരെ. ഏതായാലും മാഷാ അല്ലാഹ് നമ്മുടെ ബഹുമാനപ്പെട്ട MT ദാരിമി ഉസ്താദ് ഓൺലൈനിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ വളരെ ഗഹനമായൊരു നല്ലൊരു വിഷയത്തിലുള്ള ക്ലാസ് ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം നൂറുൻ അലാ നൂർ എന്ന റബീഉ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്നത്തെ നല്ലൊരു വിഷയമാണ്. ഏതായാലും മുബാറക്ക് എത്തിയിട്ടുണ്ട്. മൈക്കിളിലേസ്. നിങ്ങൾ വായിച്ച സനതാണ് എന്റെ കയ്യിലുള്ളത്. നിങ്ങൾ കോട്ടക്കലിൽ പണ്ഡിത സമ്മേളനം എന്ന പേരിൽ വിളിച്ചു ചേർത്ത് 5000 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ തൂവള്ള വസ്ത്രധാരികളുടെ മുന്നിൽ നിന്ന് നിങ്ങൾ വായിച്ച സനതാണ് എന്റെ കയ്യിലുള്ളത്. അന്ന് തന്നെ ഞാനിത് കയ്യിലാക്കിയിട്ടുണ്ട്. അന്ന് മുതൽ ഇത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇത്രയും ആളെ മുന്നിലിരുത്തി കാന്തപുരം കളവറിയിലാന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. 5000 ആളെ മുന്നിൽ മൈക്കിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അയാളുടെ കളവ് പറയുന്ന ആരെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ പോലും അങ്ങനെ പച്ചയായി കളവറിയില്ല. ചാനലുകളുണ്ട്, അല്ലാതെ കാസറ്റ് റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്ന സ്ഥലത്ത് നിന്നാണ് കാന്തപുരം ഈ സനത് വായിച്ചത്. 45 പേരുള്ള സനത്, 45 ആളുകളുടെ പേരുള്ള സനത്. ഈ സനതിൽ കാന്തപുരം വായിച്ച ആദ്യത്തെ പേര് മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല, ബോംബെ. കാന്തപുരം പറഞ്ഞത് അയാളിൽ നിന്ന് എനിക്ക് മുടി കിട്ടി എന്നാണ്. രണ്ടാമത് കാന്തപുരം വായിച്ചത് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞ പേരുള്ള വ്യക്തിയാണ് റളിയല്ലാഹു അൻഹു ചൊല്ലേണ്ടത് ബോംബെക്കാരനാണ്. ഈ ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് വായിച്ച് കാന്തപുരം പറഞ്ഞു ആ മഹാനായ മനുഷ്യൻ. അങ്ങനെ ചെയ്ത് കുറെ ഇങ്ങനെ വായിച്ചു, ബാക്കിൽ അങ്ങനെ കൊണ്ടുവന്നു. എല്ലാം ഷെയ്ഖുമാരാണ്. അങ്ങനെ പോട്ടെ. അവസാനം കുറെ അമീറുൽ മുഅ്മിനീന്മാർ ചിലപ്പോൾ ഷിയാക്കളിലേക്ക് എത്തിയെന്ന് വരും. ശ്രദ്ധിച്ചു. സനത് നിങ്ങൾക്ക് പൊളിഞ്ഞു വരുമ്പോ പലതും പൊളിയും. ഒന്നാം ഭാഗം പിന്നെ പൊളിക്കുന്നുള്ളൂ. ചിന്തിച്ചു നോക്കൂ. ഈ സനത് ഞാൻ എടുത്ത് ഇതെല്ലാ സ്ഥലത്തും പറഞ്ഞു നടന്നു. പക്ഷെ ഒരിക്കൽ ബോംബെയിലെത്തിയപ്പോ മുഹമ്മദ് ഇക്ബാൽ ജാലിയവാല 60 ദിവസം പലപ്പോഴായി പോയിട്ട് ഒരു 60 ദിവസത്തോളം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നിച്ച് 2 മാസമല്ല, പലപ്പോഴായി. അവസാനം ചാനലുകളിൽ പുറത്തുവിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടുണ്ട്. 12 ദിവസം എല്ലാം. എനിക്ക് പറയാനുള്ളത് ആ രേഖകൾ മുന്നിൽ വെച്ച് അല്ലാത്ത ചർച്ചകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് SKSSFുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചക്ക് ആധികാരികമായി നിങ്ങളുടെ സംഘടനയുടെ ലെറ്റർ
കത്ത് എഴുതി വന്ന് ഒരു ചർച്ചക്കോ സംവാദത്തിന് തയ്യാറുണ്ടോ? സാക്ഷാൽ കാന്തപുരത്തിന് വരാം, പേരോടിന് വരാം, ആർക്കും വരാം. ഉത്തരവാദിത്തപ്പെടുത്തിയ ആളാവണം മാത്രം. മാത്രം ഞങ്ങൾ ഉത്തരവാദിത്തപ്പെടുത്തി എന്ന് പറഞ്ഞു വരണ്ട. കത്താണ് യൂട്യൂബ് വെല്ലുവിളിച്ചിട്ട് അതോ നിങ്ങൾ വന്നാൽ ഞാൻ സംഘടനയായിട്ട് വേണമെന്നില്ല. ഞാനായിട്ട് റെഡിയാണ്. നിങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ നിങ്ങൾ ചിലപ്പോൾ അവർ തള്ളു, എന്നെ തള്ളിയിട്ടില്ല, പിന്നെ നിങ്ങളെ തള്ളാൻ അതുകൊണ്ട് നിങ്ങളെ സംഘടന എനിക്ക് തന്നിട്ടില്ല. അങ്ങനെ സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഈ സനതടക്കം കേരളത്തിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളെയും, എല്ലാ തോന്നിവാസങ്ങളെയും, എല്ലാ അനിസ്ലാമികതകളെയും മുന്നിൽ വെച്ച് സംവാദം നടത്താൻ തയ്യാറാണ്. ഒരു പേടിയുമില്ല. ഇനിയിപ്പോ സംഘടനക്ക് അപ്പുറത്ത് ഞാൻ പറയട്ടെ, ചിലപ്പോൾ നിങ്ങൾ നാളെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിപരമായ ആരോപണങ്ങളും ഒരുപാട് സാമ്പത്തിക ക്രമക്കേട് എന്ന് പറഞ്ഞ കള്ളത്തരങ്ങളാണ്. പച്ചപ്പൊള്ളാണെങ്കിൽ നിങ്ങൾക്ക് അതേ പറയാൻ കഴിയുള്ളൂ. ഇനിയൊരു മറുപടി വെച്ചാൽ അവസാനം വന്നിട്ട് പറയും ഇതിനൊന്നും മറുപടി ഇല്ല. ഇങ്ങനെ കുറച്ച് ആരോപണങ്ങളിലേക്ക് പിന്നെ പറയും ഞങ്ങൾ ഉസ്താദ് കാശ്മീരിൽ പോയിരുന്നു, ഗുജറാത്ത് പോയത്. ഇപ്പൊ പറയാറില്ല, മോഡിന്റെ മേലിൽ പിടിച്ചു കെട്ടുന്ന പേടിച്ച് ഇപ്പൊ അത് പറയാറില്ല. ഞങ്ങൾ ഉസ്താദ് കാശ്മീർ പോയി. എന്തിനാ ചങ്ങന്മാർ അങ്ങനെ നമ്മളൊക്കെ ഇവിടെയൊക്കെ പോകാം? നമ്മൾ അമ്മായിമാരെ വീട്ടിലൊക്കെ നമ്മൾ പോകാറില്ല. അതൊക്കെ പറയും ഇവിടെ കേസറ്റായിക്കൊണ്ട്. കാന്തപുരം പോയത് ഇവിടെ എന്താ കാര്യമായിട്ട് പറയതാണ്? കാന്തപുരം ഉസ്താദ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇതാ കടന്നു പോകുമ്പോ പിന്നിൽ പോലീസ്, മുന്നിൽ പട്ടാളം, ചുറ്റും പട്ടാളം. പഠിച്ചോനെ സംസ്ഥാന അലിമിങ്ങളെ ജയിലിലും അല്ലെങ്കിൽ കണ്ണിയത്ത് ഉസ്താദും ഷംസുലുമൊക്കെ നടന്നുപോയ കാലഘട്ടത്തിൽ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും അവരെ ഉണ്ടായിരുന്നത് ആരാണ്? ഔലിയാക്കളാണ്, പോലീസല്ല. പോലീസ് വിഭാഗത്തിൽ കാണാറുണ്ട്. ഒന്ന് രാഷ്ട്രീയക്കാർ, അതവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും ഇവിടുത്തെ സാമൂഹിക സിറ്റുവേഷൻ അങ്ങനെയാണ്. അത് ഇത് കാണുന്നത്. പിന്നെ ഉള്ളവരെ കയ്യിൽ ചിലപ്പോൾ ചങ്ങലയും കാണാം. രണ്ടാമത് പോലീസും പട്ടാളമൊക്കെ കൂടാൻ. പോലീസ് പോരാഞ്ഞ് പട്ടാളവും കൂടെ ഉണ്ടെങ്കിൽ അവൻ ലോകത്തെ ഏറ്റവും വലിയ കേടി. ഏറ്റവും ചുരുങ്ങിയ 40 കോടിന്റെങ്കിലും കളമാണ്. അങ്ങനെയുള്ളവരാണ് പോലീസും പട്ടാളവും. സാമ്പത്തികമായ ഉയർച്ചയും പോലീസും പട്ടാളവും കാവലേക്കുന്നതാണോ മഹത്വം? ഇനിയിപ്പോ നാളെ പറയും ഞങ്ങൾ ഉസ്താദിന് ഹെലികോപ്റ്റർ ഇടുന്നുണ്ട്. ഞങ്ങൾക്കൊന്നേ പറയുന്നത് താഴെയുള്ളവർക്ക് കാണാം. ഹെലികോപ്റ്റർ ഒന്നും നിങ്ങൾക്ക് പിരിവെടുത്താം. ഹെലികോപ്റ്ററിന് ഹെലിപ്പാഡ് മുബാറക്ക് വേണ്ടേ? ഹെലികോപ്റ്റർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഹെലിപ്പാഡും വേണ്ട. ഇത് ഇറക്കേണ്ട എവിടെയും കൊണ്ടുവന്നിട്ട് മേലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് കളിച്ചിട്ട് കാര്യമില്ലല്ലോ. അതും തട്ടിപ്പാടി. ഒന്ന് സക്കാഫിമാരൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്. ചിലപ്പോൾ എവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാജിവെച്ച് പുരുവാണെങ്കിലോ നമുക്ക് കൂട്ടിക്കൊണ്ടുപോകണമല്ലോ. അപ്പൊ അങ്ങനെ ഈ ഹെലികോപ്റ്ററും ഹെലിപ്പാടും അയാളുടെ വറവാണ് എടുത്ത് കാണിക്കുന്നത്, അല്ലാതെ ഇമാതിരി പണിയല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മളെ അമ്മായിമാരെ കാണാൻ നമ്മളും പോകാറില്ലേ? എന്തിനാ കാന്തപുരം പോകുന്നത്? പലതിനാവാം. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സീമന്തപുത്രൻ മസ്ഹരി രണ്ടാമത് കല്യാണം കഴിച്ചത് കാശ്മീരിൽ നിന്നാണ്. കാണാൻ പോകണമെന്ന് പറഞ്ഞ പോലെ 2 കുട്ടികളുണ്ടല്ലോ. ഞങ്ങൾ അതിനെതിരൊന്നുമല്ല. കാശ്മീർ തീവ്രവാദികളുടെയും പട്ടാളത്തിന്റെയും പോലീസിന്റെയും വെടി മുത്തി മുസ്തഫ റസൂലിന്റെ നൂറാനിയത ഒളിതൂകിയാലും ദുനിയാവിൽ ആനന്ദവീലാകനാളി അസ്സലാത്തു വസ്സലാമു
عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير الورى അമ്മിയുത്താനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ച് നടക്കും. കാന്തപുരം പറഞ്ഞു കേട്ടിട്ട് കേരളം മുഴുവൻ അമ്മിയൊത്തില്ല. ഇപ്പൊ അങ്ങോട്ട് വെല്ലുവിളിച്ചപ്പോ പറയാറുള്ളത് ഞങ്ങളെ പണിക്കില്ല, ഞങ്ങളെ പണിക്കില്ല, ഞങ്ങൾ സംവാദത്തിനില്ല എന്ന് മാത്രമല്ല, ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഈ അടുത്ത് വന്ന് ഇവർ പ്രസംഗിച്ചു. അവിടെയുള്ള SKSSF കുട്ടികൾ തന്റെ അടുത്തോടെ പോയി പ്രസംഗം നടക്കുമ്പോൾ തന്നെ മറുപടി പറയാൻ ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം തരണം എന്ന് പറഞ്ഞു. മറുപടിയില്ല. പരിപാടിക്ക് ശേഷം ബന്ധപ്പെട്ടപ്പോ ഈ പ്രഭാഷകൻ പോകാനായിട്ട്, അതുകൊണ്ട് അയാൾക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞ് പോയപ്പോ കുട്ടികൾ ചൂടായി. അവിടുത്തെ പ്രധാന SSF-കാരൻ അപ്പൊ എന്താ ചെയ്തത്? അയാൾ മാനവികത ഉയർത്തി. തുണി പൊന്തിച്ചു കാണിച്ചു. SSF-ന്റെ നേതാവ് നിഷേധിക്കാൻ കഴിയില്ല, ഇത് കുട്ടികളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷേ SKSSF മാന്യന്മാരായതുകൊണ്ട് അത് ഫേസ്ബുക്കിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞുതരാലോ, ഞാൻ തെളിയിച്ചു തരാം. ഞാൻ വെല്ലുവിളിക്കാണ് SSF-കാരെ. എവിടെയാണെന്നുള്ള ഏകദേശം നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞിട്ടുണ്ടോ SSF-കാർക്ക്? സിദ്ദീഖ് സഖാഫി അരിയൂര് പ്രസംഗിച്ച സ്ഥലമാണത്. അയാൾക്കാണ് ഈ കാണിച്ചു കൊടുത്തത്. അപ്പൊ ഞങ്ങൾ മറുപടി നടത്തി. മറുപടി പരിപാടിയിൽ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു. മുഖാമുഖത്തിന് വെല്ലുവിളിച്ചു. ഒരൊറ്റ ചോദിക്കാൻ ഞങ്ങൾ തോന്നില്ല. മറ്റേ എല്ലാവരും വരും. ഒരാൾ വന്ന ഒരു മൂല്യം, അയാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ ഏജിലെ മൂപ്പർക്ക് സ്റ്റേജിൽ അവസരം കൊടുത്തു. ചോദ്യം ആദ്യ ചോദ്യത്തിലൊന്നാണ്. അപ്പൊ കക്കുപ്പട്ടി അഷ്റഫിയാണ് ഉണ്ടായിരുന്നു എന്റെ കൂടെ. അഷ്റഫി കുറെ ക്ലിപ്പിട്ടിട്ട് ഐക്യത്തിലാവണമെന്ന് ഉപയോഗിച്ചു. ലാസ്റ്റ് ഉപയോഗിച്ച് അതിന് മറുപടിയില്ല. അത് നമ്മൾ ചോദ്യമാക്കി മാറ്റി. അതിന് ഉപയോഗിക്ക് മറുപടിയില്ല. അതോടെ ഉപരി നിർത്തി പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു മറുപടി പരിപാടി നടത്തുകയാണെങ്കിൽ ഈ മറുപടി പരിപാടിയിൽ ചോദ്യം ചോദിക്കാൻ അവസരം തരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നടത്തുന്നതിനെ നാട്ടുകാർ അംഗീകരിക്കുകയുള്ളൂ. മാത്രമല്ല ചോദ്യകർത്താവ് ആരാന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. രാമന്തലിയ ചോദ്യം ചോദിക്കാൻ വരിക ഞാൻ തന്നെയാണ്. ഇനി വേണ്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ പ്രസംഗിക്കാനല്ല രംഗത്ത് വന്നത്. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് രംഗത്ത് വന്നത്. നിങ്ങൾക്കെതിരെ രംഗത്ത് ഒരു തീരുമാനിച്ചത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ നാട്ടിൽ ഒരു പരിപാടി നടത്തൂ, അല്ലെങ്കിൽ അലിക്കൂട് നടത്തൂ, മർക്കസിന്റെ മുന്നിൽ നടത്തൂ. എന്നിട്ട് എനിക്ക് എന്റെ സംശയം തീരുവോളം ചോദ്യം ചോദിക്കാൻ നിങ്ങൾ സാധാരണ പറയുന്നത് പോലെ മൈക്ക് തരാൻ തന്റെ ഉണ്ടോ? എന്റെ സംശയം തീരുവോളം, അഥവാ അനുവദിക്കപ്പെടുന്ന സമയം ആയിക്കോട്ടെ. 9:45 വന്നിട്ട് 10 മണി വരെ സമയമുള്ളൂ എന്നല്ല പറയുന്നത്. 7 മണിക്ക് തുടങ്ങുമ്പോ ഞാൻ ചോദിക്കാൻ നേരല്ലേ ഒരു 7:30 വിഷയാവതരണം അരമണിക്കൂർ നടത്തിക്കോളൂ. 7:30 മുതൽ 10 മണി വരെ മൈക്ക് തന്നാൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കാന്തപുരം വിഭാഗത്തിന്റെ ഖിയാമത്ത് ഉറപ്പൊരു സംശയമില്ല. ഞാൻ എല്ലാ രേഖയും കൊണ്ടുവരും. എല്ലാവരും ഫോട്ടോസെറ്റ് ഉണ്ട്. നിങ്ങൾ ഇത്ര പിടിച്ചു വെച്ചാലില്ല ഒറിജിനൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ വിഭാഗം ഇതിൽ എവിടെയെങ്കിലും ഒരു SSF-കാരനുണ്ടെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഇതാ പറയാൻ പോകുന്ന ഞെട്ടിക്കുന്ന ഈ കഥയെ പറ്റി ചോദിക്കാം. കാന്തപുരം സനദ് വായിച്ചു. ഈ സനദിലുള്ള ജാലിയവാലയുടെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു, നിങ്ങൾ കാന്തപുരത്തിന് സനദ് കൊടുത്തുകൊള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു ഞങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ നിങ്ങൾ പിന്നെ ഈ സനദ് ഏതാണ്? അപ്പൊ അയാൾ അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയും. അയാൾ പറഞ്ഞു 40 കൊല്ലം മുമ്പ് എന്റെ പിതാക്കളിലൂടെ കിട്ടിയ പരമ്പരയായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാനിത് തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, രേഖ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും വെറുതെ ഒന്നുകൂടി ചോദിച്ചു. എന്നാലും ഇങ്ങനൊരു സനദുണ്ട്. ഈ സനദിൽ രണ്ടാമത്തെ ആളുടെ പേര് ഗുലാം അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ്. ഇയാളെ നിങ്ങൾക്ക് അറിയുന്നത്? അയാൾ അറിയില്ല. നിങ്ങളെ കുടുംബത്തിലുണ്ടോ? ഇല്ല. അങ്ങനെ ഒരാളല്ല. അപ്പൊ ഉടനെ തന്നെ ഞാൻ ആരിഫ് ബറക്കാത്തിനെ കണ്ടെത്തി. കാന്തപുരത്തിന് മുടി ഇയാളിന് വാങ്ങി കൊണ്ടുകൊടുത്തത് ആരിഫ് ബറക്കാത്തി സയ്യിദാണെന്നാണ് കാന്തപുരം പറഞ്ഞത്. ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ സയ്യിദാണോ? ആരിഫ് ബറക്കാത്തി പറഞ്ഞു ഞാൻ അങ്ങനെ സയ്യിദല്ല, പച്ചനാണ്. പിന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു
നമ്മുടെ ആൽബം തൊട്ട് എല്ലാവരും വാങ്ങണതാ. സഖാഫി സമ്മേളന ആൽബാണിത്, എല്ലാവരും വാങ്ങണം. അങ്ങനെ ഈ വ്യക്തിയോട് ഞാൻ ചോദിച്ചു, പിന്നെ ഇങ്ങനെ സനത് വന്നു. അപ്പൊ ഇയാള് പറഞ്ഞു, സനത് കിട്ടാൻ വേണ്ടി കാന്തപുരം എന്നോട് ഏൽപ്പിച്ചിരുന്നു, ചോദിക്കാൻ 2 ലക്ഷം കൊടുക്കാന്ന് പറയണം. അങ്ങനെ ഞാൻ ജാലിയവാലയോട് പറഞ്ഞു, കാന്തപുരം പറഞ്ഞിട്ടുണ്ട് 2 ലക്ഷം രൂപ തരാം, സനത് തരുമോന്ന് ചോദിച്ചു. പിന്നെ ഇല്ല എന്ന് പറഞ്ഞപ്പോ 5 ലക്ഷം പറഞ്ഞു. 5 ലക്ഷത്തിനും ഇല്ല എന്ന് പറഞ്ഞപ്പോ നേരെ കാന്തപുരത്ത് വിളിച്ചു. കാന്തപുരം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്ന ഏതെങ്കിലും എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ ബോംബെയിൽ ഷാറ് മുബാറക് ഉണ്ടെങ്കിൽ അവരെ കയ്യിലുള്ള ഒരു സനത് അയച്ചു തന്നാൽ മതി. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ ആരിഫ് ബർക്കാത്തി എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു സനത് കണ്ടെത്തി, ഗുലാം അബ്ദുൽ ഖാദറിന്റെ സനത്. അത് കാന്തപുരത്തിന് അയച്ചു കൊടുത്തു. ആ സനത് അതിന് അരികും പിടിയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കാന്തപുരം അത് അവതരിപ്പിച്ചു. അതാണ് കേരളത്തിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത്. ഞാൻ ഉടനെ തന്നെ ഈ ഗുലാം അബ്ദുൽ ഖാദറിന്റെ അടുത്ത് പോയി. ഗുലാം അബ്ദുൽ ഖാദറിനോട് ഞാൻ ചോദിച്ചു, എന്താണ് അവസ്ഥ, ഇതിനെക്കുറിച്ച് വിശദീകരണം തേടി. ഗുലാമിന്റെ മുന്നിൽ ഈ പേപ്പറിലെ ഇതേ സനത് ഇങ്ങനെ മടക്കി വെച്ചു, ജാലിയവാലിന്റെ പേര് മടക്കി വെച്ച് ഞാൻ കാണിച്ചു കൊടുത്തു. അയാൾ ഒറ്റ നോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്റെ സനദാ, എന്റെ സനതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ഈ പേപ്പർ കൃത്യമാക്കിയിട്ട് വീണ്ടും നേരെയാക്കിയിട്ട് ഒന്നുകൂടി കൊടുത്ത് വായിക്കാൻ പറഞ്ഞപ്പോ ഇയാള് മേലെ വായിച്ചു. ഗുലാം അബ്ദുൽ ഖാദർ വായിക്കാണ് മേലെ മുഹമ്മദ് ഇഖ്ബാൽ ജാലിയവാല പേര് കണ്ടപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് ഇയാൾ അറിയില്ല. എനിക്ക് ഇയാൾ അറിയില്ല. ആദ്യത്തെ പറഞ്ഞത് കാന്തപുരം പറഞ്ഞത് എനിക്ക് എന്റെ സനദിതാണ്, എനിക്ക് ഷാറ് മുബാറക് കിട്ടിയ സനദിതാണെന്ന് കാന്തപുരം പറഞ്ഞ അതേ സനദിലെ 2 വ്യക്തികൾ പറയുന്നു പരസ്പരം ഞങ്ങൾ തമ്മിൽ അറിയില്ല എന്ന്. കാന്തപുരം പറയുന്നു, ഇവർ മുഖേനയാണ് ഞങ്ങൾക്ക് സനദ് കിട്ടിയത്, എനിക്ക് ഷാറ് കിട്ടിയത്. എനിക്ക് ഓർമ്മ വന്നത് ആ പഴയ കഥയാണ്, പണ്ട് പോസ്റ്റ്മാൻ കൊണ്ടുപോയ കത്തിന്റെ കഥ. പോസ്റ്റ്മാൻ ഒരു കത്തും കൊണ്ടുപോകുമ്പോ ചെറിയൊരു കാർഡ് കണ്ട അയാൾക്ക് ഒരു കൗതുകം തോന്നി. ഈ കത്തിലുള്ളത് എന്താ, എനിക്കിവിടെ സുഖം തന്നെ, അവിടെ നമുക്കും സുഖമെന്ന് കരുതുന്നു, നിർത്തട്ടെ. അപ്പൊ പോസ്റ്റ്മാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്താ ഇത്, അയാൾക്ക് അവിടെ സുഖം, ഇയാൾക്ക് ഇവിടെയും സുഖമുണ്ട്, പിന്നെ ഇതെന്തിനാ ഞാൻ കൊണ്ടുകൊടുക്കുന്നു, എനിക്ക് രോഗായോ. ഉടനെ അയാളത് കയറിയത്. അതുപോലെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഗുലാം അബ്ദുൽ ഖാദർ പറയാണ് എനിക്ക് ജാലിയവാലിനെ അറിയില്ല, ജാലിയവാല പറയുന്നു എനിക്ക് ഗുലാമിനെ അറിയില്ല, കാന്തപുരം പറയുന്നു എനിക്ക് ഇയാൾ അറിയാം. അപ്പൊ ഞാൻ ഈ രോഗിയായ ഇതൊരു വല്ലാത്ത അനുഗ്രഹവും ഭാഗ്യവുമായി ഞാൻ കാണുന്നു. റബ്ബിനെ സ്തുതിക്കുന്നു 1000 തവണ. ഇത് കാന്തപുരത്തിന്റെ അനുയായികളായ പ്രവർത്തകരോടെങ്കിലും പറയാനുള്ളത്, നിങ്ങളുടെ വികാരമാണ്, എന്റെ കുടുംബപരമായ വികാരമല്ല, വിശ്വാസ പ്രേരിതമായ തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പഠിപ്പിച്ചു തന്ന ദൈവത്തിന്റെ പരിധിക്കുള്ളിൽ ഞാൻ പഠിപ്പിച്ചു. അതേ പരിമിതി പറഞ്ഞുള്ളൂ. ആ ദേഷ്യം കൊണ്ട് ആരെങ്കിലും തുറക്കൂ, കണ്ണുകൾ ഒരുപക്ഷെ നീ തുറക്കൂല എന്ന് എനിക്കറിയാം, എന്നെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം ഉണ്ടാവും, എന്നാലും കാതെങ്കിലും തുറക്കും. എന്നിട്ട് ഈ സനദിലെ ഈ വ്യാജമായ ഉണ്ടാക്കിയതിന്റെ കഥ ഞാൻ ഈ പറഞ്ഞത് ഞാൻ നിഷേധിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ SSFകാരുവാ, അള്ളാഹ് സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, റബ്ബിനെ സാക്ഷി നിർത്തി പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഓഡിയോനെ സാക്ഷി നിർത്തിയിട്ടില്ല, നിങ്ങൾ പേര് നേതാക്കൾ എന്നിട്ട് വരി, ഈ പറഞ്ഞൊരു സംവാദത്തിനോ ചർച്ചക്കോ തയ്യാറുണ്ടെങ്കിൽ അവിടെ ഞാൻ അത് തെളിയിക്കും, വെല്ലുവിളി. അപ്പൊ അതുകൊണ്ട് SSFകാരൻ ചിന്തിക്കണം, ആരോടെങ്കിലുമുള്ള വിദ്വേഷം നിങ്ങൾ അവസാനിച്ചു പോയിട്ട് അവസാനം റബ്ബിന്റെ കോടതിയിൽ നിന്ന് കൈകടിക്കേണ്ട അവസ്ഥ വരണ്ട. ഒരുപക്ഷെ നാട്ടിൽ SSFകാർ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പം പറയുന്നത് സത്യം. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ സുന്നി സെന്ററിന്റെ സെക്രട്ടറി അല്ലേ, ഞാൻ ഇവിടുത്തെ SSFന്റെ പ്രസിഡന്റ് അല്ലേ, ഞാൻ ഇവിടുത്തെ വളണ്ടിയറായ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ നേതാവല്ലേ, സ്നേഹസംഘത്തിലെ മെമ്പർ, ഞാൻ ഈ സംഘടനയുടെ ജില്ലാ നേതാവല്ലേ, ഇവിടുന്ന് ഞാൻ അങ്ങനെ മാറ്റി പറഞ്ഞാൽ മോശമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. മോനെ, അത് വിശ്വാസിയുടെ ചിന്തയല്ല. വിശ്വാസിയുടെ ചിന്ത എന്താ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ട അപ്പോ അത് തുറന്നു പറഞ്ഞ് തൗബ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ബോധ്യപ്പെട്ടു, ഞാൻ പറഞ്ഞല്ലോ 26 കൊല്ലം നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ഈ ക്രൂര വിനോദങ്ങൾ ചെയ്ത പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് അത് തെറ്റാന്ന് തോന്നിയപ്പോ പുറത്തു വന്ന് പണ്ഡിതന്മാരോട് മാപ്പ് പറയാനും സമൂഹത്തോട് മാപ്പ് പറയാനും തയ്യാറായപ്പോ എന്റെ മനസ്സിന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്കൊരു ഭയമില്ല, എന്റെ പേരിൽ ഒരു നാണക്കേടില്ല. ഞാൻ കാണുന്ന
മുഅ്മിന്റെ ക്വാളിറ്റിയാണ്, മുഅ്മിനിന്റെ ഗുണാണത്. ആ ഗുണം ഞാൻ ഉൾക്കൊള്ളുന്നു, അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇപ്പൊ എനിക്ക് പറയുമ്പോൾ എന്ത് സന്തോഷമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു വിഷമം വരില്ല, തൽക്കാലം നിങ്ങൾക്ക് തോന്നിപ്പോകും. പക്ഷേ വേറൊന്നുണ്ട്, ഇതിന്റെ മുന്നിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് പ്രിയപ്പെട്ട സുഹൃത്തേ, പടച്ചവനെ ഞാൻ എന്റെ ജിഷാനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഞാനല്ല തന്നെ പറഞ്ഞിട്ടില്ല, ഞാൻ നിഷേധിച്ചിട്ടില്ല എന്ന് പൊന്മള നാളെ പറയും. അതുകൊണ്ട് അവരൊന്നും രക്ഷപ്പെടുത്തു എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ഇയാളെ പിന്നെ നിൽക്കാൻ പോകണ്ട. പിന്നെ പൊന്മള ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുക പലരും. അതൊക്കെ സാധാരണ പരിപാടിയാണ്. അത് മൂപ്പര് ചെയ്യും, മറ്റേത് മൂപ്പര് ചെയ്യും. പിന്നെ ഇപ്പൊ പലരും പറയുന്നുണ്ട് രാമന്തളി ശക്തമായി രംഗത്ത് വന്നതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായി, ഈ പ്രാവശ്യം ഞങ്ങളെ പരിപാടി ഭയങ്കര വിജയം. രാവിലെ തന്നെ എനിക്ക് കിട്ടി. 6-ാം തീയതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാർ കാണാൻ പോകുമെന്ന് പറഞ്ഞു പോയ മദീനയിൽ പോയ ഒരുപാട് സുഹൃത്തുക്കളില്ലേ, മദീനയിൽ ചെന്ന് റസൂലുള്ളാഹി തങ്ങളുടെ സദസ്യത്തിലേക്ക് എത്തുന്നതിന്റെ കിലോമീറ്ററുകൾ ഇപ്പുറത്തുനിന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കില്ലേ, നമ്മൾ അറിയാതെ നിയന്ത്രിച്ചു പോയില്ലേ. നമുക്കപ്പോ ഫോൺ എടുത്തൊരാളെ തെറി വിളിക്കാൻ തോന്നുന്നു. എന്നെ രാവിലെ തന്നെ വിളിക്കും. അന്ന് ഞങ്ങൾ പത്രസമ്മേളനത്തിന് ഇറങ്ങാൻ അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രാവിലെ പുലച്ച ചീത്ത. അപ്പൊ ആരാ വിളിക്കുന്നത്? SKSFകാരനാണ് വിളിക്കുന്നത്. SKക്കാരായ ഞങ്ങൾക്ക് നീ ആപത്തുണ്ടായില്ലേ, നിന്നെ കൊണ്ട് ദ്രോഹമായില്ലേ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ മോനെ SKSF എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പൊ തന്നെ ഒരു സംഭവം മനസ്സിലായി. പിന്നെ പറഞ്ഞിട്ട് ചൂടായിട്ട് കുറെ ചീത്ത പറഞ്ഞു. നിന്റെ കാരണം കൊണ്ട് ഇവിടെ എത്ര ആളുകൾ കൂടിയും ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കൂടി. ഞാൻ എവിടെ മർക്കസിൽ എന്തിനാ കൂടിയാന്ന് കാണാൻ വേണ്ടി. ഞാൻ എന്ത് കാണാൻ? ഷെയർ മുബാറക്ക് കാണാൻ. SKക്കാരാ നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ഷെയർ മുബാറക്ക്? അതിലും മുമ്പ് മനസ്സിലായി, ഇതെനിക്ക് തിരിഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിന്റെ ഗുരുവാവണ്ടാവണം, നിന്റെ ശിഷ്യനാവനാവന. ഞാൻ പഠിച്ചത് ഇവനേക്കാളും നേരിട്ട് മറ്റേ ആളെടുത്തല്ലേ, ഇവനൊക്കെ ഏജൻസി ആയിരിക്കും. അപ്പൊ ഞാൻ നന്നായി പറഞ്ഞപ്പോ ഇയാള് പുളിച്ചെറി. അപ്പൊ ഞാൻ ചോദിച്ചു, നീ കളവ പറയുന്നത്, അവിടെ ആരുമില്ല. അപ്പൊ അവനോട് ഉറപ്പിച്ച് ചോദിച്ചു, നീ ഇവിടെ ഉള്ളു പുറച്ച് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ മർക്കസിൽ തന്നെ ഉള്ളത്, ഞാൻ മർക്കസിൽ തന്നെ ഉള്ളത്. അപ്പൊ എല്ലാ ശബ്ദമൊക്കെ ക്ലിയർ ആണ്, സംസാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മതി ഇനി വെച്ച് എനിക്ക് എത്ര ആവശ്യമുള്ളൂ, മർക്കസിലാന്ന് ഉറപ്പിക്കേണ്ട ആവശ്യം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷെയർ മുബാറക്ക് കണ്ട് അതിന്റെ വെള്ളം കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയൂല. റസൂലുള്ളാഹിന്റെ ഹദറത്തിലെ പോയെങ്കിൽ ഓനോടും തെറി വരൂല. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യം. ഇതിന് ന്യൂട്ടന്റെ ബുദ്ധിയൊന്നും വേണ്ട. അവിടെ നിങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിലായിരുന്നു പോയിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തെറി വിളിക്കാൻ അവിടുന്ന് കഴിയുമായിരുന്നില്ല, ഒരിക്കലും കഴിയില്ല. അപ്പൊ അങ്ങനെ വിളിക്കുന്ന ആളുകളാണ്. എന്ത് പറയുമ്പോഴും ഇങ്ങനെ തെറി ഇങ്ങനെ നീട്ടി വിളിച്ചിട്ട് സംസ്കാരം പറയുന്ന ഈ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഹബീബിന്റെ പേരും പറയുന്ന കാന്തപുരങ്ങളെ പറ്റി ചോദിച്ചത്. നിങ്ങൾ ഇയാളെ വിശ്വസിച്ച് ഇനിയും അവിടെ കൂടിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. ഇത് പറയുമ്പോൾ അതിന്റെ ഭീഷണികൾ ഉണ്ടാവും. ഉസ്താദിന്റെ കുരുത്തക്കേട് കിട്ടുമെന്നൊക്കെ പറയാം. ഉസ്താദിന്റെ കുരുത്തക്കേട് വല്ലാത്ത കുരുത്തക്കേടാണ്. അബ്ദുൽ ബാരി സ്ഥാനി കിട്ടിയ അത്രയൊന്നും കിട്ടൂലല്ലോ. ഉസ്താദിന്റെ മരുമോൻ എന്ന് പറയുന്ന അബ്ദുൽ ബാരി സ്ഥാനി കിട്ടിയ അത്രയൊന്നും കിട്ടൂലല്ലോ ഞങ്ങൾക്ക്. ഏതായാലും അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. അത് പറഞ്ഞ ഉടനെ ഇപ്പൊ എന്റെ സമയം കഴിയാൻ പോകണം. 10-15 ദിവസം ബാക്കിയുള്ളൂ. 3 മാസമാണ് എനിക്ക് സമയം തന്നത്. പരസ്യം വിളിച്ച് ഉസ്താദിനോട് കളിച്ചാൽ നിന്റെ അങ്ങനെ അവിടെ ഇങ്ങനെ കുരുത്തക്കേട് ഇട്ടു. ഞാൻ കുരുത്തക്കേട് അയാൾക്ക് അതല്ലേ തരാൻ പറ്റുള്ളൂ. എന്നോട് ഇപ്പൊ ഒരു 5 ലക്ഷം ഒന്നും ചോദിച്ചാൽ എനിക്ക് തരാൻ കഴിയില്ല, 1000 ചോദിച്ചാൽ എനിക്ക് തരാൻ കഴിയില്ല. കാരണം എന്റെ കയ്യിലുള്ളതല്ലേ തരാൻ. അപ്പൊ കാന്തപുരത്തിന്റെ കയ്യിലുള്ളതല്ലേ കാന്തപുരത്തിന് തരാൻ കഴിയുള്ളൂ. അപ്പൊ മുപ്പര് കുരുത്തക്കേട് തരും, ശരി തന്നെയാണ്. പക്ഷെ സൈനുലുലമയോടൊക്കെ പറയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഉസ്താദിന്റെ കുരുത്തക്കേട് കാരണം 3 മാസം കൊണ്ട് നീ ക്യാൻസർ പിടിച്ച് മരിച്ചൂടാ. ഞാൻ സഹിച്ചു. ഇനി കുറച്ച് ദിവസം ബാക്കി മരണത്തിന്. ഏതായാലും അള്ളാഹ് കണക്കിന് എന്തെങ്കിലും നിർവഹിക്കുക. കാരണം എപ്പോഴായാലും മനുഷ്യൻ രുചിച്ചു നോക്കണമെന്ന് പഠിച്ചിട്ട് മുഅ്മിനായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കും നമ്മൾ. ഞാൻ അയാളോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഞാൻ പ്രശംസിക്കുന്നു. കാരണം എന്താ, എന്നോട് ഇത്ര കൃത്യമായി 3 മാസം മുമ്പ് തന്നെ പറഞ്ഞ് അറിയിച്ചല്ലോ. അത്ര ഉൾക്കാഴ്ച നിൽക്കണ്ടായിരുന്നു. അത് വലിയൊരു കാഴ്ചയാണ്. കാരണം എന്താ, ഒരാൾ മരിക്കും, നീ മരിക്കാൻ പോവാണെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? നമ്മൾ നേരെ കടകൂട്ടാൻ പോലാണോ? അല്ല നമ്മളെ ഷോപ്പിലേക്ക് പുതിയ സാധനങ്ങൾ വാങ്ങിയിടാൻ പോലാണോ? ആധാരം മറിച്ച് തരണോ? അല്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യാ? തൗബ ചെയ്യും.
എന്നിട്ട് മരണത്തിന് തയ്യാറാവും. ഞാൻ പറഞ്ഞു നല്ല സമയമാണ് നീ പറഞ്ഞത്, ഞാൻ തൗബയും ചെയ്തു എന്റെ സംഘടന രാജിവെച്ച സമയം. ഏതായാലും അറിയിച്ചത് അപ്പൊ ദേഷ്യം കൊണ്ട് ഫോണും വെച്ച്. ഇതാണ് ഈ സമൂഹത്തിന്റെ അവസ്ഥ. കാരണം ഇവരെ മുന്നിൽ കളവ് പറയാൻ പഠിപ്പിച്ച നേതാവ് എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ തന്നെ പറയാ ഉസ്താദിന്റെ കുരുത്തക്കേട്. ആരാണ് ഈ കുരുത്തക്കേട് കൊടുക്കുന്ന ആള്? ഒന്ന് അയാളെ നമ്മൾ കാണണമല്ലോ. ആരാ കുരുത്തക്കേട് കൊടുക്കുന്ന ആള്? പാച്ച കളവ് പറയുന്ന മനുഷ്യനാണ് കുരുത്തക്കേട് കൊടുക്കുന്നത്. കേട്ടോളി, നിങ്ങൾ ഉസ്താദിന്റെ കുരുത്തക്കേട് ഇതിനാണ് കുരുത്തക്കേട്. മാതൃഭൂമി ആഴ്ച പതിപ്പിന് കാന്തപുരം കൊടുത്ത ആ വിമോത്ത് പറയാൻ ഞങ്ങൾ ഒരു വിവാദത്തിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ചുരുക്കുക. എന്നിട്ട് കാന്തപുരം പറയാണ് ഈ വിഷയത്തിന് ഏത് വിഷയത്തിന് ഇവിടുന്ന് 6-ാം തീയതി പോയില്ലേ കുറെ ആളുകൾ, ആ വിഷയങ്ങൾ അടക്കമുള്ള ഷഹർ മുബാറക്ക് എന്ന് പറഞ്ഞ പരിപാടികൾക്ക് വേണ്ടി നോട്ടീസ് അടിക്കുകയോ പ്രചരണം നടത്തുകയോ ചെയ്തിട്ടില്ല. 50,000 നോട്ടീസ് എന്നെ കൊണ്ടടിപ്പിച്ചില്ല. അതിന്റെ പിന്നിൽ 50,000 40,000 കളറും 10,000 ബ്ലാക്കും വൈറ്റും എന്നെ കൊണ്ടടിപ്പിക്കുകയും അത് വിതരണം ചെയ്ത സ്രോതസ്സുകളും സോഴ്സുകളും അതിന് പണം വന്ന സോഴ്സും ഒക്കെ ഞാൻ വിശദീകരിച്ചു. അതേ കാന്തപുരാണ് പറയുന്നത് ഞങ്ങളൊന്നും അടിച്ചിട്ടില്ല. നിങ്ങളെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഒരുപാട് ബോർഡുകൾ? നിങ്ങളെ പ്രദേശങ്ങളിൽ സിറാജ് പത്രത്തിലൂടെ പരസ്യം വന്നിട്ടില്ലേ? അത് നോട്ടീസ് അടിച്ചില്ല എന്ന് പറഞ്ഞാൽ സിറാജിൽ അടിച്ചാൽ പിന്നെ നോട്ടീസ് അടിച്ചു എന്നല്ല പറയാൻ. സിറാജിനെ നോട്ടീസ് എന്നല്ല എല്ലാവരും വിളിക്കാൻ. എന്നിട്ട് അവർ നോട്ടീസ് അടിച്ചിട്ടില്ല. സിറാജിൽ ഒരു പേജ് പരസ്യം തന്നെ വന്നിട്ടുണ്ട്. ഈ മനുഷ്യന്മാർ പറയുന്നത് നോക്കണം. ഈ മനുഷ്യൻ പച്ചക്കള്ളം പറയാണ്. ഒരു കൂട്ടർ തിരുകേശത്ത് തള്ളി പറഞ്ഞപ്പോൾ മറുപടി പറയാൻ നിങ്ങൾ നിർബന്ധിതരായ. തിരുകേശത്ത് ഇവിടെ ആരും തള്ളി പറഞ്ഞില്ല. കാന്തപുരത്തിന്റെ കയ്യിലുള്ള തിരുകേശം അഥവാ ഷഹർ മുബാറക്കിന്റെ ബർക്കത്ത് കൊണ്ട് ഇഹ പരലോകത്ത് വിജയം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് ആ ഭാഗ്യം പെരുമാറാവട്ടെ. ഷഹർ മുബാറക്കിന് ഇവിടെ ആരും എതിരൊന്നല്ല. വെറുതെ SSF അങ്ങനെയാണെന്ന് വരുത്തി നിർത്തുന്നതിന് പകരം നിങ്ങളെ കാന്തപുരാണ് അതിന്റെ ആളെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അത് വ്യക്തമായി തെളിവുകൾ നിർത്താൻ നമുക്ക് കഴിയും. എന്നിട്ട് വീണ്ടും കാന്തപുരത്തോട് പത്രക്കാരന്റെ ചോദ്യം, താങ്കളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് പലരും അതിനെ കാണുന്നത്. തിരികേശം സൂക്ഷിക്കുക, ഒരു പള്ളി ഉണ്ടാക്കുക, അതിനെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക എന്നിങ്ങനെ. അപ്പൊ കാന്തപുരത്തിന്റെ മറുപടി കേട്ടു, അങ്ങനെയൊന്നും ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. എന്റെ SSFകാര, ഇതിന്റെ നിന്റെ തന്നെ ഇത് നിന്നെയല്ലേ കാന്തപുരം ചോദ്യം ചെയ്തത്? തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം പിരിവ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിരിവ് നടത്തിയെന്നാണ് എന്റെ വിശ്വാസം. നടത്തിയിട്ടില്ല എന്ന് കാന്തപുരം പറയണമെങ്കിൽ നിങ്ങളെ പോലുള്ള യൂണിറ്റ് കമ്മിറ്റികൾ പിരിച്ചിട്ട് കാന്തപുരത്തിന് പൈസ കൊടുത്തിട്ടില്ല, നിങ്ങൾ കള്ളന്മാരാണെന്നാണ് പറഞ്ഞതിനർത്ഥം. അത് അംഗീകരിക്കാൻ എന്റെ മനസ്സിൽ സമ്മതിക്കില്ല. കാരണം നിങ്ങൾ അതിന് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കാന്തപുരം ചെയ്താലും നിങ്ങളെ ജീവിതം നിങ്ങൾ സാധുക്കളാണ്. നിങ്ങൾ ഇയാളെ വിശ്വസിച്ചതാണ്, അന്ധമായി വിശ്വസിച്ചു പോയതാണ്. ഞാൻ വിശ്വസിച്ചതുപോലെ ആ വൈകാരികത മാറ്റൂ. എന്നിട്ട് നിങ്ങൾ കൃത്യമായി ആലോചിച്ചു ചിന്തിക്കൂ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും. കാന്തപുരം പറയാൻ തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവ് ഞങ്ങൾ നടത്തിയിട്ടില്ല. എന്നാൽ എന്റെ ഇടത് കൈയിൽ കാന്തപുരം പറഞ്ഞ പത്രമാണ്, എന്റെ വലത് കൈയിൽ കാന്തപുരം പിരിപ്പിച്ച റെസീപ്റ്റ്. ഇത് റെസീപ്റ്റാണ്. കാന്തപുരം പിരിവ് നടത്തിയ റെസീപ്റ്റിന്റെ ഒരു കുറ്റി തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്നു, ഒന്നേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ ചോദിക്കുക അത് കൊണ്ടുവന്നൂടെ? ആ പത്രക്കാരെ മുന്നിൽ ഞാൻ കാണിച്ചു. ഇവിടെ ഞാൻ കൊണ്ടുവരായിരുന്നത് ഇപ്പോഴും ബോധമില്ലാത്ത വിശ്വാസക്കാർ പലരും ചിലപ്പോൾ പിന്നാലെ വന്ന് പറഞ്ഞു ഒരു കൂപ്പൺ 1000 രൂപ തരാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്താൽ എനിക്ക് കോടതി കാണിക്കാൻ കഴിയില്ല മക്കൾ. അതുകൊണ്ടാണ് അല്ല നിങ്ങൾ പിന്നാലെ ഇതിന്റെ കളർ കോപ്പി എടുത്ത് നമ്മൾ ഇൻഷാല്ലാ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കാന്തപുരം ഞാൻ ചോദിക്കുകയാണ്, എന്റെ വലത് കൈയിൽ കാന്തപുരം പിരിവ് നടത്തിയ റെസീറ്റ് പിടിക്കുന്നു, ഇടത് കൈയിൽ കാന്തപുരം പറഞ്ഞ മാതൃഭൂമിയും പിടിക്കുന്നു. SSFകാരോട് ചോദിക്കുന്നു, നിങ്ങളെ നേതാവിനെ ബഹുമാനിച്ചുകൊണ്ട് ചോദിക്കട്ടെ, ഇതിൽ കാന്തപുരം പറഞ്ഞ സത്യമേതാ? ഇതിൽ കാന്തപുരം പറഞ്ഞ സത്യത ഞങ്ങൾ പിരിവ് നടത്തിയിട്ടില്ല എന്ന് കാന്തപുരം പറയുന്നു. ഇതിലിതാ പിരിവ് നടത്തിയതിന്റെ രേഖയാണിത്. ഇത് രണ്ടും കയ്യിൽ വെച്ച് ചോദിച്ചു കാന്തപുരം പറഞ്ഞ സത്യത. ഇതിലിതാ പറയുന്നത് ഷറേ മുബാറക്ക് വെച്ചത്. അങ്ങനെ ഭാഷയില്ല. ഷറ മുബാറക്കോ മുയേ മുബാറക്കോ ബാൽ മുബാറക്കോ ആണെങ്കിൽ ശരി. ഷറേ മുബാറക്ക് എന്നേതായാലും പറയാനൊരു ഭാഷ ഇല്ല, ഉറപ്പാണ്. അത് പറയണ ജമാഅത്തെ ഇസ്ലാമി അല്ല, അണ്ടർ മർക്കസ് സഖാഫത്ത് സുന്നിയ. എന്നിട്ട് ഡൊണേഷൻ എന്ന് പറഞ്ഞാല് ബർക്കത്ത് എന്നല്ലല്ലോ അർത്ഥം, സംഭാവന എന്നല്ലേ. 1000 പിരിവ് നടത്തിയിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. പള്ളിക്ക് നടത്തിയിട്ടില്ല കേട്ടോളൂ. തിരികേശത്തിന് ഉത്തമ കേന്ദ്രം, 25,000 പേർക്ക് നിസ്കരിക്കാവുന്ന മസ്ജിദ്, ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയം, ഇസ്ലാമിക് ഡിജിറ്റൽ ലൈബ്രറി, ശരിയ റിസർച്ച് സെന്റർ, വിവിധ സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക വാസ്തുശില്പകലയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ മസ്ജിദ് സമുച്ചയത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാവുക. എന്താ കാന്തപുരം
പറഞ്ഞത്? ആ തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. മർക്കസ് സഖാവത്ത് സുന്നിയ, PO കാരന്തൂർ, കാലിക്കറ്റ്, കേരള, ഇന്ത്യ, ടെലിഫോൺ, അങ്ങനെ വന്നിട്ട് ഇമെയിൽ, ജാമിയ മർക്കസ്, വെബ്സൈറ്റ് മർക്കസ് ഓൺലൈൻ.com. കാന്തപുരം പറഞ്ഞ സത്യം ഏതാണെന്നാണ് ഞാൻ സിസ്റ്റർമാരോട് ചോദിച്ചത്. നിങ്ങൾ നേതാവ് സത്യം പറയുന്ന ആളാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇത് രണ്ടും മുന്നിൽ വെച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. വീണ്ടും ഞാൻ വായിക്കട്ടെ, കേട്ടോളൂ ബാക്കി. തിരികേശപ്പള്ളി പത്രക്കാരൻ തന്നെ ഞെട്ടിയത് പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, തിരികേശപ്പള്ളി എന്നൊരു ആശയമില്ലെന്നാണോ? അപ്പൊ കാന്തപുരാന്റെ മറുപടി, അങ്ങനെ ഒരു പള്ളിയില്ല, അങ്ങനെ ഒരു പള്ളിയില്ല. പള്ളികൾ പലതും ഉണ്ടാവും. ഏതെങ്കിലും ഒരു തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം. ഇപ്പോഴും 6-ാം തീയതി പോയപ്പോഴും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പല സ്ഥലത്തും ബോർഡ് വെച്ചപ്പോ ഈ ചിത്രം നിങ്ങൾ വെച്ചിട്ടില്ല. ഇതെന്താ, താജ്മഹലാണ്? നിങ്ങൾ പറയുന്ന ആ പള്ളിയുടെ ചിത്രം തന്നെയല്ലേ ഇത് താജ്മഹലാണോ? നിങ്ങൾ നേതാവ് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും ഇതിനേക്കാൾ ക്ലാരിറ്റി. ഇയാളെന്താ പറഞ്ഞത്? കേരളത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ സൂക്ഷിച്ചു എന്ന് വരാം. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറാൻ പോയാൽ കേൾക്കാം, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പരശുരാം എക്സ്പ്രസ് അല്പസമയം കഴിഞ്ഞ് ഇത്ര മിനിറ്റ് വൈകി എത്തിച്ചേരുന്നതാണ്, അല്ലെങ്കിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് പിന്നെ കൂടെ ഒന്ന് പറയുകയും ചെയ്യും, യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നു. എന്നാ പിന്നെ ജനങ്ങളോട് നേരിട്ട ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിക്കുന്നതിനും കൂടി മനുഷ്യൻ പറഞ്ഞൂടെ? കള്ളത്ര പറഞ്ഞതിന്റെ പേര് ഇത്രത്തോളം ഒരു അവസ്ഥ. എന്നിട്ട് കാന്തപുരം വീണ്ടും പറയാണ്, ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്കില്ല. തിരികേശം വെച്ചപ്പോൾ ഇവിടെ മർക്കസിലുണ്ട്, അതിന്റെ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പരിപാടിയൊന്നും ഞങ്ങൾ നടത്തുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു പരിപാടി നടത്തുന്നില്ല എന്ന് കാന്തപുരം പറയുന്നതിന് മുമ്പ് പരിപാടിയുണ്ട്, ശേഷം ഈ 6-ാം തീയതി മർക്കസിൽ പരിപാടി ഉണ്ടായത് അല്ലേ? ഇങ്ങനത്തെ പരിപാടി അല്ലേ? മർക്കസിൽ സർക്കസ് ഒന്നും അല്ലല്ലോ ഉണ്ടായത്, ഇതന്നല്ലേ ഉണ്ടായത്? ഈ കാന്തപുരത്തെ എങ്ങനെ അംഗീകരിക്കുക? കാന്തപുരം പറയുന്നു പ്രത്യേകിച്ചൊന്നും പരിപാടിയില്ല. എന്നാ പിന്നെ കളറ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് മർക്കസ് എന്നുള്ളതായിരിക്കും. ചുവപ്പ് കളർ വേണമെന്ന് മനസ്സിലാവും. ഇത് കോഴിക്കോട് ഇതിന്റെ പേരിൽ ഒരു ശൂന്യാകാശത്തിൽ ശിലാസ്ഥാപനം നടത്തി. ആ ശൂന്യാകാശ ശിലാസ്ഥാപനത്തിൽ ജാലിയൻവാലയുടെ പുത്രനെയും അതുപോലെയുള്ള പല പ്രമുഖരായ നേതാക്കളെയും കൊണ്ടുവരാനും അവർക്ക് അവിടെ വിരിപ്പിടമൊരുക്കാനും അവരെ സ്വീകരിക്കാനും അവരുടെ യാത്രകളും കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കാൻ അതിന്റെ സ്വാഗത സംഘം മെമ്പർ എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് തന്ന ബാഡ്ജാണ്, നിങ്ങൾ എനിക്ക് തന്ന ബാഡ്ജാണിത്. ഇത് രണ്ടും കയ്യിൽ പിടിച്ച് എന്റെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പിന്തുണക്കുന്ന പഴയകാല സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഇത് കാന്തപുരം പറഞ്ഞ ഒരു പരിപാടി നടക്കുന്നില്ല എന്ന്? അങ്ങനെ നടന്ന ഒരു പരിപാടിയിലെ ബാഡ്ജാണ് എന്റെ കയ്യിൽ. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കാന്തപുരം പറഞ്ഞ കളവേദ? ഇതിൽ കാന്തപുരം പറഞ്ഞ കളവേദ? വിശ്വാസമുള്ള SSFകാരനോട് ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മനസ്സകത്ത് എവിടെയെങ്കിലും ഈമാനിന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ SSFകാരാ പറയണം, ഇത്ര പച്ചയായി ഇത്രമേൽ കളവ് പറയുന്ന ഒരു മനുഷ്യനെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പണ്ഡിത നേതാവായി, ആത്മീയ നേതാവായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുമോ? മറുപടി പറയാൻ ബാധ്യതയുണ്ട്. അതുകൊണ്ട് SSFകാരൻ എന്നോട് വിദ്വേഷം വെച്ചിട്ട് കാര്യമില്ല. ഇത് നിങ്ങളുടെ ആഹ്ലത്തിന് വേണ്ടി ഞാൻ ചുരുക്കി പറഞ്ഞു, ചുരുക്കിയിട്ടാണ് ഈ പറഞ്ഞത്. ഇത്ര സമയം അധികമായാലും ഇത് ഞാൻ ചുരുക്കി തന്നെ പറഞ്ഞത്. അതുകൊണ്ട് SSFകാർക്ക് സത്യത്തോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നേതാക്കളെടുത്ത് നേരെ പോയിട്ട് ഈ വിഷയങ്ങൾ ഓരോന്നും ചോദിക്കുക. എന്നിട്ട് സനത് ചോദിക്കുക, പള്ളിയെ പറ്റി ചോദിക്കുക, മാതൃഭൂമിയെ കുറിച്ച് ചോദിക്കുക. എല്ലാം ചോദിച്ച് ബോധ്യം വരുന്നില്ലെങ്കിൽ റബ്ബിന്റെ ദീന് പ്രചരിപ്പിക്കാൻ വന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങളുടെ നേതാവ് ഉണ്ടാക്കിയ ഈ കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെടുക എന്ന് നിർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.